ഓക്കെ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു Xylem JEEnius കമ്മ്യൂണിറ്റി. നമ്മളിന്ന് ഡേ 3 നിൽക്കുവാണ്. അപ്പോൾ ഇന്നത്തെ എക്സാമിനെ പറ്റി മുരളി സാറ് ചെറുതായിട്ടൊന്ന് പറയും. എല്ലാവർക്കും എക്സാമൊക്കെ എളുപ്പമായിരുന്നു എന്ന് കരുതുന്നു. വളരെ കോളടിച്ച ദിവസങ്ങളിലൊന്നാണ് ഡേ 3. ഓക്കെ, ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഡേ 2 ആൻഡ് ഡേ 3 ആണ്. അപ്പോൾ നമുക്ക് ഡേ 4ഉം ഡേ 5ഉം പോകുന്ന കുട്ടികൾ ഉറപ്പായിട്ടിത് കാണണം. സാറേ, എക്സാമിനെ പറ്റി ഇന്നലത്തെ രണ്ടാമത്തെ ഷിഫ്റ്റിൽ ജെഇയുടെ സാധാരണ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിലുള്ള 2-3 ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊരു സന്തോഷം തോന്നുന്നു. ബാക്കിയൊക്കെ നിലവാരം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അതേ സാധനം തന്നെ. ഇന്ന് കഴിഞ്ഞ ഫസ്റ്റ് പരീക്ഷയും ഏകദേശം അങ്ങനെ തന്നെ. 2-3 ചോദ്യങ്ങൾ നമ്മൾ നോർമലി കാണാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കഴിഞ്ഞ 2-3 പരീക്ഷകളിൽ വന്ന അതേ ടോപ്പിക്കുകൾ തന്നെയാണ്. ഒരേ ചോദ്യം തന്നെ തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കഴിഞ്ഞ പേപ്പറുകൾ മാത്രം ഒന്ന് അനലൈസ് ചെയ്തിട്ട് ആ കാര്യങ്ങൾ മാത്രം സ്ട്രെസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം, ഒരു സംശയമില്ല കേട്ടോ. ഫിസിക്സ് കഴിഞ്ഞ ദിവസം നമ്മൾ മാരത്തോൺ നടത്തിയ ആ ക്വസ്റ്റ്യൻസ് കിടക്കുന്നതാണ് രസം. അതന്നെ. അതായത് ഇപ്പം ഈ പരീക്ഷയുടെ തലേ ദിവസം നമ്മൾ മാരത്തോണിൽ കുറേ ക്വസ്റ്റ്യൻസ് ഞാനൊക്കെ NCERT നോക്കി എഴുതി ഉണ്ടാക്കിയ കുറച്ച് ചോദ്യങ്ങളാണ്. അതിൽ നിന്ന് 4 വന്നിട്ടുണ്ട്. 4 ക്വസ്റ്റ്യൻ എക്സാക്ട്ലി. ഗാലിയം നമ്മൾ തെർമോമീറ്റർ ഉപയോഗിക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ, പക്ഷേ ആ വീഡിയോ കണ്ട കുട്ടികൾക്ക് അറിയാം, അത് അതേപോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ലൈവ് കണ്ട കുട്ടികൾക്ക് ഈസി ആയിട്ട് കോൾ അടിച്ചൊരു പേപ്പറായിരുന്നു. കാര്യം അത്ര ഡിഫിക്കൽട്ടി ലെവൽ കുറഞ്ഞ, എന്നാൽ ഡിഫിക്കൽട്ടി ലെവൽ എനിക്ക് തോന്നുന്നു ഒരു 5% പോലും ഇല്ലായിരുന്നു 100-ൽ. കെമിസ്ട്രിയിൽ ഈസി വെയിറ്റേജ് കൂടി. അത് തന്നെ മീഡിയ ഈസി ഭയങ്കരമായിട്ട് കൂടി, മീഡിയത്തിലേക്ക് ആ ഡിഫിക്കൽട്ടി ലെവൽ താന്നു വന്നു. ഈ LMRP അതുപോലെ തന്നെ നമ്മുടെ DPP ഒക്കെ ഉണ്ടായിരുന്നല്ലോ സാറേ, അതേ ചോദ്യം. അപ്പോൾ സൈലത്തിലെ കുട്ടികൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ കുട്ടികൾക്കും ഓഫ്ലൈൻ കുട്ടികൾക്കും കോളടിച്ചെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ശരിയല്ലേ? ഈ കഴിഞ്ഞ 3 ഡേയിലും തകർത്ത് വാരി കാണും. ഇനി വരാൻ പോകുന്ന 2 ഡേയിൽ മിറാക്കിൾസ് ഒന്നും കാണത്തില്ല, ഒരു ഇത് കാണത്തില്ല. ഇതേ ലെവൽ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് പോകാൻ പോകുന്നത്. കാരണം 3 ഡേ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇനി 4ാമത്തെ ഡേയിൽ മാറ്റി ചോദിച്ചാൽ പെർസെൻറ്റൈൽ കാൽക്കുലേഷനിൽ ഭയങ്കര പ്രശ്നം വരും. അപ്പോൾ നാളത്തെ ഒരു ദിവസം നിങ്ങൾ ഈ കഴിഞ്ഞ പരീക്ഷ പേപ്പറുകൾ കംപ്ലീറ്റ് അനാലിസിസ് നടത്തി നിങ്ങൾ പോയിക്കോളൂ. ഡെഫിനറ്റ് ആണ് കേട്ടോ. അപ്പോൾ 4-5 ദിവസക്കാർക്ക് ഒരു ഗുണം കൂടി കിട്ടിയിട്ടുണ്ട്. ഒരു സൺഡേ നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ സൺഡേ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഒത്തിരി വലിയ റേഞ്ചിലേക്കൊന്നും പോകാതെ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം നാളത്തെ ദിവസം അടിക്കങ്ങ് ആക്കുക. തിങ്കളാഴ്ച അങ്ങ് എക്സാം ഹോളിലേക്ക് പോവുക. അതുപോലെ തന്നെ 5-ാം ദിവസം എക്സാം ഹോളിലേക്ക് പോവുക. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ സൈൻ ഔട്ട് ചെയ്യാണ്. ഇന്ന് കെമിസ്ട്രിക്ക് സുധീർ മാഷും അരുൺ സാറായിരിക്കും വരിക. എന്തായാലും മാഷ് ഓക്കെ സാർ. SVP സാറ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. SVP സാറ് നിങ്ങളോട് മാത്സിനെ പറ്റിയും മൊത്തം കാര്യങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. ഹായ് മക്കളെ. അപ്പോൾ എക്സാം അപ്പോൾ മൂന്നാം ഡേ അല്ലേ? മൂന്നാം ഡേ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഷിഫ്റ്റ് 2ഉം ഇന്നത്തെ ഷിഫ്റ്റ് 1ഉം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാത്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ക്ലാസ് റൂമുകളിൽ LMRP അല്ലെങ്കിൽ സൈലത്തിൻ്റെ ഓൺലൈൻ ക്ലാസ് റൂമുകളിൽ കണ്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു ബുദ്ധിമുട്ടില്ല. ഇന്ന് എനിക്ക് തോന്നുന്നത് ഇന്ന് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അന്ന് മാത്രം, അതും ലീനിയറിൻ്റെ ഫോമിൽ മാത്രം ഏകദേശം 4ഓളം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നോക്കണം, ഡിഫറൻഷ്യൽ ഇക്വേഷൻ അന്ന് ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതിനകത്ത് ഏകദേശം ലീനിയർ ഫോമിൽ തന്നെ 4ഓളം ക്വസ്റ്റ്യൻ കാണാനുണ്ട്. പിന്നെ സീക്വൻസ് ഒക്കെ സെറ്റ്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഏറെക്കുറെ എന്താണ് നമ്മളെ ഓഫ്ലൈൻ ക്ലാസ് റൂമുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എക്സാം എഴുതാൻ പോകുന്ന മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇതുവരെയുള്ള എല്ലാ ഷിഫ്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഓടിച്ചു നോക്കി മാത്രമേ പോകാൻ പാടുള്ളൂ. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പറഞ്ഞത് ഞാൻ പറഞ്ഞ മാത്തമാറ്റിക്സിലാണെങ്കിൽ നല്ല ഒരു 10 ക്വസ്റ്റ്യൻസോളം വളരെ എളുപ്പത്തിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണുള്ളത്. ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് 1ന്റെ സ്ഥാനത്ത് 4ഓളം ക്വസ്റ്റ്യൻ ചോദിച്ചു. സ്റ്റാറ്റിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതേപോലെ സെറ്റ്സും സീക്വൻസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ്, പെർമിറ്റേഷനിലെ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയൊക്കെ നമ്മൾ സ്ഥിരം പറയുന്ന ചാപ്റ്റേഴ്സിന് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം സന്തോഷമുണ്ട്. കാരണം ക്ലാസ് റൂമുകളിൽ അത് ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത അതേ പാറ്റേൺ വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇത് കാണുന്ന +2 മക്കളുണ്ടാവും, ഇപ്പോൾ +2 പഠിച്ച് എക്സാം എഴുതിയ മക്കളുണ്ടാവും. അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ കേരളത്തിലെ നമ്പർ 1 എന്ന് പറയുന്നത് സൈലം അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് സൈലത്തിൽ ജോയിൻ ചെയ്തോളാം. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴും ഹോസ്റ്റലിൽ നിറച്ച് കുട്ടികളുള്ളത്.
ആക്ച്വലി അവർ പോകുന്നില്ല. കാര്യം ഫേസ് കഴിഞ്ഞാലും ഇനി അഡ്വാൻസിന്റെ പേപ്പറിന് വേണ്ടിയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം കഴിഞ്ഞ കുട്ടികൾ വിളിച്ച് ചോദിക്കുന്നത് അഡ്വാൻസിന്റെ ക്ലാസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഡ്വാൻസിന്റെ ക്ലാസിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് അടക്കം അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ക്ലാസ് അല്ലെ ആരൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് നമ്മൾ ഷെഡ്യൂൾ ഇട്ട് കഴിഞ്ഞു. ഇനി 1 മാസത്തോളം അവർക്കുള്ള ക്ലാസ് ആണ് പോകാൻ പോകുന്നത്. പിന്നെ അതേപോലെ മറ്റൊരു ബാച്ച് ഇവിടെ നമ്മുടെ ക്രാഷ് ബാച്ച് ഇങ്ങനെ വളരെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. നീറ്റ് ആയിക്കോട്ടെ, കീം ആയിക്കോട്ടെ, അതിന്റെ ക്രാഷ് ബാച്ച് കേരളത്തിലെ 14 സെന്ററുകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ അടിപൊളിയായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ തന്നെ നമുക്കൊരു ഓരോ ദിവസം എന്താണ് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനും ഉണ്ട്, അതേപോലെ എന്തുണ്ട് എക്സാമും ഉണ്ട്. ഇതേപോലെ നമ്മളെ കുട്ടികൾക്ക് ഓഫ്ലൈൻ കുട്ടികൾക്ക് നമ്മൾ കീമിൻ്റെ ഒരു സെപ്പറേറ്റ് ബാച്ചും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും കുട്ടികളുടെ കൂടെ നിൽക്കുക എന്നത് സൈലത്തിൻ്റെ ഒരു പോളിസിയാണ്. ഞങ്ങൾക്ക് ഏറ്റവും വലുത് കുട്ടികൾ മാത്രമാണ്. അവരെ ഏത് തരത്തിലുള്ള എക്സാമിലേക്കാണോ ക്രാക്ക് ചെയ്യാൻ ആവശ്യമുള്ളത് അത് ആ തരത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നതാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. അത് ഞങ്ങൾ ഏതറ്റം വരെ പോയിക്കൊണ്ട് നമ്മൾ ചെയ്തിരിക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഡിസംബറിൽ പോർഷൻ തീർന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നുകൂടി എടുത്തു കൊടുത്തു. അതാണ് LMRP മോഡ്യൂൾ 1. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തു LMRP 2. ഇതിന്റെ ഇടയിലെല്ലാം നമുക്കറിയാം. അല്ല സാറേ, ആ LMRP കംപ്ലീറ്റ് ചെയ്തൊരു കുട്ടിക്ക് ഒരു പ്രോബ്ലം ഇല്ല, ഒരു പ്രോബ്ലം ഇല്ലാണ്ട് നേരെ ക്ലാസ് എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുന്നു. അതേപോലെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ തന്നെ അതേപോലെ എഴുതാനും പറ്റും. അത്രയും നല്ല രീതിയിലാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് ആ LMRP എന്തായാലും ഡിസൈൻ ചെയ്ത് വെച്ചത്. അപ്പം നിങ്ങളിനി നമ്മുടെ കുട്ടികൾ ഇത് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. +2 പഠിക്കുന്ന കുട്ടികളോട് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. +1കാരോട് നമ്മുടെ സൂപ്പർ കിങ് അല്ലെ കിങ്സ് 11 അത് കഴിഞ്ഞിട്ട് സൂപ്പർ കിങ്സ്. അപ്പോൾ അതിൽ വന്നാൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് റിപ്പീറ്റ് ഇല്ലാണ്ട് തന്നെ ഫസ്റ്റ് ചാൻസിൽ തന്നെ നമുക്ക് ഇതൊക്കെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നീറ്റായാലും JEE നിങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ്. അല്ല സാറേ, നമ്മൾ തുടങ്ങിയ കാലം മുതലേ കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ട് അവരുടെ കൂടെ നിന്ന ചരിത്രമേ സൈലത്തുള്ളൂ. ഇനി നാളെയും അങ്ങനെ തന്നെയാണ് നമ്മൾ ഉണ്ടാകുക. അതിൽ യാതൊരു തർക്കവും ഇല്ല. പിന്നെ നമ്മൾ LMRP JEEക്ക് മാത്രമല്ല, നമ്മൾ കീം ക്രാഷിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ ടീച്ചേഴ്സ് ഇടയിൽ സമയം കണ്ടെത്തി ഇത്തരത്തിലുള്ള മെറ്റീരിയൽ ഉണ്ടാക്കി അതും കൂടി കൊടുക്കുന്നുണ്ട്. അതായത് കീം ക്രാഷിന് വേണ്ടി പ്രത്യേക മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഡിസൈൻ ചെയ്ത മെറ്റീരിയൽ വേറെ ആര് കൊടുക്കും സാറേ? നമ്മളല്ലാതെ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് എന്നും സൈലം കുട്ടികളുടെ കൂടെയാണ്. കുട്ടികളുടെ കൂടെ തന്നെ എല്ലാ കാലത്തും ഉണ്ടായിരിക്കും. അത് തന്നെയാണ് സൈലത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത്. അതാണ് ഈ 1ാം ക്ലാസ് മുതൽ ഈ JEE നീറ്റ് വരെയുള്ള ക്ലാസ് റൂമുകൾ, അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ പറഞ്ഞിട്ട് ഞാൻ മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇത്തരം കാര്യങ്ങൾ. ഞാൻ വേഗം ഡിസ്കഷനിലേക്ക്, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിലേക്ക് നമ്മളുടെ പ്രിയപ്പെട്ട സോയി സാർക്ക് ഈ സ്റ്റുഡിയോ വിട്ടുകൊടുക്കുന്നുണ്ട് നേരെ പോകും. അല്ല, നിരന്തരം നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതായത് ഓഫ്ലൈനിൽ ഫിസിക്സിന്റെ എന്താ പറയണ്ടേ ആ തലത്തൊട്ടപ്പ എന്ന രീതിയിൽ ഞങ്ങൾ പറയുന്ന VK സാറെയാണ് ഞാൻ വേഗം ക്ഷണിക്കുന്നത്. VK സാർ ബാക്കി ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു സർ. Okay. Good evening all of you. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സാം? ഇന്നത്തെ എക്സാം വളരെ ഈസി ആയിരുന്നു. ആക്ച്വലി ഇന്നത്തെ എക്സാം വളരെ ഈസി ആയിട്ടുള്ള പേപ്പറാണ്. ഫിസിക്സിൽ എല്ലാവരും ഒരു 20-25 ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന മോഡലായിരുന്നു. അവരത് ചെയ്തിട്ടുണ്ടാവും. 25-ൽ മേപ്പോട്ട് പിടിച്ചോണം കേട്ടോ കുട്ടികളെ. അതിലെന്തെങ്കിലുമൊക്കെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ആര് ആൻസർ ചെയ്താലും ആ ഒരു 25 റേഞ്ചിൽ ഫിസിക്സ് കയറണം കേട്ടോ. അടുത്ത അടുത്ത ഷിഫ്റ്റ് Day 3, Day 4, Day 5 എഴുതുന്ന കുട്ടികൾ മനസ്സിൽ കരുതിക്കോണം. ആദിത്യൻ ഓക്കെ, ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം Day 4, Day 5 കയറുന്ന കുട്ടികൾ അത് ടാർഗറ്റ് ചെയ്തിട്ടേ പോകാവുള്ളൂ. മൈൻഡ് അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. എനിക്ക് ഇത്ര ക്വസ്റ്റ്യൻ കിട്ടും എന്ന് സെറ്റ് ചെയ്യുക. ഓക്കെ, ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് Day 2 സെക്കൻഡ് ഷിഫ്റ്റാണ്. അത് പരിചയപ്പെടണം. അത് കഴിഞ്ഞാൽ ഇമേഷ് സാറ് Day 3 ഫസ്റ്റ് ഷിഫ്റ്റ് ചെയ്യും. സമയം കിട്ടുവാണെങ്കിൽ ഇന്ന് ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് ഫുള്ളായിട്ട് കിട്ടുകയാണെങ്കിൽ Day 3 സെക്കൻഡ് ഷിഫ്റ്റ് ഞങ്ങൾ ചെയ്യും. അത് ക്വസ്റ്റ്യൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ്. നിങ്ങൾക്കറിയാം ഇത് മെമ്മറി ബേസ്ഡ് ആണ്. അപ്പോൾ ഡേറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പക്ഷേ നമ്മളെല്ലാ ഡേറ്റയിലെയും ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് അതിനെപ്പറ്റി ഒന്ന് അനലൈസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം സാറേ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സാർ എന്ന് പറയും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി കൈനറ്റിക് തിയറിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. എല്ലാ വർഷവും ചോദിക്കാറ് എന്താണ് മീൻ ഫ്രീ പാത്ത് എന്നാണ്. ഇപ്രാവശ്യം അതിന് പകരം അതിനെ ജസ്റ്റ് ഒന്ന് റീഫ്രെയിം ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റൻ ഒന്ന് റീഫ്രേസ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റൻ ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കൊളീഷൻസ്? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ
എപ്പോഴും പറയുന്നതാണ് കൈനറ്റിക് തിയറിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിരിക്കും. നിങ്ങൾക്കറിയാം, നിങ്ങളോട് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള. അതിൽ തന്നെ കഴിഞ്ഞ ദിവസത്തെ മാരത്തോണിലും ഈ കഴിഞ്ഞ ഷിഫ്റ്റുകളുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലും കൃത്യമായിട്ട് പറഞ്ഞു, മക്കളെ VRMS വന്നു, അതുപോലെ തന്നെ PV = NRT വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ വന്നു. പക്ഷേ വരാത്തത് നമുക്കറിയാം, മീൻ ഫ്രീ പാത്ത് വന്നില്ല. പക്ഷേ 2023 മീൻ ഒരു ഷിഫ്റ്റിൽ മാത്രം അത് വെച്ചുകൊണ്ട് പ്രോബ്ലം വന്നു. പക്ഷെ അത് ആ ഷിഫ്റ്റ് എഴുതിയ കുട്ടികൾക്ക് ശരിക്കും ഇച്ചിരി ടൈം പോകുമായിരുന്നു. പക്ഷേ ഇവിടെ എന്താ വന്നേക്കണേ, ഇക്വേഷൻ എന്താന്നാ ചോദിച്ചേക്കണേ. സാറേ ഞാൻ പറയണോ? അവിടെ ആൻസേഴ്സ് കുട്ടികളെല്ലാവരും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇവിടുത്തെ ഞങ്ങളുടെ ആപ്പിൽ ഞങ്ങൾക്ക് കമൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി കുട്ടികൾ ഇവിടെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒന്നും പറയാനില്ല, മാർക്ക് ചെയ്തോട്ടെ ഞാൻ. അപ്പോൾ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഇക്വേഷൻ. ഞാനിവിടെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം സാറേ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മോഷൻ, അതെ പ്രൊജക്ടൈൽ മോഷനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ ഇസ് 64 മീറ്റർ. ഫൈൻഡ് ദ മാക്സിമം ഹൈറ്റ് ഇഫ് ഇനീഷ്യൽ സ്പീഡ് ഇസ് ഹാഫ് കീപ്പിംഗ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ സെയിം. എൻ്റെ കുഞ്ഞുങ്ങൾ, നിങ്ങൾ എന്തൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചു. 2 പ്രൊജക്ടൈൽ എവിടെ വെച്ച് മിനിമം ഡിസ്റ്റൻസിൽ എത്തും, അതുപോലത്തെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഒക്കെ പഠിച്ചു പോയിട്ട് ചോദിച്ചത് H-Maxന്റെ ഇക്വേഷനാണ്. H-Maxന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ ഓൾറെഡി 1 ഡയമെൻഷനിൽ പഠിച്ചിട്ടുണ്ട്. H = U² sin² θ / 2g നമ്മൾ എവിടെ പഠിച്ചു? അത് പ്രൊജക്ടൈലിൽ പഠിച്ചു. പക്ഷേ H-Maxന്റെ ഇക്വേഷൻ U² / 2g ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ തന്നെ U² എന്താ സാർ ഇവിടെ? അതിന് മാത്രമേ മാറ്റമുള്ളൂ. അപ്പോൾ H പ്രൊപ്പോർഷണൽ ടു എന്താണ്? U². അപ്പോൾ H2/H1 = U/2/U². അപ്പോൾ യും ക്യാൻസൽ 1/4, 64/4 16 ആയിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ 16 ആയിരിക്കും ഇതിന്റെ ആൻസർ വരാൻ പോകുന്നത്. ഓക്കെ ആണോ സാറേ? അതിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ ആണല്ലോടാ? അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം സാറേ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ആക്ച്വലി വീണ്ടും കൈനറ്റിക് തിയറിനെയും പിന്നെ അതേപോലെ തെർമോഡൈനാമിക്സും കമ്പൈൻ ചെയ്തിട്ടാണ്. ഇഫ് പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T³ then CP/CV സ്പെസിഫിക് കപ്പാസിറ്റി, കോൺസ്റ്റന്റ് പ്രഷർ, കോൺസ്റ്റന്റ് വോളിയം. നമ്മൾ ഒരുപാട് തവണ ക്ലാസ്സിൽ എത്രയോ തവണ ചെയ്തു. ഇവിടുത്തെ മാരത്തോൺ ലൈവിൽ ഇതേ ക്വസ്റ്റ്യൻ ചെയ്തു. ബിക്കോസ് ഇറ്റ് ഈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. നമുക്കിത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇത് തന്നെ വരുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എടാ 3ക്ക് പകരം വേറെന്തെങ്കിലും ഡേറ്റ ആയിരിക്കും, അല്ലെങ്കിൽ 3 എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുമെന്നാണ് പറഞ്ഞത്. അവരെന്ത് ചെയ്തു? അതേ ക്വസ്റ്റ്യൻ തന്നെ ഇട്ടു. നമുക്ക് ആകെപ്പാടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ TA ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ PV = NRT ആണ്. അപ്പോൾ T = PV/NR ആണ്. അതിൽ നമുക്ക് NR ഒരു കോൺസ്റ്റൻ്റ് ആണെന്നറിയാം. അപ്പോൾ PV/3 എന്ന് കിട്ടും. അപ്പോൾ ഇപ്പുറത്തൊരു Pയും അപ്പുറത്തൊരു Pയും കട്ട് ചെയ്യുമ്പോഴത്തേക്ക് P²T/3 എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഒരു റൂട്ട് എടുത്തു കഴിഞ്ഞാൽ T/3/2 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഗാമയുടെ വാല്യൂ 3/2 ആണെന്ന് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ സോൾവ് ചെയ്തിട്ടിട്ടുണ്ട്. ഒന്നുകൂടി നോക്കിക്കോളൂ, നിങ്ങൾ നോക്കിക്കോളൂ, ഇങ്ങോട്ട് നോക്കിക്കോളൂ. എന്തൊക്കെയാണ് പറഞ്ഞോളൂ. T/3 അത് കഴിഞ്ഞ് Tക്ക് പകരം നമ്മൾ മാറ്റി നേരെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ആൻസറാണ്. എല്ലാവരും ചെയ്ത് കാണും. ഇന്ന് എക്സാം എഴുതാൻ പോയ കുട്ടികൾക്ക് ലോട്ടറി ആയിരുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്കൊന്ന് പോകാം സാറേ. അടുത്തത് ഗ്രാവിറ്റേഷണൽ എന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ്. മാസ് ഓഫ് എ പ്ലാനറ്റ് ഈസ് 1/4 മാസ് ഓഫ് ദി എർത്ത്. ഇഫ് എ ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ് ടേക്സ് 6 hours to complete a revolution, the radius of the planet is. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓർബിറ്റൽ റേഡിയസ് ഒന്ന് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്ത് വായിക്കണം. ഞങ്ങൾക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ ആദ്യമേ റേഡിയസ് ആയിരുന്നു. അതിന് റെലവൻസ് ഇല്ല. ഓർബിറ്റൽ റേഡിയസ് ആണ്. ആക്ച്വലി കെപ്ലർസ് ലോസ് കൊടുക്കാമായിരുന്നു. T² പ്രൊപ്പോർഷണൽ ടു R³ കൊടുക്കാമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ആറില്ല. അതുപോലെ തന്നെ ഒരു മാസിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്നത് T = 2.√R³ കൊടുക്കാം. അതിൽ നിന്ന് പ്രൊപ്പോർഷണാലിറ്റി എടുക്കാം. അപ്പോൾ T² പ്രൊപ്പോർഷണൽ ടു R³ ആണ്. അപ്പോൾ R പ്രൊപ്പോർഷണൽ ടു T/3/2 ആണ്. ഒന്ന് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആൻസറിലേക്ക് കടക്കാൻ പറ്റും. ഞാനിവിടെ ഒന്ന് കാണിച്ചു തരാം. ആക്ച്വലി ഇതാണ് T = 2.√R³ ആണ്. അപ്പോൾ സിംപ്ലി നമുക്ക് മാസ് ഡിപ്പെൻഡബിൾ ആണ്, റേഡിയസും ഡിപ്പെൻഡബിൾ ആണ്. അപ്പോൾ T പ്രൊപ്പോർഷണൽ ടു R² ആണ്. അപ്പോൾ R³ പ്രൊപ്പോർഷണൽ ടു T²/m ആണ്. നേരെ റേഷ്യോ എടുത്താൽ നമുക്ക് കിട്ടും R2/R1 = 1/4 ആണ്. അപ്പോൾ R2 = R1/4 ആണ്. R1ൻ്റെ വാല്യൂ അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, 42/4 ആണ്. അപ്പോൾ അത് 1.05 × 10⁴ ആണ്. ഓപ്ഷൻ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് ചിലപ്പോൾ ഓപ്ഷൻ അല്ല 10⁴ പവറായിട്ടായിരിക്കും ചിലപ്പോൾ കിടക്കുന്നത്. ന്യൂമറിക്കൽ ടൈപ്പ് ആണെങ്കിൽ അത് റൗണ്ട് ഓഫ് ചെയ്ത് നിങ്ങൾ പ്രോബ്ലം ചെയ്തോളുക.
അടുത്ത ക്വസ്റ്റ്യൻ ഒരുപാട് തവണ നമ്മൾ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള മോഡലാണ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിലുള്ള വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റൻ ആണ്. എ വയർ ഓഫ് 20 ohm was divided into 10 parts. Then 2 parts were connected in parallel. Then these wires were connected in series in the circuit. Find the current if the voltage is 10 volt. ഇത് തന്നെയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ചിലപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സീരീസ് ആയിട്ടും പാരലാക്കിയെന്നോ എന്തെങ്കിലും ആയിരിക്കാം ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 20 ohm 10 പാർട്ട്. അപ്പോൾ 10 പാർട്ടിന് 20 ohm ആണെങ്കിൽ സാറേ ഒരു പാർട്ടിന് എന്തായിരിക്കും 20/10 എന്ന് പറയുമ്പോൾ 2 ohm ആയിരിക്കും. 2 ohm. ഈ 2 ohമുകൾ രണ്ടെണ്ണം പാരലൽ ആക്കുമ്പോൾ 2/2 എന്ന് പറയുന്നത് എന്തായിരിക്കും 1 ohm. അങ്ങനെയുള്ള എത്ര പേരുണ്ട്? 5 പേരുണ്ട്. അപ്പോൾ 5 പേർ എന്ന് പറയുമ്പോൾ ആർ എഫക്റ്റീവ് എന്ന് പറയുന്നത് 5 ohm ആണ്. ആർ എഫക്റ്റീവും 10 വോൾട്ട്. ചിലപ്പോൾ ആർ എഫക്റ്റീവ് ആയിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ ഇനി മെയിൻ കറണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ V/by എന്ത് ചെയ്താൽ മതി? ആർ എഫക്റ്റീവ് ചെയ്താൽ മതി. അപ്പോൾ 10/by ആർ എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 10/5. ഐ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് 2 ആംപിയർ ആയിരിക്കും. ആർ എഫക്റ്റീവ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ 5 ohm ആയിരിക്കും. അതെന്ത് ഗ്രൂപ്പിംഗ് ആണോ നിങ്ങൾക്ക് അറിയാം, ആ ഗ്രൂപ്പിങ്ങിന് ആൻസർ. ഇപ്പം ഞങ്ങൾ ഈ 20 ohമിനെ 10 പാർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാട്ടിന് എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 1 സീരീസ് ആണ്. അപ്പോൾ 5 ohm കിട്ടും. അപ്പോൾ I = ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 ആംപിയർ ആയിരിക്കും ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ആറ്റംസ് ചാപ്റ്ററിൽ നിന്നാണ്. ആറ്റംസ് ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് ഹൈഡ്രജൻ സ്പെക്ട്രം അതിലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണെന്ന്. ആ ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഓഫ് ലൈമൻ സീരീസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇസ് 915 ആങ്സ്ട്രോം. ഫൈൻഡ് ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഇൻ ബാൾമർ സീരീസ്. അതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ മൊത്തം ഇക്വേഷൻ വേണ്ട റേഷ്യോ ടൈപ്പ് ആണ്. അപ്പോൾ 1/λ പ്രൊപ്പോർഷണൽ ടു 1/n1² മൈനസ് 1/n2² ആണ്. നമുക്ക് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റിന്ന് എനർജി കുറവൽ. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഫസ്റ്റിലേക്ക് വരണം. അപ്പോൾ N1 പകരം ഇൻഫിനിറ്റി 1 കൊടുക്കാം, N2 പകരം ഇൻഫിനിറ്റി കൊടുക്കാം. അപ്പോൾ 1/λ പ്രൊപ്പോർഷണൽ ടു 1 എന്ന് തന്നെ കിട്ടും. അപ്പോൾ 1/9 എത്രയായിരുന്നു സാറേ? 915. അപ്പോൾ 1/915 ആങ്സ്ട്രോം പ്രൊപ്പോർഷണൽ ടു 1 ആണ്. രണ്ടാമത്തെ 1/λ എന്ന് പറയുമ്പോൾ ബാമറിൻ്റെ ഫസ്റ്റ് ലൈനാണ് ലോങ്ങസ്റ്റ്. അപ്പം N1 ബാമർ എന്ന് പറയുമ്പോൾ തന്നെ N1 2 ആയി. അപ്പം തൊട്ടടുത്ത ഓർബിറ്റിൽ നിന്നാണ് വരേണ്ടത്. അപ്പോൾ N2 എന്ന് പറയുന്നത് 3 ആയി. അപ്പോൾ 1/2² എന്ന് പറയുമ്പോൾ 1/4, 1/3² എന്ന് പറയുമ്പോൾ 1/9, 4 × 9 32, 9 - 4 5, 5/32 = 1/λ. രണ്ടും തമ്മിൽ റേഷ്യോ എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്ത ആൻസറാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ ഒന്ന് കണ്ടേക്കാം. എന്താണ് 1/λ? അപ്പോൾ ആദ്യമേ തന്നെ 1/95 ഈസി പ്രൊപ്പോർഷണൽ ടു 1, 1/λ പ്രൊപ്പോർഷണൽ ടു 5/36. രണ്ടും തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് 6588 എന്ന് ആൻസർ കിട്ടി. അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്ത് കാണുമെന്നാണ് പ്രതീക്ഷ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം സാറേ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ലോസ് ഓഫ് മോഷനിൽ നിന്നാണ്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത മോഡൽ തന്നെയാണ്. ഫൈൻഡ് ദ കൈനറ്റിക് ഫ്രിക്ഷൻ ഓഫ് എ ബ്ലോക്ക് ഓഫ് മാസ് 50 kg ഇഫ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇസ് 0.3. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഒരു മറ്റേ ഇൻക്ലൈൻഡ് പ്ലെയിനും ഇല്ല, ഒന്നുമില്ല, മിനിമം ഫോഴ്സ് ഇല്ല, പുഷിംഗ് ഓർ പുള്ളിങ് അതൊന്നുമില്ല. 50 കിലോഗ്രാമിന് ഈ സർഫസിൽ കൂടി പോകാൻ ചെയ്ത ഫോഴ്സ് എത്രയാണെന്ന് ചോദിക്കണം. F = μmg. μ എന്ന് പറഞ്ഞാൽ 3 × 10⁻⁻1, 5 × 10⁻1, -1ഉം 1ഉം കൂടി കട്ട് ചെയ്യുമ്പോൾ 15 × g എന്ന്. അപ്പം 150 എന്ന് പറയുന്നത് 10 കൊടുത്താൽ, അപ്പം എനിക്കറിയാം പല കുട്ടികൾക്കും 9.8 പകരം 10 ഇട്ടായിരിക്കാം പ്രോബ്ലം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ 9.8 ആയതുകൊണ്ടാണ് 150യുടെ തൊട്ടടുത്തുള്ള താഴെയുള്ള ആൻസറായ 147 ആൻസർ വന്നത്. കൃത്യമായിട്ട് 10 ആണെങ്കിൽ ആൻസർ 150. ചിലപ്പം പേപ്പർ ഏതാണെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. 9.8 ആണെങ്കിൽ 147. പൊളിച്ചില്ലേടാ? ആനന്ദ് ഒന്ന് പറയുന്നുണ്ട് സാർ. ആക്ച്വലി ആനന്ദ് പറഞ്ഞ മാതിരി ആ ക്വസ്റ്റ്യനിൽ സീരീസിലാണ് കണക്ഷൻ വരുന്നത് എങ്കിൽ ആൻസർ വരാൻ പോകുന്നത് നീ പറഞ്ഞതായിരിക്കും. പക്ഷെ നമ്മളിവിടെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആനന്ദ് അങ്ങനെ തന്നെ പറഞ്ഞു. കാര്യം ഇനി ശരിക്കും വരേണ്ടത് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പാരലായിട്ട് കണക്ട് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 10 പീസ് പാരലായെന്നാണ് അർത്ഥം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ മാറും. അതേപോലെ തന്നെ ജിയുടെ വാല്യൂ അവർ കറക്റ്റ് ആയിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. നമ്മൾ ക്ലാസ്സിൽ പല പ്രാവശ്യം പറഞ്ഞിരുന്നു ക്വസ്റ്റ്യനിൽ പറയാതെ 10 എടുക്കരുതെന്നും 9.8 എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വീണ്ടും കറണ്ട് ഇലക്ട്രിസിറ്റി തന്നെയാണ്. നമ്മുടെ ബുക്കിൽ കിടക്കുന്ന അതേ ക്വസ്റ്റ്യൻ, പവറിന്റെ റേഷ്യോയുടെ ക്വസ്റ്റ്യൻ. ഇതൊരു NCERT ബേസിക് ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോ ഓഫ് ഹീറ്റ് ഡിസിപ്പേറ്റഡ് അക്രോസ് 5 ohm and 10 ohm റെസിസ്റ്റൻസ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ചോദിക്കാവുന്ന ഹീറ്റിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാം ഇതിന്റെ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. അപ്പോൾ പവർ കണ്ടുപിടിക്കാൻ V² / R ആണ്. ഇത് കട്ട് ചെയ്യും. അപ്പോൾ P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ സാറേ 1/R ആണ്. അപ്പോൾ P1/P2 = R2/R1 ആണ്. 10/5 എന്ന് പറഞ്ഞാൽ 2 ohm
ആയിരിക്കും, അതിൻ്റെ 2:1 ആയിരിക്കും ആൻസർ, 2:1 ആയിരിക്കും ആൻസർ. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് നല്ല മൂടാണ്. കാര്യം നിങ്ങൾ പൊളിച്ച് കാണുമെന്ന്. എന്തിനാ അടുത്ത ഷിഫ്റ്റ്? സാധാരണ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ടഫായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് പോകുമ്പോൾ മുട്ട് വരച്ച് നമ്മൾ എക്സാമിന് പോണത്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. കാര്യം തിങ്കളാഴ്ച പോണവർക്ക് നല്ല കോൺഫിഡൻസിൽ പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് സോൾവ് ചെയ്തിട്ടിട്ടുണ്ട്. ട്രിക്കി മെത്തേഡിൽ തന്നെയാണ്. അത് പെട്ടെന്ന് ഒന്ന് ചെയ്തേക്കാം. LMRPയിൽ ഈ മൊഡ്യൂൾ നോക്കി പോയിട്ടുള്ളവർക്ക് എക്സാം ഒരു കേക്ക് വാക്ക് ആയിരിക്കും. എസ്പെഷ്യലി ഫിസിക്സിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഇഫ് എ monkey is sitting on the shoulder of a man and the man has cycled 120 revolutions in 3 minutes around a circle of radius 9 meter, what is the centripetal acceleration acting on the monkey? ഇത് വാല്യൂ മാത്രം മാറ്റിയിട്ടുള്ളൂ നമ്മുടെ ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പം ഇതിൽ എന്താണ് 3 minutesൽ 120 ആണ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 120 ഡിവൈഡഡ് ബൈ ഓക്കെ 120 ഡിവൈഡഡ് ബൈ 3 × 60 ആണ്. അത് നമുക്ക് ഫ്രീക്വൻസി കിട്ടി. അല്ലെങ്കിൽ ഒമേഗ അതിൽ നിന്ന് × 2π കിട്ടണം. അപ്പോൾ നമുക്കറിയാം സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ 3 ഇക്വേഷൻ, v²/r, r⍵² v⍵. നമുക്ക് r⍵² എടുത്താൽ മതി. r-ൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 9 ആണ്. അതുപോലെ തന്നെ ω², ഒമേഗയുടെ വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. ഒമേഗ ഈക്വൽ ടു 2πf ആണ്. ആ എഫ് എന്ന് പറയുന്ന 2π × 120 ഡിവൈഡഡ് ബൈ 3 × 60 ആണ്. 60 ഇത് 2 ആണ്. അപ്പോൾ 4π ആണ്. ഇപ്പം തന്നെ ബൈ 3 ആണ്. അല്ല, 3ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ആണ്. അല്ല, 4π/3. അതിൻ്റെ ω² കൊടുക്കണം, × r കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു 9 വരും. 9 കട്ട് ചെയ്ത് പോകും. അപ്പോൾ 16π² അല്ലേ സാറേ? 16π². ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഒന്ന് ചെയ്തും കൂടി കാണിക്കുന്നത്. ഇന്നലത്തെ പോലെ നമ്മൾ ഫാസ്റ്റായിട്ട് പോകേണ്ട കാര്യമില്ല. കാര്യം നാളത്തെ ഒരു ദിവസം നിങ്ങളുടെ പോക്കറ്റിലുണ്ട്. മറ്റത് അങ്ങനെയല്ല. ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഷിഫ്റ്റിൽ പോകേണ്ട കുട്ടികൾക്ക് പഠിക്കാൻ ഒത്തിരി ടൈം വേണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ഒന്ന് സ്ലോ ആക്കി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സാർ. അർജുൻ, 8th ചോദിക്കാനുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ പറയുന്നത്. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യണം. ഇപ്പോൾ പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ ലാസ്റ്റ് 3 ഡേയ്സിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരേ ടോപ്പിക്കിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആവുന്നുണ്ട്. കഴിഞ്ഞതിലും പ്രിസത്തിൽ നിന്ന് ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, ഇന്നും പ്രിസത്തിൽ ഒരു ക്വസ്റ്റൻ ഉണ്ട്, ഇന്നലെയും പ്രിസത്തിൽ ക്വസ്റ്റൻ ഉണ്ട്. അപ്പോൾ ആ ടോപ്പിക്സ് ഒക്കെ ഒന്നുകൂടെ നോക്കുക. ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ പറയും. ഓക്കെ സർ, അടുത്ത ക്വസ്റ്റൻ വന്നിട്ടുള്ളത് ആംഗുലർ മൊമെന്റത്തിന് റിലേറ്റ് ചെയ്തിട്ടാണ്. റിലേഷൻ ബിറ്റ്വീൻ ആംഗുലർ മൊമെന്റം ഓഫ് എൻ ഇലക്ട്രോൺ ആൻഡ് ഇറ്റ്സ് റേഡിയസ്. ഇതേ ക്വസ്റ്റൻ ഇന്നലത്തെ ഷിഫ്റ്റിൽ ഫേസ് 1 ചോദിച്ചു n=2 ആംഗുലർ മൊമെന്റ് എത്രയാണെന്ന്. ഇന്നലത്തെ ഷിഫ്റ്റിൽ ചോദിച്ചു n=4 ആംഗുലർ മൊമെന്റ് എത്രയാണെന്ന്. ശരിയല്ലേ? എനിക്ക് ആകപ്പാടെ ഒരു സങ്കടം L=NH/2π എന്ന് ആണ് പഠിച്ചു പോയ കുട്ടിക്ക് ഇവിടെ ഒരു r⁻0 ഉണ്ടായിരുന്നെങ്കിൽ തൂങ്ങിയാനെ. അതുപോലെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടില്ല. r⁻0 ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇതും നോക്കി പോകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? അത് r⁻0 വേണമെങ്കിൽ കൺഫ്യൂസ്ഡ് ആയേനെ. പക്ഷെ അതുപോലും ചോദിച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്കറിയാം എന്നിന് r ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് √r ആണ് ആൻസർ. അതേ ആൻസർ പറഞ്ഞു കഴിഞ്ഞു കുട്ടികൾ. അതൊന്നും പറയാനില്ല. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ മോനെ. അടുത്ത ക്വസ്റ്റൻ അഗൈൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 നിന്നുള്ള ക്വസ്റ്റൻ ആണ്. അതും ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ചോദിച്ചിട്ടുള്ളത് ആക്സിയൽ ഇക്വറ്റോറിയൽ ഇലക്ട്രിക് ഫീൽഡിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ അറ്റ് ആൻ ആക്സിയൽ പോയിന്റ് ഇസ് E which is at a distance r from the center. If electric field due to dipole at a point P which is equatorial position and distance 2r from the center is E/x, then find x. നമുക്കറിയാം ഈ ആക്സിൽ ഈക്വൽ ടു ഇക്വറ്റോറിയലിന്റെ ഡബിൾ ആണ്. പക്ഷെ ഇവിടെ ഒരു ചെറിയ തൊന്തരവുണ്ട്. 6 ഡബിൾ ചെയ്തു. 6 ഡബിൾ ചെയ്യുമ്പോൾ അതിൽ ക്യൂബ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 8 കയറി വരും. ആ ഒരു വ്യത്യാസം കൂടി മനസ്സിലായിക്കോണം. പിന്നെ ഇക്വറ്റോറിയൽ ഒരു ബൈ2 കൂടി വരും. 8/2 16 ആണ് ആൻസർ. കണ്ടോ? ഒറ്റയടിക്ക് പോയത് കണ്ടോ? ഒന്നുകൂടി പറ. ഇക്വറ്റോറിയൽ ഈക്വൽ ടു ഈ ആക്സിൽ ബൈ2. ഈ ആക്സിൽ തന്നെ 1/4π0 2p/r³ ഉണ്ട്. അപ്പോൾ ബൈ2 ചെയ്തപ്പോൾ ഇക്വറ്റോറിയലായി. പിന്നെ ആറിന് എന്തുണ്ട്? 6 2r ആയി. അപ്പോൾ 2rന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ r³ 8. 8 × 2 എത്രയാ? 16. ആൻസർ വെറുതെ ചെയ്യാവുന്നതാ. കിടക്കുന്ന ആൻസർ സാറേ. ഓക്കെ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ള if a force is acting on a block which is moving in a horizontal plane, if its momentum is p = cos kt I cap plus sin kt j cap, then angle between f and p is. ഓനെ അത് തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ കഴിഞ്ഞ 6 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുമ്പിലിരിക്കുവാണ്. 6 ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നോക്കിക്കൊണ്ട് പോവുക. അതിനുള്ള ദിവസം നിങ്ങൾക്ക് 2 ഭാഗ്യവാന്മാരാണ്. ഡേ 4ഉം ഡേ 5കാരും ഭാഗ്യവാന്മാരാ. കാര്യം ഒരു സൺഡേ എന്ന് പറയുന്ന ഒരു ഡേ ഫുള്ളായിട്ട് നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള ടൈം കാണും. ഒരു റൗണ്ട് ഫിസിക്സിലെ എല്ലാ ഇക്വേഷൻസും റിവൈസ് ചെയ്യാം അർജുൻ. എന്തായാലും അത് ചെയ്യണം. ഓക്കെ. ഇവിടെ നമുക്ക് മൊമെന്റ് ആണ് സാറ് തന്നേക്കണേ.
അപ്പൊ ഡിഫിക്കൽട്ടി ലെവലിൽ ഒരല്പമുള്ള ഒരു ക്വസ്റ്റ്യൻ എന്നാ മീഡിയം എന്ന് ഞാൻ പറയും. അല്ല സാറേ, വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫോഴ്സ് കിട്ടും. അപ്പോൾ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോസിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് മൈനസ് സൈൻ ആണ്, കെ പുറത്ത് വരും. അപ്പോൾ മൈനസ് കെ സൈൻ കെ ടി ഐ കിട്ടും, പ്ലസ് കോസ് കെ ടി കെ ജെ കിട്ടും. അപ്പോൾ നമുക്ക് എന്തായി? ഫോഴ്സ് ആയി. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? എഫ് ഡോട്ട് പി ചെയ്യണം. ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യണം. അപ്പോൾ എഫ് ഡോട്ട് പി ചെയ്തപ്പോൾ ഒരു രസം വന്നു. ഇതിന്റെ ആൻസർ രണ്ടും തമ്മിൽ ക്യാൻസൽ ആയി പോയി. കണ്ടോ, ഒരെണ്ണം മൈനസ് ടേമും ഒരെണ്ണം പ്ലസ് ടേമും, ഒരെണ്ണം മൈനസ് ടേമും ഒരെണ്ണം പ്ലസ് ടേമും. ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴാണ് 0 ആകണേ? 90 ഡിഗ്രിയിൽ. ആൻസർ എത്ര ഡിഗ്രിയാ? തീറ്റ 90 ഡിഗ്രി. സോറി തീറ്റ 90 ഡിഗ്രി ആയിരിക്കും. തീറ്റ 90 ഡിഗ്രി ആണ്. അപ്പോൾ അത് π/2 ആയിരിക്കും ആൻസർ. π/2 ആയിരിക്കും. അതെന്തോ മാറിപ്പോയതാണ്. ഡോട്ട് പ്രോഡക്റ്റ് ചെയ്തത് കറക്റ്റ് ആണ് ആക്ച്വലി. ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുന്ന വാല്യൂ 0 ആണെങ്കിൽ ഓഫ് കോഴ്സ് ഇതിന്റെ ആംഗിൾ നമുക്കറിയാം. 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിലായിരിക്കും അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ത് വരിക? 0 വരിക. അപ്പോഴല്ലേ നമ്മൾ ഓർത്തോഗണാലിറ്റി പഠിച്ചിട്ടുള്ളത് കണ്ടീഷന്റെ. അപ്പോൾ കണ്ടീഷൻ ഓർത്തോഗണൽ ആണ്. ഓർത്തോഗണൽ ആണെങ്കിൽ ആംഗിൾ എന്തായാലും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ അഗൈൻ വർക്ക് എനർജി പവർ എന്നുള്ള വളരെ ബേസിക് ആയ ക്വസ്റ്റൻ. ഇതും NCERT ബുക്ക് ബാക്ക് ക്വസ്റ്റൻ ആണെന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. NCERT നമ്മൾ വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് വിറ്റതല്ല. നിങ്ങളുടെ മൈൻഡ് മാപ്പ് ഒന്ന് എടുത്ത് തുറന്നു നോക്ക്, അതൊരു ബോക്സിൽ കിടപ്പുണ്ട്. കോൺസ്റ്റന്റ് പവറിന് 2 ഇക്വേഷൻസ്, ടൈമുമായിട്ടും ഡിസ്റ്റൻസുമായിട്ടുള്ള 2 ഇക്വേഷൻസ് മൈൻഡ് മാപ്പിൽ കൃത്യമായിട്ട് ബോക്സിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ DPPയിൽ അത് വന്നിട്ടുണ്ട്. ഇത് ക്ലാസ്സിൽ ലോങ്ങർ മെത്തേഡിൽ ചെയ്തിട്ടുണ്ട്, ഡയമെൻഷൻ വെച്ച് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. ഇത് നമുക്ക് ചെയ്യാവുന്നത് ഇങ്ങനെയാണ്. P = F ഡോട്ട് V ആണ്. എഫിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? MA ഡോട്ട് V ആണ്. ശരിയല്ലേ? ഈ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്, മാസ് കോൺസ്റ്റന്റ് ആണ്, ആക്സിലറേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/v ആണ്. അത് ഡയമെൻഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ കിട്ടും T x പ്രൊപ്പോർഷണൽ ടു T⁻³ എന്നാണ് കിട്ടുന്നത്. X പ്രൊപ്പോർഷണൽ ടു എന്താണ്? T⁻³ നോക്കിക്കോളൂ. ഇതാണ് എൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, മാസ് ഉൾപ്പെടെ കോൺസ്റ്റന്റ്. അപ്പോൾ ഡയമെൻഷൻ മെത്തേഡ് ആണ് ഇത് ചെയ്യാനായിട്ട് ഏറ്റവും സിമ്പിൾ മെത്തേഡ്. നിങ്ങൾക്ക് സൊല്യൂഷൻസ് ഒക്കെ, ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് ഒക്കെ വരുമ്പോൾ അത് ഇന്റഗ്രേഷൻ മെത്തേഡിലായിരിക്കും നടക്കുന്നത്. അതിന്റെ ആവശ്യം സാർ, ഒരാൾ ബെറ്റർ ടു ബി ഡൺ ദാൻ ടു മേക്ക് പെർഫെക്ഷൻസ് എന്ന പേരുള്ള ഒരാൾ നമ്മളോട് എപ്പോഴാണ് മോർണിംഗ് ഷിഫ്റ്റിന്റെ ക്വസ്റ്റൻസ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത 10 മിനിറ്റ് കൂടി മോനെ വെയിറ്റ് ചെയ്യും. ഇത് എല്ലാ ഷിഫ്റ്റിലും ചോദിക്കുന്ന ഒരു വാണ്ടർവാൾസ് ഇക്വേഷന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ മൾട്ടിപ്പിൾ ടൈംസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണിത്. P+A/V² × V - B = RT. ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഫോർ AB⁻⁻1. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ പിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? A/V² തന്നെയായിരിക്കും. അപ്പൊ എയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് PV² ആയിരിക്കും. ശരിയല്ലേ? അതുപോലെ തന്നെ ബിയുടെ ഡയമെൻഷൻ V ആയിരിക്കും. രണ്ടും തമ്മിൽ നമുക്ക് ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ PV²/B ആണ് A/B എന്ന് പറയുന്നത്. ഓരോ വികൾ കട്ട് ചെയ്ത് പോകും. PV എന്ന് പറഞ്ഞാൽ നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട്, വർക്കാണ്. വർക്ക് എന്ന് പറയാൻ വർക്ക് എനർജി. അപ്പോൾ mL² T⁻² ആയിരിക്കും ആൻസർ. എന്തായിരിക്കും ആൻസർ? mL² T⁻² എന്താണ്? -2. ഒന്നുകൂടി പറയൂ. എയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ PV² ആണ്. അപ്പോൾ A/B ആണ് വേണ്ടത്. അപ്പോൾ PV²/V ആണ് വേണ്ടത്. VV ഓരോന്ന് കട്ട് ചെയ്ത് പോയി. അപ്പോൾ PV ഉള്ളൂ. PVയുടെ വർക്കാണ്. വർക്കിൻ്റെ ഡയമെൻഷൻ mL² T⁻². ഡയമെൻഷൻ തൊടാണ്ട് തന്നെ നമ്മൾ ചെയ്തു. അതാണ് അതിൻ്റെ രസം. ഡയമെൻഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ഡയമെൻഷൻ തൊടാണ്ട് ചെയ്തു. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം സാർ. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ആക്ച്വലി JEEയിൽ ചോദിച്ചിട്ടുള്ളത് എല്ലാ കുട്ടികളും ഇത് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. NCERTയിൽ നമ്മൾ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വളരെ ഇനിഷ്യലി നമ്മൾ അത്രയും ബേസിക് ഫണ്ടമെന്റൽ ടോപ്പിക് ആയിട്ട് പറയുന്ന ക്വസ്റ്റൻ ആണ്. അതിന്റെ ക്വസ്റ്റന്റെ ഓപ്ഷൻസ് ആണ് ആക്ച്വലി വളരെ ഫണ്ണി ആയിട്ടുള്ളത്. ഞാനാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പൊക്കോട്ടെ എന്ന് കരുതും. 30 ക്വസ്റ്റ്യൻ ഫിസിക്സിൽ എനിക്ക് വേണ്ട, ഒരു ക്വസ്റ്റ്യൻ കളയാന്ന് കരുതിക്കൊണ്ട് ടു വാം ദ ഡ്രൈവർ എന്ന് ഓപ്റ്റ് ചെയ്തേനെ. പറയാൻ പോലും നാണക്കേടാണ്. നമുക്കറിയാം ഫ്രിക്ഷൻ ഇലക്ട്രിസിറ്റിയുടെ ടോപ്പിക്കാണ്. NCERT വോളിയം 2 തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഫ്രിക്ഷൻ മൂലം ചാർജസ് ഉണ്ടാകും, ചാർജ് സ്പാർക്ക് ഉണ്ടാകാൻ ചാൻസ് കൂടുതലുണ്ട്. അത് ലീക്ക് ഔട്ട് ചെയ്യണം. അത് ലീക്ക് ഔട്ട് ചെയ്യാനായിട്ട് പണ്ടൊക്കെ ചെയിൻ തൂക്കുമായിരുന്നു. ഇപ്പം അതിനൊക്കെ കപ്പാസിറ്റർ ഒക്കെ പിടിപ്പിച്ചിട്ടുള്ള പുതിയ വെഹിക്കിളിലൊന്നും ഇത് കാണാനില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്
അഗൈൻ റേ ഓപ്റ്റിക്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇൻ കമ്പാരിസൺ വിത്ത് വയലറ്റ് യെല്ലോ റെഡ് ഡീവിയേറ്റ്സ് ദ ലീസ്റ്റ്. അത് സ്റ്റേറ്റ്മെന്റ് 1 ആണ്. സ്റ്റേറ്റ്മെന്റ് 2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഈച്ച് കളർ ഇസ് ഡിഫറെന്റ് വെൻ ഇൻ എ ഡിസ്പേഴ്സീവ് മീഡിയം. അപ്പോൾ നമ്മൾ കോഷീസ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. എന്തായാലും ഡീവിയേഷൻ -1 × A ആണ്. അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, വേവ് ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എന്തുകൊണ്ട് കാറിൻ്റെ ഒക്കെ ലൈറ്റ് റെഡ് ലൈറ്റ് ആക്കണ വേവ് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ വേവ് ലെങ്ത് കൂടുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണല്ലോ എന്നാണല്ലോ ആദ്യമേ കിടക്കുന്ന ടൈം. അപ്പോൾ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡീവിയേഷനും അപ്പോൾ എന്ത് ചെയ്യും, കുറയും. അപ്പോൾ എന്താണ് ഓപ്ഷൻ, ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്, കറക്റ്റാണ്. ഓക്കെ സാർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഈച്ച് കളർ ഈസ് ഡിഫറെന്റ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഓരോ മീഡിയം മാറുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറും. നമ്മളത് തന്നെയല്ലേ പറയുന്നത്. എന്തായാലും വേവ് ലെങ്ത് മാറുമ്പോൾ കളർ മാറും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വേവ് ലെങ്ത് തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, അല്ലെങ്കിൽ എല്ലാം ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഞാനൊന്നും പറയണില്ല. അപ്പോൾ അതും എന്താണ്, കറക്റ്റാണ്. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ഓക്കെ, അതിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സാർ. അടുത്ത ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് കറണ്ട് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിലെ ഗാൽവനോമീറ്ററിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇഫ് എ ഗാൽവനോമീറ്റർ ഓഫ് 100 ohm is connected to a resistance of 400 ohm in series to measure up to 10 volt, then resistance needed to be connected to the galvanometers to make it ammeter to measure 10 ampere current. അപ്പോൾ ഷണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ്, ഷണ്ടാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയെന്ന് കുട്ടികളൊന്ന് പറഞ്ഞു നോക്കിയേ. 400 + 100 എന്ന് പറയുമ്പോഴത്തേക്ക് 500. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് 100 വോൾട്ടും തന്നിട്ടുണ്ടെങ്കിൽ മെയിൻ കറണ്ട് കണ്ടുപിടിക്കാം. ആ മെയിൻ കറണ്ട് ആണ് വോൾട്ട് മീറ്ററിലെ ഗാൽവനോമീറ്റർ കറണ്ട്. അപ്പോൾ IG ഈക്വൽ ടു എത്രയാണ് നമുക്കറിയാം, 10/500 1/50 ആണ്. അപ്പോൾ IG കിട്ടി. S = IG × G / I - IG ചെയ്യണ്ട, I ചെയ്താൽ മതി. ആ I ആണ് എന്തെന്ന് പറയുന്നത്, 10 എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് ആൻസർ കിട്ടും നിങ്ങൾക്ക്. എത്രയാണോ ആൻസർ, 20 × 10⁻² ആണ് ആൻസർ. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് ഓപ്ഷൻ കിടക്കുന്നത്. -10 × 10⁻² ആണ്. അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും, 20 ആയിരിക്കും. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, ആദ്യത്തേത് വോൾട്ടേജ് അളക്കുന്ന ഡിവൈസ് ആണ്. വോൾട്ടേജ് അളക്കാൻ റെസിസ്റ്റൻസ് സീരീസ് ആണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, വോൾട്ട് മീറ്റർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി 400 + 100 ആണ്. അപ്പോൾ 500 ആണ്. അപ്പോൾ IG എന്ന് പറയുന്നത് V/R എഫക്റ്റീവ് ആണ്. ആ I എന്ന് പറയുന്നത് 1/50 കിട്ടി. ഇത് കിടക്കുന്നു 1/50 കിട്ടി. ആ 1/50 IG ഇട്ട് കൊടുത്തുകൊണ്ട് G എത്ര കൊടുക്കണം, 100 കൊടുക്കണം. പിന്നെ ടു മെഷർ I എന്ന് പറയുന്നത് 10 ആണ്. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ സാറേ. അടുത്ത ക്വസ്റ്റൻ അഗൈൻ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആയിട്ടുള്ള റൊട്ടേഷണൽ മെക്കാനിക്സ്. എല്ലാ പ്രാവശ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് റോളിംഗ് മോഷനിൽ നിന്ന് തന്നെയാണ് സാർ. എന്തോരം ക്വസ്റ്റ്യൻ സിലബസിൽ. ആക്ച്വലി റോളിംഗ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് ഞങ്ങൾ ക്ലാസ്സിൽ കയറുമ്പോൾ കുട്ടികൾ പറയുമെങ്കിലും ഞങ്ങൾ പറയാം അത് പഠിക്കുക എങ്ങാനും വന്നാലോ. പക്ഷെ നമുക്കിപ്പോൾ ഷിഫ്റ്റുകളിലൂടെ കടന്നു പോയപ്പോൾ മനസ്സിലായി ഈ ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഷിഫ്റ്റ് ഒഴികെ എല്ലാ ഷിഫ്റ്റിലും ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. If a hollow sphere is rolling, the ratio of rotational kinetic energy to total kinetic energy is x/5. Then calculate x. അപ്പോൾ ഹോളോ സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് 2/3 mr² ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ നമ്മളിപ്പോൾ k²/r² എടുക്കുകയാണെങ്കിൽ mr² വെട്ടണം. അപ്പോൾ 2/3 ആണ്. അപ്പോൾ 1 + k²/r² എന്ന് പറയുന്ന ബീറ്റ എന്ന് പറഞ്ഞ് ഞങ്ങൾ ക്ലാസ്സിൽ പറയാറുള്ളത്. അപ്പോൾ അത് ബീറ്റ എന്ന് പറയുന്നത് 5/3 ആണ്. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി റൊട്ടേഷൻ എന്ന് പറയുന്നത് k²/r² ആണ്. അതുപോലെ തന്നെ കൈനറ്റിക് എനർജി ടോട്ടൽ എന്ന് പറയുന്നത് ബീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി റൊട്ടേഷൻ ബൈ കൈനറ്റിക് എനർജി ടോട്ടൽ എന്ന് പറയുന്നത് നമുക്കറിയാം 3/2/5/3 ആണ്. അപ്പം നമുക്ക് എത്ര കിട്ടിയേക്കുന്നത് സാറേ? ഓക്കെ, അത് ഇവിടെ ചെയ്തിട്ടുണ്ട്. 2/3 / 5/3. അപ്പോൾ 3 യും 3യും ക്യാൻസൽ. 2/5 x/5. എക്സിന്റെ സ്ഥാനത്ത് ആരാ? 5 വരും. എക്സിന്റെ സ്ഥാനത്ത് ആരാ? 5. അപ്പം കൈനറ്റിക് എനർജി ട്രാൻസ്ലേറ്ററി ½ ആണ്. കൈനറ്റിക് എനർജി റൊട്ടേറ്ററി ½ × k²/r² ആണ്. കൈനറ്റിക് എനർജി ടോട്ടൽ എന്ന് പറയുന്നത് ½ × ബീറ്റയാണ്. ഞാനപ്പോൾ ഇവിടെ വേണമെങ്കിൽ പ്രൊപ്പോർഷണൽ എന്ന് വേണമെങ്കിൽ എഴുതിയേക്കാം. അല്ലെങ്കിൽ ഇനി ½ എവിടെ പോയെന്ന് ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ അത് ഇപ്പം തന്നെ അയച്ചേക്കാം. അപ്പോൾ പ്രശ്നം തീർന്നു. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം സാറേ. അടുത്ത ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് ഫ്ലൂയിഡ്സിൽ നിന്നാണ്. ഫ്ലൂയിഡ്സിലെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. പാസ്കൽസ് ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ സിസ്റ്റത്തിലെ ഫോഴ്സ് അൺനോൺ ഫോഴ്സ് ആയിട്ടുള്ള F എത്രയാണെന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. യൂട്യൂബ് റൊട്ടേറ്റിംഗ്, യൂട്യൂബ് ആക്സലറേറ്റിംഗ്, യൂട്യൂബിൽ പല ലിക്വിഡ് എന്തെല്ലാം പഠിച്ചുകൊണ്ട് പോയി. ഏറ്റവും അവസാനം പാസ്കൽസ് ലോ തന്നെ വന്നു. അപ്പോൾ F1/A1 = F2/A2, F1/R1² = F2/R2², F1/diameter 1² = F2/diameter 2². അങ്ങനെ കൊടുക്കുക. ഇവിടെ
ഒരെണ്ണം കിലോഗ്രാമിലെങ്കിലും അവർക്ക് ചോദിക്കാമായിരുന്നു. ഇത് രണ്ടും എഫ് ന്യൂട്ടണിൽ തന്നെയാണ് ആൻസർ, അല്ലെങ്കിൽ എത്ര കിലോഗ്രാം ആയിരുന്നു എനിക്ക് ചോദിക്കാമായിരുന്നു. അപ്പോൾ സിമ്പിളാണ്, നമുക്ക് ഡയമീറ്ററിൻ്റെ ഇക്വേഷൻ ആണ് F1 = F2 × d1/d2 the whole square ആണ്. d1/d2 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 10 ആണ്. 10 × സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 ആണ്. 100 × 10 എന്ന് പറയുന്നത് 1000 ആണ്. ആൻസർ 1000 എന്ന് ഞാനിപ്പോൾ തന്നെ എഴുതും. നിങ്ങൾ പിന്നീട് നോക്കിക്കോണം കേട്ടോ. 1000 എന്ന് ഇപ്പം തന്നെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ സാർ, നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മാഗ്നറ്റിസം. ഇത് ഗിവൻ ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് B is equal to 6.28 × 10⁻³ ടെസ്ല എന്നായിരിക്കുന്നു വിചാരിക്കുന്നു. R is equal to 1 cm and L is equal to 50 cm. നമ്പർ ഓഫ് ടേൺസ് M എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതൊരു സോളിനോയിഡിന്റെ ക്വസ്റ്റൻ ആണ് സാർ. B is equal to μ0 Ni വെച്ച് ഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഇവിടെ B = μ0 Ni ആണ്. അത് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്നിന്റെ പേര് ഇവർ M ആയിട്ട് കൊടുത്തന്നേ ഉള്ളൂ. അത് ടൈപ്പിംഗ് ആണോ എന്ന് അറിയില്ല, കുട്ടികൾ പറഞ്ഞതാണ്. അപ്പോൾ B/μ0 I ആണ്. ആ B എന്ന് പറയുന്നത് 6.2528 അല്ലേ, × 10⁻³ ആണ്. ഡിവൈഡഡ് ബൈ μ0 എന്ന് പറയുമ്പോൾ 4 × 3.14 4π × 10⁻⁷ ആണ് അല്ലേ. സാർ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ഇവിടെ ഉള്ളത് N ആക്ച്വലി. അപ്പോൾ നമ്മൾ ഇവിടെ M ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് N/L ആയിരിക്കും. N/L ആയിരിക്കും. സ്മോൾ N അല്ല, ഇല്ല L തന്നിട്ടുണ്ട്. N/L ആണ് അത്. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ് പറഞ്ഞത്. നമ്പർ ഓഫ് ടേൺസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ലെങ്തിനെ പുറത്തേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ N/L = ആണ് ചെയ്യുന്നത്. ഒന്ന് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇൻറ്റു I വേണ്ടേ? 5 ഉണ്ട്, ഇതുണ്ട്, ഇത് 2 ആണ്, ഇതുണ്ട്. അപ്പോൾ ഡിനോമിനേറ്റർ 2 വന്നു. അപ്പോൾ 10 വന്നു. അപ്പോൾ എന്ത് വരും? 10⁻³ × 10⁻6. അപ്പോൾ 10⁻³ വന്നു. therefore N = 10⁻³ ഡിവൈഡഡ് ബൈ പറഞ്ഞോളൂ സാർ. ലെങ്ത് 1/2 ആണ്. 1/2 is equal to 2 × 10⁻³ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണിത്. നമ്പർ ഓഫ് ടേൺസ് ആണ് ഇത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. അല്ല, ഇത് സ്മോൾ ലെറ്റർ ആണ്. ഇത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. ലെറ്റർ ഒന്ന് മാറ്റിയാൽ N/L എഴുതിയാൽ മതി. ഓക്കെ. N = NL. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇതൊന്ന് ഡെലിറ്റ് ചെയ്താൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ക്രോസ്ഡ് ഫീൽഡ്സിനകത്തേക്ക് ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ലോറൻസ് ഫോഴ്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ക്വസ്റ്റൻ. F1 and F2 ഡിനേറ്റ് ഫോഴ്സ് ഓൺ എ ചാർജ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ F1 ന്റെ F2 ന്റെ ഇക്വേഷൻ. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണത്. QVB ആയിരിക്കും ഇക്വേഷൻ. Q × V × B. എക്സാക്ട്. F = QE, F = Q × V × B. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് AC-യിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്. LCR സീരീസ് സർക്യൂട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. L എന്ന് പറയുന്നത് 10 മില്ലി ഹെൻറി ആണെന്ന് തന്നിട്ടുണ്ട്. വോൾട്ടേജിന്റെ വാല്യൂ 200 വോൾട്ട് ആണ്. ഒമേഗയുടെ വാല്യൂ 100π radian/second ആണ്. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 31.4 വോൾട്ട്. കറണ്ടിന്റെ സർക്യൂട്ട് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്. ഇത് സീരീസ് കണക്ഷൻ ആണല്ലോ സാറേ. അപ്പോൾ കറണ്ട് സെയിം അല്ലേ? അതെ, കറണ്ട് സെയിം. അപ്പോൾ കറണ്ട് സെയിം ആണെങ്കിൽ I = V/R ആണ്. അതിന് പകരം നമുക്കിവിടെ VL/XL എടുക്കാം. is equal to VL / L ഒമേഗ എടുക്കാം. ഒമേഗ ഉണ്ട്, L ഉണ്ട്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് സാർ. 10 ആംപിയർ ആയിരിക്കും അതിന്റെ ഫൈനൽ വാല്യൂ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അഗൈൻ നമ്മളോട് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിരുന്നതായിരുന്നു, എക്സ്പെരിമെന്റൽ ടെക്നിക്സിൽ നിന്ന് ക്വസ്റ്റൻ ഉണ്ടാവും, അത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. അത് വെർനിയർ വന്നാൽ അക്കാണ്. വെർനിയർ കാലിപ്പർ എന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത്. 20 ഡിവിഷൻസ് ഓൺ വെർനിയർ സ്കെയിൽ ഡിവിഷൻ കോയിൻസൈഡ് വിത്ത് 19 മെയിൻ സ്കെയിൽ ഡിവിഷൻ. അങ്ങനെയാണെങ്കിൽ LC-യുടെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് 1 MSD ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ചെറിയ ട്രിക്ക് ഉണ്ട്. നമ്മൾ ഇത്ര നാൾ LC ആണ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത് 1 MSD ആണ്. MSD ആണ് ചോദിച്ചേക്കുന്നത്. അത് മാത്രമേ അതിൻ്റെ അകത്തൊരു ട്രിക്ക് ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്കറിയാം ഇവിടെ 20 VSD = സോറി സർ 20 VSD = 19 MSD. So 1 VSD = 19/20 MSD. ഇനി ലീസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1 MSD - 1 VSD ഇട്ട് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 മില്ലിമീറ്റർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റൻ ആക്ച്വലി ലോജിക് ഗേറ്റ്സിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് തന്നിട്ടുള്ളത്. 2 OR ഗേറ്റും 1 AND ഗേറ്റും ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ നമുക്ക് ഈ ലോജിക് ഗേറ്റ്സിന് ആക്ച്വലി എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സാർ പറഞ്ഞു. എന്തായാലും നമുക്ക് ഔട്ട്പുട്ട് 0 കിട്ടണം. അപ്പൊ ഇവിടെ 0 വന്നേ പറ്റൂ. ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ അവസാനത്തിൽ നിന്ന് ഇങ്ങോട്ട് വരണം കേട്ടോ മക്കളെ. അതാണ് എൻ്റെ ഏറ്റവും എളുപ്പം. ഇവിടെ 0 വരണം,
ഉറപ്പായിട്ട് ഓർ ഗേറ്റിൽ രണ്ടും 0 ആയാലേ 0 വരുള്ളൂ. അപ്പോൾ ആൻഡ് ഗേറ്റിൽ ഇത് 0 ആണ്. അപ്പോൾ നമുക്ക് എയും ബിയും 0 ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞൂടെ. അതെ, രണ്ട് ഇൻപുട്ടും 0 ആകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഔട്ട്പുട്ട് 0 ആകും. ഔട്ട്പുട്ട് 0 ആണ്. ആക്ച്വലി സി എന്ന് പറയുന്നത് 1 ആകാം 0 ആകാം. അത് ഏത് വേണമെങ്കിൽ വേരിയബിൾ. ഈ സി എന്ന് പറയുന്നത് 0 ആൻഡ് 1 വരാം. ബോത്ത് ആർ പോസിബിൾ. 1 വരാം. അത് മാത്രമേ അവിടെ ട്രിക്ക് ആയിട്ടുള്ളൂ. യെസ്. ഏതാണ്ട് തീരാറൊക്കെ ആയി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ചോദിച്ചിട്ടുള്ളത് ഫ്രീക്വൻസി റിലേറ്റഡ് ആണ്. സോണോമീറ്ററിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ചേഞ്ചസ് ഫ്രം 400 ഹെർട്സ് ടു 500 ഹെർട്സ് കീപ്പിംഗ് സെയിം ടെൻഷൻ. അപ്പോൾ നമുക്കറിയാം ഫിക്സ്ഡ് ടെൻഷൻ മെത്തേഡിലാണ് സോണോമീറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസി ന്യൂ എന്ന് പറയുന്നത് V/2L ആണ് അല്ലേ സർ? ഓക്കെ, സെയിം സോണോമീറ്റർ. അപ്പം മ്യൂ സെയിം, ടെൻഷൻ സെയിം, ആകെപ്പാടെ ഫ്രീക്വൻസി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/L. അതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് L2 - L1 / L1 ആണ്. ഞാൻ ഈ 100 അകത്തേക്ക് കയറ്റിയതാണിത്. അപ്പൊ സീറോസ് അവിടെ വെച്ച് തന്നെ ക്യാൻസൽ ആയി പോയി. അപ്പൊ 1/5 - 1/4 400 ന്യൂമറേറ്ററിൽ പോയി. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഫ്രാക്ഷണൽ ചേഞ്ച് ആണ്. -20 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പൊ ഡിക്രീസ് എന്നുള്ള രീതി നമ്മൾ അത് അങ്ങോട്ട് പറഞ്ഞു തീർക്കും. ഓക്കെ, അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ആക്ച്വലി നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ചോദിക്കും, അല്ലെങ്കിൽ അതിൽ വളരെ ടഫ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒരുപാടുണ്ട്, എനർജി ഡെൻസിറ്റി, അങ്ങനെ അതൊന്നും ചോദിക്കാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചത്. ഇന്നലെ അതിന്റെ മറ്റേ അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞു. മാച്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. ഗാമയുടെ ആണ് ഏറ്റവും ചെറുത്. അപ്പൊ ഏതായിരിക്കും ഗാമ? ഏറ്റവും ചെറുതായിരിക്കും സർ. ഇതിൽ അതെ 0.001 നാനോമീറ്റർ. എക്സ്റേ അതിന് പറ്റും, അതിന്റെ തൊട്ട് താഴെയുള്ളതായിരിക്കും. ഇങ്ങനെ കൊടുക്കാം, കളർ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് അടുത്തത് അൾട്രാ വയലറ്റ് ആണ്. അതിനെ കഴിഞ്ഞ് ഇച്ചിരി കൂടി വലുതെന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അതെ, 400 to 1. ബാക്കി ഇൻഫ്രാറെഡ് ആയിരിക്കും, കാരണം അതിന് വേവ് ലെങ്ത് കൂടുതലായിരിക്കും. നമുക്കറിയാം, ഒന്നുമില്ലെങ്കിലും റെഡിന്റെ ഏരിയയിലല്ലേ വന്നത്. ഇൻഫ്രാറെഡ് എന്ന് പറയുമ്പോൾ 700 നാനോമീറ്ററിന്റെ റേഞ്ച് ആണ്. അടുത്തത് വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ്. ഇത് സോളിഡ്സ് എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. വളരെ സിമ്പിൾ. ബിക്കോസ് നമുക്ക് ചില വേർഡിങ്സ് നമ്മൾ ഓർത്ത് വെച്ചാൽ തന്നെ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. നമ്മൾ ക്ലാസ് നടത്തുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഷിയർ മോഡുലസ് എന്ന് പറയുന്നതിന്റെ വേറെ പേരാണ് റിജിഡിറ്റി, റൈറ്റ്? അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിലെ ടോപ്പിക്സിനെ ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, യങ്സ് മോഡുലസ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് റെസിസ്റ്റൻസ് ഓഫ് മെറ്റീരിയൽ ഓഫ് ഇലാസ്റ്റിക് റിക്കവറബിൾ ഡിഫോർമേഷൻ. ബിക്കോസ് നമ്മൾ ഹുക്സ് ലോയിൽ പഠിച്ചിട്ടുണ്ട്. ആ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ യങ്സ് മോഡുലസ് ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ ആ ഷിഫ്റ്റിലെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് നമ്മുടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ് ഡ്യുവൽ നേച്ചറിലുള്ള ക്വസ്റ്റൻ ആണത്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ ഡിപെൻഡൻസിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഏതിന്റെ മുകളിൽ ഡിപെൻഡ് ചെയ്യും, വരുന്ന എനർജി എന്ന് പറയുന്നത് വർക്ക് ചെയ്യാനും കൈനറ്റിക് എനർജിയും. ഈ കൈനറ്റിക് എനർജിയാണ് ഈ V0 എന്ന് പറയുന്നത്. ഇത് ആണ് മെറ്റീരിയലിനെ ഡിപെൻഡ് ചെയ്യുന്നത്. ഇത് നമുക്കറിയാം ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഡിപ്പെൻഡ് ചെയ്യാത്ത ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? ഇന്റൻസിറ്റി മാത്രമേ ഉള്ളൂ. അതിന് അതുപോലെ തന്നെ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു V0 ആണ്. അപ്പൊ V0 എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ബൈ E ആണ്. അത് നിങ്ങൾക്കറിയാം, ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ ഷിഫ്റ്റിൽ അതാ ഞാൻ പറഞ്ഞ ഷിഫ്റ്റുകളെല്ലാം കൃത്യമായിട്ട് നോക്കി പോക്കണം. കഴിഞ്ഞ ഷിഫ്റ്റിൽ നമ്മൾ കൃത്യമായിട്ട് കണ്ടത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആയിട്ട് റിലേറ്റഡ് അസർഷൻ ഗ്രാഫ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേയിൽ ഗ്രാഫ് ആയിരുന്നു. ഇന്നലത്തെ അസർഷൻ ഉണ്ടായിരുന്നു. ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. മോഡേൺ ഫിസിക്സ് 4-5 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. എന്തായാലും ഈ ടോപ്പിക്സ് ഒന്ന് കവർ ചെയ്തിട്ട് പോവുക. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്റൻസിറ്റി എന്തിനാ ഡിപ്പെൻഡ് ചെയ്യണമെന്നൊന്ന് ഓർത്തെ മക്കള്. ഇന്റൻസിറ്റി എന്തിനാ ഡിപ്പെൻഡ് ചെയ്യണേ? ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിനെ ഇന്നലെ ചോദിച്ചു. ഇന്നലെ രണ്ടാമത്തെ ഷിഫ്റ്റിൽ അത് ചോദിച്ചു. അല്ല, ഇന്നലത്തെ ആദ്യത്തെ ഷിഫ്റ്റിൽ അത് ചോദിച്ചു ഇന്റൻസിറ്റി. അപ്പൊ ഇമേജ് സാർ വെയിറ്റ് ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ക്വസ്റ്റ്യൻ കൊണ്ടുവരുന്നു. ഓക്കെ, ബൈ ബൈ മക്കളെ. അപ്പൊ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും പൊളിക്കുക. ഓക്കെ, ബൈ. ഓക്കെ സാർ, താങ്ക് യു. അപ്പം മക്കളെ, നമ്മൾ ഇന്ന് മോർണിംഗ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും എക്സാമൊക്കെ നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. ആസ് യൂഷ്വൽ അല്ലേ, വലിയ ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്ക് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. എ പാർട്ടിക്കിൾ ഓഫ് മാസ് M is situated on Earth's surface. Kinetic energy required to move a body of mass M from the surface of Earth to infinity. Okay, actually that mass is small m. Okay, അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ നമ്മളൊരു സ്മോൾ എം മാസുള്ളൊരു ബോഡി വെക്കുന്നുണ്ട് അല്ലേ. ഈ ബോഡീനെ ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ എത്ര കൈനറ്റിക് എനർജി പ്രൊവൈഡ് ചെയ്യണം ബോഡിക്ക് അല്ലേ. അതിൽ ശരിക്കും നമ്മൾ പഠിച്ചൊരു കോൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എനർജി കൊടുക്കുക അല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എനർജി എന്ന് പറയുന്നത് അല്ലേ
എന്തായിരിക്കണം, ഇവനെ സർഫസ് നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകാനുള്ള വർക്കാണ്. അപ്പോൾ നിങ്ങൾ നോക്കടാ, നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നൊരു ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പഠിച്ചത്? ഇൻഫിനിറ്റിന്ന് ഒരു ബോഡീനെ, സോ എർത്തിൻ്റെ മാസ് സപ്പോസ് ക്യാപിറ്റൽ ആം, ഇൻഫിനിറ്റിന്ന് ഒരു ബോഡീനെ എർത്ത് സർഫസിലേക്ക് കൊണ്ടുവരാൻ അല്ലേ, സ്മോളം മാസുള്ള ഒരു ബോഡീനെ എർത്ത് സർഫസിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ? ആ പൊട്ടൻഷ്യൽ എനർജി നിങ്ങൾക്കറിയാം -GMM/R ആണ് പൊട്ടൻഷ്യൽ എനർജി വരുന്നത്. ശരിയല്ലേ? അതെന്തിനുള്ള വർക്കാണ്? ഇൻഫിനിറ്റിന്ന് സർഫസിലേക്ക് കൊണ്ടുവരാനുള്ള വർക്കാണ് അല്ലേ? നമുക്കെന്താ ചെയ്യേണ്ടത്? സർഫസ് ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകേണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇൻഫിനിറ്റിന്ന് സർഫസിലേക്കുള്ള വർക്ക് -GMM/R ആണെങ്കിൽ സർഫസിന് ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകാനുള്ള വർക്ക് എത്രയായിരിക്കണം? GMM/R ആയിരിക്കണ്ടേ അല്ലേ? ദാറ്റ് മീൻസ് ഇത്രയും എനർജി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം അല്ലേ? അപ്പം നിങ്ങൾ ഇനീഷ്യലി നിങ്ങൾ ഈ ബോഡീനെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യാം അല്ലേ, ത്രോ ചെയ്യാം അല്ല. അപ്പം നിങ്ങൾ എനർജി കൊടുക്കല്ലടാ അല്ലേ? നിങ്ങൾ എനർജി ഏത് ഫോമിലാണ് കൊടുക്കുന്നത്? എനർജി നമ്മൾ കൊടുക്കുന്ന കൈനറ്റിക് എനർജി ആയിട്ടാണ് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലേ? അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കൈനറ്റിക് എനർജി അല്ലേ, യെസ്, ഇവൻ ഇൻഫിനിറ്റിയിലേക്ക് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ യെസ് ആ കൈനറ്റിക് എനർജി എത്രയായിരിക്കണം? നമ്മൾ കൊടുക്കേണ്ട എനർജി GMM/R ആയിരിക്കണം. ശരിയല്ലേ? അതിൽ നമുക്ക് സ്മോൾ ജി നമ്മൾ GM/R² എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ GM എന്ന് പറയുന്നത് എന്തായിരിക്കും? GR² ആയിരിക്കും. ശരിയല്ലേ? അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ GR² × M/R, സോ വിച്ച് ഈസ് ഈക്വൽ ടു MGR എന്ന് നമുക്ക് കിട്ടും. ശരിയല്ലേ? അപ്പോൾ എസ്കേപ്പ് ചെയ്യാൻ ഇൻഫിനിറ്റിയിലേക്ക് പോകാനുള്ള കൈനറ്റിക് എനർജി MGR. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ M × V² അല്ലേ? ഇവൻ എസ്കേപ്പ് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട വെലോസിറ്റി എന്ന് പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റി അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഈ V എന്ന് പറയുന്ന എസ്കേപ്പ് വെലോസിറ്റി കൊടുത്താൽ മതി, √2GR അല്ലേ? അപ്പോൾ നമുക്ക് ½ M × √2GR² 2GR, ഈ 2 കട്ട് ചെയ്തു, യെസ് MGR എന്നാണ് നമുക്ക് ആൻസർ വരിക അല്ലേ? GMM/R അല്ലെങ്കിൽ MGR എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. അവിടെ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? അതിനാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. എ ബുള്ളറ്റ് ഓഫ് മാസ് 50 gram is fired with a speed 100 m/s on a plywood and emerges with 40 m/s. The percentage loss of its kinetic energy. വളരെ ക്ലിയർ ആണ് അല്ലേ? വെലോസിറ്റി 100 48 ഡിക്രീസ് ചെയ്തു, സോ കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്തു അല്ലേ? എന്താണ് ചോദിച്ചിരിക്കുന്നത്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലടാ. പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് ചേഞ്ച് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വാല്യൂവിനെയാണ് നമ്മൾ ഇൻറ്റു 100 ചെയ്ത പെർസെൻറ്റേജിലായി. ശരിയല്ലേ? ആ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി അല്ലേ? സോ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ½ M × U². ഈ ഹാഫും കട്ട് ചെയ്തു. അപ്പോൾ നമ്മളെ ഫ്രാക്ഷണൽ ചേഞ്ച് നമുക്ക് വരുന്നത് V² - U²/U² എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഫൈനൽ എത്രയാണ്? 40² - 100² ഡിവൈഡ് ബൈ 100². ശരിയല്ലേ? ആ ന്യൂമറേറ്റർ നിങ്ങൾക്ക് A² - B² ഫോമിലാണ് അല്ലേ? ഇത് ചെയ്തപ്പോൾ നമുക്കൊരു നെഗറ്റീവ് സൈൻ വരും, അത് കാണിക്കുന്നത് ഡിക്രീസ് എന്നാണ്. ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ ഇത് A² - B² എന്ന് പറയുന്നത് A + B 40 + 100 × A - B എന്നാണ് വരിക അല്ലേ? യെസ്, A - B എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ് 60 വരും അല്ലേ? ആ മൈനസ് ഞാൻ ഡിക്രീസ് ആയിട്ട് പെർസെൻറ്റേജ് ഡിക്രീസ് ആയിട്ട് ഞാൻ എടുക്കുകയാണ് അല്ലേ? ഡിവൈഡഡ് ബൈ 100 × 100² അല്ല, ഇത് ഫ്രാക്ഷണൽ ചേഞ്ച് അല്ലേ? ഇത് പെർസെൻറ്റേജിലേക്ക് ആക്കാൻ × 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത്രയും പെർസെൻറ്റേജ്, ഈ 100 കട്ട് ചെയ്ത് പോയി, 0 കട്ട് ചെയ്ത് പോയി, 14 × 6 എത്ര വരും? 84% എന്ന് ആൻസർ വരും. ഓക്കെ, സോ നമ്മൾ ആൻസർ വരുന്നത് എത്രയാണ്? 84% ആണ്. യെസ്, അപ്പോൾ നിങ്ങൾ നോക്കണം, ഇത് തന്നെയാണോ നിങ്ങൾക്ക് ചോദിച്ച ക്വസ്റ്റ്യനും നിങ്ങൾ നോക്കണം അല്ലേ? മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. മക്കൾ തന്ന ഡാറ്റ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എനിവേ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. എ സാമ്പിൾ കണ്ടെയ്ൻ മിക്സ്ചർ ഓഫ് ഹീലിയം ആൻഡ് ഓക്സിജൻ ഗ്യാസ്. ദ റേഷ്യോ ഓഫ് √mean² സ്പീഡ് ഓഫ് ഹീലിയം ആൻഡ് ഓക്സിജൻ സാമ്പിൾ അല്ലേ? അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓക്സിജൻ്റെയും ഹീലിയത്തിൻ്റെയും എന്താണ് ചോദിച്ചിരിക്കുന്നത്? RMS സ്പീഡിൻ്റെ റേഷ്യോ ആണ് അല്ലേ? നിങ്ങൾക്കറിയാം RMS സ്പീഡ് എന്ന് പറയുന്നത് 3RT ഡിവൈഡഡ് ബൈ MLA. അതിൽ ആ 3RT കോൺസ്റ്റൻ്റ് ആണ്, സെയിം സിസ്റ്റമാണ്, ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും VRMS ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു √ml മോളിക്കുലാർ മാസ് അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, ഹീലിയത്തിൻ്റെ RMS വെലോസിറ്റി ഡിവൈഡ് ബൈ ഓക്സിജൻ്റെ RMS വെലോസിറ്റി എന്ന് പറയുന്നത്
മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ ഡിവൈഡ് ബൈ ഹീലിയം വന്നു അല്ലേ. ഓക്സിജൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 32 ആണ്. ഹീലിയത്തിൻ്റെ 4 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു √8 വിച്ച് ഈസ് 2√2 എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. എ ട്രെയിൻ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ഫസ്റ്റ് ആക്സിലറേറ്റ്സ് യൂണിഫോംലി up to speed 80 km/h for time t. Then it moves with a constant speed for 3t. The average speed of the train for this duration of journey will be. അപ്പോൾ നമുക്ക് ഒരു ട്രെയിൻ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ്. സോ ദ ട്രെയിൻ സ്റ്റാർട്ട് ഫ്രം പോയിന്റ് എ അല്ലേ. സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ആയതുകൊണ്ട് u = 0 ആണ് അല്ലേ. ഇത് ട്രാവൽസ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ അല്ലേ. അപ്പോൾ ടി സെക്കൻഡിൽ ഇവൻ്റെ വെലോസിറ്റി 80 km/h ആയി. So suppose it reaches B അല്ലേ. then again ഈ സെയിം കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ it travels for 3t second and reaches point C. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ആവറേജ് സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഡ്യൂറിങ് ദിസ് ഡ്യൂറേഷൻ ആണ്. ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? ആവറേജ് സ്പീഡ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ് അല്ലേ. ആ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എ ബി പ്ലസ് ഡിസ്റ്റൻസ് ബി സി അല്ലേ. ആ ഡിസ്റ്റൻസ് എ ബി ഇവിടെ ശ്രദ്ധിക്കണം, എ എന്ന് ബിയിലേക്ക് അത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് സപ്പോസ് ഇത് S1 ആണ്, ഇത് S2 ആണെങ്കിൽ അല്ലേ. ഈ S1 കാണാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? യു വി തന്നാൽ S1 കാണാനുള്ള ഇക്വേഷൻ u+v/2 × t അല്ലടാ അല്ലേ. u+v/2 നമ്മൾ ST റിലേഷനിൽ യു വി തന്നാൽ u+v/2. ആ u 0 ആണ്. v എന്ന് പറയുന്നത് എത്രയാണ്? 80 ആണ്. അപ്പോൾ 0 + 80 80/2 40 × t എന്ന് വരും. അപ്പോൾ S1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 40t എന്ന് വരും. പ്ലസ് S2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നോക്ക്. ബി എന്ന് സിയിലേക്ക് അത് ട്രാവൽ ചെയ്യുന്നത് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ്, കോൺസ്റ്റന്റ് സ്പീഡാണ് അല്ലേ. ആ കോൺസ്റ്റന്റ് സ്പീഡ് 80 km/h അല്ലേ. അപ്പോൾ സ്പീഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്പീഡ് 80 km/h ആണ്. ടൈം 3t ആണ്. സോ 80 × 3t ആണ് ആ ഡിസ്റ്റൻസ് വരിക. ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എത്രയാണ്? t + 3t 40 വരും അല്ലേ. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇത് എത്ര വന്നു? നമ്മൾ 40t 240t അല്ലേ. 280t ഡിവൈഡ് ബൈ 40 എന്ന് വന്നു. ടി കട്ട് ചെയ്ത് പോയി. സോ ആൻസർ എത്രയാണ് വരുന്നത്? 70 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, അതിനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മളെ എക്സ്പെരിമെൻ്റ് ടെക്നിക്സ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അല്ലേ. അതിൽ നമുക്ക് ലാസ്റ്റ് ഡേ നമുക്ക് വന്ന ക്വസ്റ്റ്യൻ വെർനിയർ കാലിപ്പേഴ്സ് ആണെങ്കിൽ ഇന്നത്തെ മോർണിംഗ് ഷിഫ്റ്റ് ചോദിച്ചിരിക്കുന്നത് സ്ക്രൂ ഗേജ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ വെർനിയർ കാലിപ്പേഴ്സ് സ്ക്രൂ ഗേജ് ആ ഏരിയ ഒന്ന് ശരിക്കും നോക്കിയേക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. വൈൽ മെഷറിംഗ് ഡയമീറ്റർ ഓഫ് എ വയർ യൂസിങ് എ സ്ക്രൂ ഗേജ് ദ ഫോളോയിങ് റീഡിങ്സ് വർ നോട്ടഡ്. മെയിൻ സ്കെയിൽ റീഡിംഗ് ഈസ് 1 millimeter and circular scale reading is equal to 42 division. Pitch of the screw gauge is 1 millimeter and it has 100 division on circular scale. The diameter of the wire is x/50 millimeter. The value of x is. Okay, നമുക്കറിയാം ഡയമീറ്റർ കാണാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? പിച്ച് സ്കെയിൽ റീഡിംഗ് പ്ലസ് സർക്കുലർ സ്കെയിൽ റീഡിംഗ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് അല്ലേ. ആ ലീസ്റ്റ് കൗണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആണ്. ഇവിടെ പിച്ച് എത്രയാണ്? പിച്ച് 1 millimeter ആണ്. ആൻഡ് ഇറ്റ് ഹാസ് 100 ഡിവിഷൻസ് ഓൺ സർക്കുലർ സ്കെയിൽ. സോ നമ്മൾ ലീസ്റ്റ് കൗണ്ട് 0.01 millimeter എന്ന് വരും അല്ലേ. അവിടെ നോക്കിയടാ. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു നമ്മൾ പിച്ച് സ്കെയിൽ റീഡിംഗ് 1 millimeter ആണ്. പ്ലസ് CSR എത്രയാണ്? CSR 42 ആണ്. ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് 0.01. സോ ദാറ്റ്സ് ഈക്വൽ ടു 1.42 millimeter എന്ന് വരും അല്ലേ. ഇതാണ് നമ്മളെ ഡയമീറ്റർ അല്ലേ. പക്ഷെ അവർ തന്നിരിക്കുന്നത് ആ ഡയമീറ്റർ 5/20 തന്നിട്ടുണ്ട് അല്ലേ. സോറി, x/20 തന്നിട്ടുണ്ട്. സോ x/20 അല്ല, സോറി x/50 ആണ്. അപ്പോൾ x/50 ഈസ് ഈക്വൽ ടു 1.42 millimeter ആണ്. ഓക്കെ, so that's equal to x is equal to what? 1.42 into 50. So which is 14.2 into 5, which is equal to what? 71 millimeter. Sorry, 71 ആണ്. ആ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 71 എന്നാണ് കിട്ടുന്നത്. സർ ഇക്വേഷൻസ് പഠിച്ചു പോയാൽ പറ്റൂലേ? യെസ്, ഇക്വേഷൻസ് പഠിക്കുക. ഓക്കെ, നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ക്ലാസ്സിൽ നമ്മൾ DPP ചെയ്ത ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് പഠിച്ച ക്വസ്റ്റ്യൻസും ശരിക്കും പഠിച്ചു പോവുക. അപ്പോൾ ഷുവറാണ്. അപ്പോൾ നിങ്ങൾക്ക് എറർ കാൽക്കുലസ് എന്നൊരു ക്വസ്റ്റ്യൻ വരും, നമ്മളെ എക്സ്പെരിമെൻ്റ് ടെക്നിക്സ് എന്ന് ക്വസ്റ്റ്യൻ വരും. ശരിക്കും നോക്കിയേക്കണം എടോ. ഇതെന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഫോർ എ ഗിവൺ സിംഗിൾ ഇലക്ട്രോൺ ആറ്റം ദ റേഷ്യോ ഓഫ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഇൻ ബാമർ ആൻഡ് ലൈമൻ സീരീസ് ഈസ്
അല്ലേ? ബാമ സീരീസിലെയും ലൈമൻ സീരീസിലെയും ഷോർട്ടസ്റ്റ് സ്മോളസ്റ്റ് വേവ് ലെങ്ത്തിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നിങ്ങൾക്കറിയാം റീഡ്ബാക്ക് ഫോർമുലേൻ്റെ അപ്ലിക്കേഷൻ ആണ്. സോ 1/λ = r × 1/nf² - 1/ni² ആണ് അല്ലേ? ഇവിടെ എപ്പോഴാണ് വേവ് ലെങ്ത്ത് മിനിമം ആവുന്നത്? വേവ് ലെങ്ത്ത് മിനിമം ആവുന്നത് അല്ലേ ni = ആവുന്ന സമയത്താണ് അല്ലേ? അപ്പം ni = ആണെങ്കിൽ ഈ ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. അവിടെ നമുക്ക് 1/λ minimum = r/nf² എന്നും, സോ ലാംഡ മിനിമം എന്ന് പറയുന്നത് nf² r. സോ വളരെ ക്ലിയർ ആണ് അല്ലേ? ആ ലാംഡ മിനിമം ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ nf² ആണ് അല്ലേ? അപ്പം ലാംഡ മിനിമം പ്രൊപ്പോർഷൻ ടു nf² അല്ലേ? അപ്പം ലാംഡ മിനിമം ഫോർ ബാമ സീരീസ് അല്ലേ? ലാംഡ മിനിമം ഫോർ ബാമ സീരീസ് ഡിവൈഡഡ് ബൈ ലാംഡ മിനിമം ഫോർ ലൈമൺ സീരീസ് ഈക്വൽ ടു അല്ലേ nf4 ബാമർ സീരീസ് ഡിവൈഡ് ബൈ nf4 ലൈമൺ സീരീസ് സ്ക്വയർ അല്ലേ? അപ്പോൾ നോക്ക്, ബാമ സീരീസിന് nf എത്രയാണ്? 2 ആണ്. ഡിവൈഡ് ബൈ ലൈമൺ സീരീസിന് 1 ആണ്. അതിൻ്റെ സ്ക്വയർ വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു 4:1 എന്നാണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ, ദെൻ ഒരു വീസ്റ്റോൺസ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ദ വാല്യൂ ഓഫ് അൺനോൺ റെസിസ്റ്റൻസ് എക്സ്. അപ്പം നിങ്ങളിതാ ഈ ഒരു ആമിൽ ഒരു അൺനോൺ റെസിസ്റ്റൻസ് ഉണ്ട്. ആ അൺനോൺ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് കാണാൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ? അതിന് ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താ? പോയിന്റ് ബി ആൻഡ് ഡി ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് ഡി 0. അപ്പോൾ ദാ ഈ രണ്ട് പോയിന്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 എന്ന് പറഞ്ഞാൽ അല്ലേ, അതെന്താണ് മക്കളെ? നമ്മളെ വീസ്റ്റോൺസ് ബ്രിഡ്ജിൻ്റെ ബയസിങ് കണ്ടീഷനാണ്, ബാലൻസിങ് കണ്ടീഷനാണ് അല്ലേ? അപ്പോൾ ഇത് എന്താണ്? ഒരു ബാലൻസ്ഡ് വീസ്റ്റോൺസ് ബ്രിഡ്ജ് ആണെന്നാണ് അവർ പറയുന്നത്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്, ഈ രണ്ട് റെസിസ്റ്റേഴ്സ് 12 എന്ത് കണക്ഷനാ? സീരീസ് അല്ലടാ, ഇത് 24 വരൂലേ അല്ലേ? ഈ രണ്ട് റെസിസ്റ്റേഴ്സ് ചേർന്ന് 24 ഒന്നും, ഈ 24ഉം ഈ 24ഉം പാരലല്ലേ? അപ്പം നിങ്ങൾ കാണുന്നത് എ ബി എന്ന് പറയുന്ന ആമിൻ്റെ ആ റെസിസ്റ്റൻസ് അല്ലേ, എ ബിയുടെ റെസിസ്റ്റൻസ് വരുന്നത് എത്രയാണെന്ന് നോക്കി നിങ്ങൾ. എ ബിയുടെ റെസിസ്റ്റൻസ് ഇവിടെ വരിക 12 എന്നല്ലേ എ ബിൻ്റെ റെസിസ്റ്റൻസ് വരിക, ശരിയല്ലേ? സിമിലർലി നിങ്ങൾ ആ ബി സി എന്ന് പറയുന്ന ആമിൽ നോക്കിയാൽ 1ഉം പാരലലാണ്. ഈ റെസിസ്റ്റൻസ് എത്രയാണ് വരിക? 0.5 എന്നല്ലേ വരിക, 1/2. ദെൻ നോക്ക്, ഈ എ ഡി എന്ന് പറയുന്ന ആമിൽ നിങ്ങൾ നോക്കിയാൽ ഈ 12ഉം ഈ രണ്ട് 12 പാരലലാണ് അല്ലേ? എഫക്റ്റീവ് 6 വരും അല്ലേ? അപ്പോൾ 6ഉം എക്സും എന്താണ്? സീരീസിലാണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് നമുക്ക് 6 + x എന്നല്ലടാ മക്കളെ വരിക അല്ലേ? 6 + x എന്നാണ് നമുക്കത് കിട്ടുന്നത് അല്ലേ? സോ ഇത് 6 + x ആണ്, ശരിയല്ലേ? ഇനി ഇവിടെ സി ഡി നമ്മൾ നോക്കിയാൽ ആ റെസിസ്റ്റൻസ് എത്രയാണ്? 0.5 അല്ലേ? വളരെ ക്ലിയർ അല്ലേ? ഇത് നമ്മളെ പി അല്ലേ, ഈ എ ബിൻ്റെ റെസിസ്റ്റൻസ് പി, ഇത് പി ക്യു ആർ എസ് എടുത്താൽ നിങ്ങൾ നോക്ക്, 12 ഡിവൈഡ് ബൈ 0.5 = എന്തായിരിക്കണം? 6 + x ഡിവൈഡ് ബൈ 0.5 ആയിരിക്കണം, ഓർ 12 = 6 + x ആയിരിക്കണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? x = 6 ഓം ആയിരിക്കും. ഓക്കെ, ദെൻ അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്ക്. 4 particles A, B, C and D have masses m/2 m, 2m and 4m. If they have equal momentum, the particle that has highest kinetic energy in a question അല്ലേ? അപ്പം മൊമെൻറ്റം സെയിം ആണ്. ആർക്കാണ് ഹയസ്റ്റ് കൈനറ്റിക് എനർജി ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷനിലേ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലേ? ഏതായിരുന്നടാ മക്കളെ ആ റിലേഷൻ? കൈനറ്റിക് എനർജി ഈക്വൽ ടു എന്താണ്? p² ഡിവൈഡ് ബൈ 2m ആണ് അല്ലേ? അവിടെ ആ പി സെയിം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് അല്ലേ? ആ 2 കോൺസ്റ്റൻ്റ് അല്ലേ? അപ്പോൾ പിന്നെ കൈനറ്റിക് എനർജി ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ടു മാസ് എന്നല്ലടാ വരുന്നത് അല്ലേ? അപ്പോൾ കൈനറ്റിക് എനർജി ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ടു മാസ് ആണെങ്കിൽ മാസ് മിനിമം ഉള്ള ആൾക്ക് കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. ഇവിടെ മാസ് മിനിമം വരുന്ന ആർക്കാണ്? എക്കാണ്, m/2 ആണ്. സോ എൻ്റെ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. സോ മാക്സിമം കൈനറ്റിക് എനർജി വരുന്ന ആർക്കാണ്? നമ്മളെ പാർട്ടിക്കിൾ എക്കാണ് മാക്സിമം കൈനറ്റിക് എനർജി വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത നോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. സ്പീഡ് ഓഫ് വേവ് ഇൻ എ മീഡിയം ഈസ് 1.5 × 10⁸ m/s. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം എപ്സിലോൺ ആർ ഈസ് നോട്ട് മ്യൂ ആർ, എപ്സിലോൺ ആർ ഈസ് 2. ദെൻ ഫൈൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ഇവിടെ നമ്മളോട് പറയുന്നത്? സ്പീഡ് ഇൻ എ മീഡിയം തന്നിട്ടുണ്ട്
അല്ലേ? അപ്പം നിങ്ങൾ പഠിച്ച ഇക്വേഷനാണ് ഇൻ എ മീഡിയം സ്പീഡ് ഈക്വൽ ടു അല്ലേ, സ്പീഡ് വി ഈക്വൽ ടു നമ്മൾ സി ഡിവൈഡഡ് ബൈ റൂട്ട് മ്യൂ ആർ എപ്സിലോൺ ആർ എന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഫ്രം ദിസ് ഇക്വേഷൻ റൂട്ട് മ്യൂ ആർ എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു സി ബൈ വി. So that's equal to 3 into 10 raised to 8 divided by 1.5 into 10 raised to 8 വരും. ഈ 10 raised to 8 കട്ട് ചെയ്തും സോ നമുക്ക് 2 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ എന്താ കിട്ടിയിരിക്കുന്നത്? റൂട്ട് മ്യൂ ആർ എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു 2. അതിൽ ആ എപ്സിലോൺ ആർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 2 എന്ന് അല്ലേ. അപ്പോൾ നിങ്ങളിതാ റൂട്ട് ഓഫ് ആ എപ്സിലോൺ ആർ 2 ആണ് ഇൻറ്റു മ്യൂ ആർ ഇസ് ഈക്വൽ ടു 2 എന്ന് വന്നു അല്ലേ. സോ ആ മ്യൂ ആർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം? 2 ആയിരിക്കണ്ടടാ. ഇത് സ്ക്വയർ ചെയ്താൽ 2 മ്യൂ ആർ ഈക്വൽ ടു 4 എന്ന് കിട്ടി. സോ മ്യൂ ആർ ഇസ് ഈക്വൽ ടു 2 എന്നാണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മളെ ഓസിലേഷൻ എന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, നമ്മൾ പഠിച്ച ഒരു കോൺസെപ്റ്റ് അത് തന്നെ അതിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ടിക്കിൾ ഈസ് പെർഫോമിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് എ സിക്കൽ 0.6 മീറ്റർ ആൻഡ് ടൈം പീരീഡ് ടി സിക്കൽ പൈ. ഫൈൻ മാക്സിമം വെലോസിറ്റി. മാക്സിമം വെലോസിറ്റി കാണാനാണ് ക്വസ്റ്റ്യൻ അല്ലേ. എന്തായിരുന്നു ആ വി മാക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത്? വി മാക്സ് ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു എ അല്ലേ. ആ ഒമേഗ എന്ന് പറയുന്നത് 2π/t, കാരണം ടൈം പീരീഡ് തന്നിട്ടുണ്ട്, ഇൻറ്റു എ. സോ ദാറ്റ്സ് ഈക്വൽ ടു 2π ഡിവൈഡ് ബൈ ടൈം പീരീഡ് പൈ ആണ്, ഇൻറ്റു എ എന്ന് പറയുന്നത് 0.6. ഈ പൈ കട്ട് ചെയ്ത് പോയി 2 ഇൻറ്റു 0.6 ദാറ്റ്സ് ഈക്വൽ ടു 1.2 എന്നാണ് നമുക്ക് മാക്സിമം വെലോസിറ്റി വി മാക്സ് വരുന്നത്, 1.2 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്ക്. എഗെയിൻ ഇപ്പം നമ്മളെ പ്രിസത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിസത്തിൽ നിന്ന് ഈ എക്സാമിനേഷനും ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ ലെൻസ് നോക്കി പോകണം. ലെൻസസ് ഇൻ കോണ്ടാക്ട് വന്നിട്ടുണ്ട് അല്ലേ. പ്രിസത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പം ഇനി റിഫ്രാക്ഷൻ ഫോർമുല അത് ചോദിച്ചില്ല, ചോദിക്കാം. പിന്നെ നമ്മളെ ലെൻസ് മേക്കേഴ്സ് തിൻ ലെൻസ് ഫോർമുല യൂസ് ചെയ്യുന്ന പ്രോബ്ലംസ്, മാഗ്നിഫിക്കേഷൻ യൂസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒന്ന് നോക്കിയേക്കണം. ഓക്കെ, എനിവേ the ratio of angle of prism and angle of minimum deviation for a prism is 1. Refractive index of the prism is √3. Then find angle of prism. അപ്പോൾ എന്താ പറയുന്നത്? ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ്റെയും ആംഗിൾ ഓഫ് പ്രിസത്തിൻ്റെ റേഷ്യോ 1 ആണെന്ന് അല്ലേ. അപ്പോൾ A/D = 1 ആണ് അല്ലേ. അപ്പോൾ A/D = 1 ആണെങ്കിൽ A = D ആണ്, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്ക്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3 ആണെങ്കിൽ ആംഗിൾ ഓഫ് പ്രിസം എത്രയെന്നല്ലേ. അപ്പോൾ നിങ്ങൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, n = sin A+D/2 ഡിവൈഡ് ബൈ sin A/2 ആണ് അല്ലേ. അതിൽ ആ D എന്ന് പറയുന്നത് ഈക്വൽ ടു A എന്ന് കൊടുത്താൽ, സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷനിൽ നമ്മൾ ആ Dൻ്റെ സ്ഥാനത്ത് A എന്ന് കൊടുത്താൽ sin A+A ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ sin A/2 എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു n = ആ n നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ്? n √3 തന്നിട്ടുണ്ട്, ഈക്വൽ ടു sin A ഡിവൈഡഡ് ബൈ sin A/2 അല്ലേ. നിങ്ങൾ പഠിച്ചതാണ് സൈൻ തീറ്റ എന്ന് പറയുന്നത് 2 sin θ/2 cos θ/2 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ sin A എന്ന് പറയുന്നത് 2 sin A/2 cos A/2 ആണ്, ഡിവൈഡഡ് ബൈ sin A/2. ഈ sin A/2 കട്ട് ചെയ്തു പോകും. അപ്പോൾ √3 = 2 cos A/2 എന്ന് വരും അല്ലേ. അവിടുന്ന് cos A/2 = √3/2 എന്ന് വരണം മക്കളെ അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്, ആ A/2ൻ്റെ വാല്യൂ എത്ര ആയിരിക്കണം? A/2 30 ആയിരിക്കണ്ടേ. സോ A/2 = 30 ആണ്. അവിടുന്ന് A = നമുക്ക് എന്ത് വരും? 60 എന്നാണ് ആൻസർ വരുന്നത്. സോ A = 60. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മളെ LCR, നമ്മളെ AC എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ NCR റെസൊണൻസ് കറണ്ട് വിൽ ബി മാക്സിമം. ശരിയാണ് അല്ലേ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ LCR സർക്യൂട്ടിൽ റെസൊണൻസിൽ കറണ്ട് മാക്സിമം ആണ്, അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. കറണ്ട് ഇൻ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ഈസ് ഗ്രേറ്റർ ദാൻ സീരീസ് LCR സർക്യൂട്ട്. പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് V/R ആണ് വരിക, പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ അല്ലേ. ഇനി അത് LCR സർക്യൂട്ട് നമുക്ക് റെസൊണൻസ് എന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ I = V/Z ആണ് അല്ലേ. അപ്പം LCR സർക്യൂട്ട് ആണെങ്കിൽ ഈ സെഡിൻ്റെ വാല്യൂ എന്തായാലും ആറിനേക്കാളും ഗ്രേറ്റർ ആണ്, അപ്പോൾ കറണ്ട് ലെസ് ആയിരിക്കും അല്ലേ. അപ്പോൾ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിലെ കറണ്ടിനേക്കാളും ലെസ്സാണ് നമ്മൾ LCR സർക്യൂട്ടിലുള്ള കറണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ സോ ആൻസർ അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കലും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത് അല്ലേ. നിങ്ങൾക്ക് അറിയാവുന്ന ഓപ്ഷൻസ് ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക. അറിയാവുന്ന സാധനങ്ങൾ മാച്ച് ചെയ്ത് ചിലപ്പോൾ ആൻസർ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും
ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം മാഗ്നറ്റിക് മൊമെൻറ്റ്. എടാ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് കറണ്ട് I ഇൻറ്റു എ എന്നല്ലേ നിങ്ങൾ പഠിച്ചത് അല്ലേ? അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ വരിക, കറണ്ടിൻ്റെ ഡയമെൻഷൻ ആംബിയർ ആണ്, ഏരിയൻ്റെ ഡയമെൻഷൻ L² ആണ് അല്ലേ? അപ്പോൾ എന്ത് വരണം, മാസ് അവിടെ ഇല്ല, അപ്പോൾ m⁻0, ടൈം അവിടെ ഇല്ല, mt⁻0. അപ്പോൾ m⁻0 a L² T0 ആണ് വരുന്നത്, m⁻0 L² T⁻, അപ്പോൾ d വരും അല്ലേ? സോ മാഗ്നറ്റിക് മൊമെൻറ്റ് വരുന്നത് d ആണ്. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് F = BIL എന്നാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചത് അല്ലേ? ആ F എന്ന് പറയുന്നത് ml⁻2 ആണ്, B ഇൻറ്റു A ഇൻറ്റു L എന്ന് വരും അല്ലേ? ഈ L കട്ട് ചെയ്തു പോകും. അപ്പോൾ ബീൻ്റെ ഡയമെൻഷൻ വരുന്നത് m⁻2 a⁻−1, അവിടെ L ഇല്ല, L0. അപ്പോൾ ml⁻0 t⁻−2 a⁻−1. സോ B ആണ് വരുന്നത് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ടോർക്ക് നമുക്കറിയാം എന്തിൻ്റെ അതേ ഡയമെൻഷൻ, വർക്കിൻ്റെ അതേ ഡയമെൻഷനാണ് വരിക, ml⁻L² t⁻−2. മാഗ്നറ്റിക് പെർമിയബിലിറ്റി പിന്നെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഏതേ ഉള്ളൂ, സി അവിടെ ബാക്കിയുള്ളൂ, അതാണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി വരുന്നത്. ഓക്കെ, ദെൻ അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്ക്. നമ്മളെ ഫ്ലൂയിഡ്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 1000 droplets combines to form a big droplet, then ratio of their surface energy is 10/x, find x എന്നാണ്. അപ്പോൾ 1000 ചെറിയ ഡ്രോപ്ലെറ്റ്സ്, ഇങ്ങനത്തെ 1000 ഡ്രോപ്ലെറ്റ്സ് ഉണ്ട് അല്ലേ? ഇങ്ങനെ 1000 ഡ്രോപ്ലെറ്റ്സ് ചേർന്നൊരു സിംഗിൾ ഡ്രോപ്പ് ഉണ്ടാവുകയാണ്. ഓക്കെ, ഈ ഡ്രോപ്പിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R, ഇതിലൊരു സിംഗിൾ ഡ്രോപ്പിൻ്റെ റേഡിയസ് സ്മോൾ r. ഓക്കെ, അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, ഫൈൻഡ് എക്സ്, ഇവരുടെ റേഷ്യോ ഓഫ് സർഫസ് എനർജി. അപ്പോൾ ഇനീഷ്യലി ഉള്ള ഈ 1000 ഡ്രോപ്ലെറ്റ്സിൻ്റെ സർഫസ് എനർജി എന്ന് പറയുന്നത് ഒരു ഡ്രോപ്പിൻ്റെ സർഫസ് എനർജി 4πr² × T അല്ലേ, ഡ്രോപ്പ് ആയതുകൊണ്ട്. അങ്ങനത്തെ 1000 ഡ്രോപ്സ് ഉണ്ട് അല്ലേ? ഇനി ആ ഫൈനലി കിട്ടിയ എനർജി എന്ന് പറയുന്നത് ആ ബിഗർ ഡ്രോപ്പിൻ്റെതാണ്, അത് 4πR² × T ആണ്. പക്ഷെ നിങ്ങൾക്കറിയാം ആ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് n⁻⁴ സ്മോൾ r അല്ലേ? ആ എന്ന് പറയുന്നത് 1000, സോ 1000⁻⁴ 10r എന്ന് വരും. അതിവിടെ കൊടുത്താൽ 4π × 100r² × T. ഇതാണ് ഫൈനൽ എനർജി അല്ലേ? അപ്പോൾ നമ്മളോട് പറയുന്നത് ആ ഇനീഷ്യൽ എനർജി അല്ലേ ഡിവൈഡഡ് ബൈ ഫൈനൽ എനർജി കാണാൻ 4πr² T × 1000 ഡിവൈഡഡ് ബൈ 4π × 100r² T എന്ന് വരും അല്ലേ? ഇത് അവർ എത്ര 10/x തന്നിട്ടുണ്ട്, ഈക്വൽ ടു ഇത് കട്ട് ചെയ്താൽ S10 എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ x = എത്ര വരും, 1 എന്നാണ് ആൻസർ വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, if radius of earth is reduced to 3/4 of its present value without changing its mass, then value of duration of the day of earth will be -hours and 30 minutes അല്ലേ? അപ്പോൾ നമ്മൾ എർത്തിൻ്റെ റേഡിയസ് പ്രസൻറ്റ് റേഡിയസിൻ്റെ 3/4 ആയാൽ ടൈം പീരീഡിന് എന്ത് സംഭവിക്കും, അതാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഇതെന്തിൻ്റെ അപ്ലിക്കേഷനാണ്, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ അപ്ലിക്കേഷനാണ് അല്ലേ? എന്താ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റ് പറയുന്നത്, ആംഗുലാർ മൊമെൻറ്റ് കോൺസ്റ്റൻറ്റ് അല്ലേ? ആംഗുലാർ മൊമെൻറ്റ് എന്ന് പറയുന്നത് I⍵ ആണ്, I⍵ = a constant. എർത്തിനെ നമ്മൾ തൽക്കാലം ഒരു പെർഫെക്റ്റ് സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ 2/5 mr² ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് 2π/T = a constant എന്ന് എഴുതാം. അവിടെ കോൺസ്റ്റൻസ് ഒക്കെ ഒഴിവാക്കിയാൽ r²/T = a constant ആണ് അല്ലേ? ഓർ T പ്രപ്പോർഷണൽ എന്ത് വരും, r² എന്ന് വരും. അപ്പോൾ T2 / T1 എന്ന് പറയുന്നത് r2 / r1² ആണ്. ഓക്കെ, സോ that's equal to T2 / T1 is equal to R2 എത്രയാണ്, 3/4 R1 ആണ്, ഡിവൈഡ് ബൈ R1 all² എന്ന് വന്നു. R1 കട്ട് ചെയ്തു, 9/16 എന്ന് വന്നു, T2/T1 അല്ലേ? സോ T2 is equal to what, 9/16 × 24 എന്നാണ് നമുക്ക് വരിക അല്ലേ? ഇത് നമുക്ക് 4 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ 6 വന്നു അല്ലേ? ഇത് 2, ഇത് 3, സോ 27/2 13.5 hours അല്ലേ? ദാറ്റ് മീൻസ് 13 hours and 30 minutes അല്ലേ? അപ്പോൾ ഇവിടെ എത്ര ആൻസർ വരിക, 13 എന്നാണ് ആൻസർ വരിക. വിച്ച് ഫിനോമിനൻ ഈസ് നോട്ട് ജസ്റ്റിഫൈഡ് ബൈ വേവ് നേച്ചർ ഓഫ് ലൈറ്റ് അല്ലേ? അപ്പോൾ വേവ് നേച്ചർ ഓഫ് ലൈറ്റ് ആയിട്ട് റിലേറ്റഡ് അല്ലാത്ത ഫിനോമിന, ഡൈഫ്രാക്ഷൻ വേവ് നേച്ചറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്, പോളറൈസേഷൻ വേവ് നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, ഇൻ്റർഫറൻസ് അതിലില്ലാത്ത ഏതാണ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ദെൻ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഓഫ്
2 ampere is set up in space between parallel plate of 1 microfarad capacitor, then rate of change of potential difference. അല്ലേ? എടാ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഐ ഡി നമ്മൾ എന്താ പഠിച്ചത്? സി ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്നാണ് പഠിച്ചത്. കാരണം ക്യൂ ഈക്വൽ ടു സി വി ആണല്ലോ അല്ലേ? അപ്പം ഐ എന്ന് പറയുന്നത് ഡി ക്യൂ ബൈ ഡി ടി, അപ്പോൾ സി ഇൻറ്റു ഡി വി ബൈ ഡി ടി. ആ ഐ ഡി നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 2 ആണ്. സി എന്ന് പറയുന്നത് 10⁻⁻6 ആണ് ഇൻറ്റു ഡി വി ബൈ ഡി ടി. അപ്പോൾ അതാ ഡി വി ബൈ ഡി ടി നമുക്ക് കിട്ടുക എത്രയാണ്? യെസ്, 2 ഇൻറ്റു 10⁻6 എന്നാണ് നമുക്ക് വരിക. Then and thin sphere of radius r, find the electric field at the surface of the sphere. നമ്മൾ പഠിച്ചാണ് അല്ലേ? തിൻ സ്ഫിയറിൻ്റെ കേസിൽ, അതായത് ഷെല്ലിൻ്റെ കേസിൽ ആ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താവട്ടെ, സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? ഈ സർഫസ് ഇസ് ഈക്വൽ ടു കെ ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ അല്ലേ? ആ കെ എന്ന് പറയുന്നത്, സോ ആക്ച്വലി ഇറ്റ് ഈസ് 1/4πε0 ഇൻറ്റു ഈ ക്യൂ എന്ന് പറയുന്നത് 4πr² ഇൻറ്റു സിഗ്മ ആണ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. ഈ 4πr² കട്ട് ചെയ്തു, σ/ε0 എന്നാണ് ആൻസർ വന്നിട്ടുണ്ടാവുക. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരിക. ദെൻ ഒരു ആക്ച്വലി നമ്മളെ ഫിസിക്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ഒരു സർക്യൂട്ട് ഡയഗ്രം തന്നിട്ടുണ്ട്, അതിൻ്റെ ട്രൂത്ത് ടേബിളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ ജസ്റ്റ് വാല്യൂസ് ഇട്ടൊന്ന് ചെയ്ത് നോക്കാം. ഇതാ ഇവിടെ ഞാൻ 0 കൊടുക്കുകയാണ് അല്ലേ? അപ്പോൾ ഇത് 0 കൊടുത്താൽ ഇത് 1 വരും, ഇതെന്തായാലും എന്ത് വരും? 0 വരും അല്ലേ? ശരിയല്ലേ? അപ്പോൾ 0 കൊടുത്താൽ ഇവിടെ 1 വന്നു അല്ലേ? എയും ബിയും 0 ആണ്. നോക്കണേ, എ 0 കൊടുത്തു, അപ്പോൾ ഇവിടേക്ക് 0 വന്നു, ഇത് 0 വന്നു അല്ലേ? ഇനി ഈ ഓർ ഗേറ്റ് എന്ത് ചെയ്തു? 1ഉം 0 വന്നാൽ 1 വരും. സോ y = 1 അല്ലേ? അപ്പോൾ 0 1 വന്നു, സോ ഇത് രണ്ടും പോയി. ഇനി എന്ത് ചെക്ക് ചെയ്താൽ മതി? 0 1 ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതാ ഇവിടെ ഞാൻ 0 ഇവിടെ 1 കൊടുത്തു അല്ലേ? ഇത് 1 വന്നു അല്ലേ? ഇത് 0 വന്നു. (0 1 = 0 1 0 1 കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് വന്നത് 1 ആണ്, ഇവിടേക്ക് എന്ത് വന്നു? 0 വന്നു. ഇത് ആഡ് ചെയ്ത് എത്ര വരും? 1 വരും അല്ലേ? അപ്പോൾ 0 1 നമുക്ക് എന്ത് വരണം? 1 വരണം അല്ലേ? ശരിക്കും നോക്കിയേക്കെ, ഇത് 1 വന്നു അല്ലേ? അപ്പോൾ ഇവിടേക്ക് നമ്മൾ 0 ആണ് കൊടുത്തത്, ഇവിടെ 1 ആണ് കൊടുത്തിരിക്കുന്നത്. 1ഉം 0 ഇത് ആൻഡ് ഗേറ്റ് ആണ്, ഇത് 0 ആയി അല്ലേ? അപ്പോൾ 1ഉം 0 വന്ന് 1 ആയി. അപ്പോൾ 0 1 1 അല്ലേ? അപ്പോൾ ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫിസിക്സിൽ. അപ്പോൾ ഇനി കെമിസ്ട്രി ഡിസ്കഷനാണ്. അപ്പം അരുൺ സാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അരുൺ സാറേ. സോ മക്കളെ, അപ്പോൾ നമ്മൾ ഇനി കെമിസ്ട്രിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. കെമിസ്ട്രിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ കെമിസ്ട്രി നമുക്ക് ഇന്നലെ ഈവനിങ് നടന്ന ക്വസ്റ്റ്യനിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡിഫിക്കൽട്ടി ലെവൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ഈസി ലെവൽ കുറച്ച് കൂടി. അപ്പോൾ മോഡറേറ്റിലൊരു 28% ഉണ്ടായിരുന്നു, ഈസിയിൽ ഒരു 60%, 10% ഡിഫിക്കൽട്ടിലുണ്ടായിരുന്നുള്ളൂ. ടോപ്പിക്കിൻ്റെ വെയിറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഇനോർഗാനിക്കിന് കുറച്ച് കുറവും ഫിസിക്കലും ഓർഗാനിക്കും ഏകദേശം തുല്യ വെയിറ്റേജിലുമായിരുന്നു ക്വസ്റ്റ്യൻസ് കണ്ടത്. സോ അധികം പറയുന്നില്ല, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുവാണ്. 1 കൂളം. ഇപ്പോൾ നമുക്കിവിടെ 2 ക്വസ്റ്റ്യൻസ് ഫിസിക്സിൽ ഇപ്പോൾ ഡിസ്കഷൻ കഴിഞ്ഞു പോയതാണ്. ആദ്യം വന്നിരിക്കുന്ന ആംഗുലർ മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഓഫ് ഓർബിറ്റ് 6 ഹൈഡ്രജൻ ആറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. ദാറ്റ് ഈസ് നമ്മളൊരു ഫിസിക്സിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മൾ ഓപ്ഷൻ ഡി ആയിരുന്നു അവർ കണ്ടു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ CP/CV = ഗാമ സോൾവ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നിങ്ങളിപ്പോൾ കണ്ടതാണ്. 3/2 ആയിരുന്നു നമുക്ക് കിട്ടിയത്. സോ അത് രണ്ടുമാണ്. അതിപ്പോൾ ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അവർ ചെയ്തുകൊണ്ടാണ് വിട്ടു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. 1 കൂളം ഓഫ് ചാർജ് ഈസ് പാസ്ഡ് ത്രൂ AgNO3 സൊല്യൂഷൻ ഡ്യൂറിംഗ് ഇലക്ട്രോളിസിസ്. ദ ഫൈൻഡ് ദ മാസ് ഓഫ് സിൽവർ ഇൻ മില്ലിഗ്രാം ഡെപ്പോസിറ്റഡ് അറ്റ് ഇലക്ട്രോഡ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന പ്രകാരം AG പ്ലസ് ഒരു ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ AG ഡെപ്പോസിഷൻ നടക്കും ആണല്ലോ. അപ്പോൾ AG ഡെപ്പോസിഷൻ നടക്കും എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ 96500 കൂളം എനർജി നിങ്ങൾ കൊടുത്താൽ, കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 108. AGന് മാസമായി 108 കിട്ടും. അപ്പോൾ ഒരു കൂളമ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 108 ഡിവൈഡ് ബൈ 96500, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 1.12ൻ്റെ അടുത്ത് വാല്യൂ കിട്ടും mgയിൽ, ഓർ 1 mg എന്ന് പറഞ്ഞിട്ട് നമുക്ക് 1ലേക്ക് റൗണ്ട് ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എ റിയാക്ഷൻ CH4 + 2O2 gives CO2 + 2H2. ഇത് നമ്മൾ കഴിഞ്ഞ ഷിഫ്റ്റിൽ കണ്ടൊരു റിയാക്ഷൻ ആയിരുന്നു. ഹൗ മെനി മോൾസ് ഓഫ് മീഥെയിൻ റിക്കോർഡ് ടു ഫോർമേഷൻ ഓഫ് 11 gram ഓഫ് CO2. അപ്പോൾ CH4 + O2 gives CO2 + 2H2O. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, CH4
1 മോൾ ഉണ്ടെങ്കിൽ CO2 1 മോളാണ്. ഇവിടെ എത്രയാണ് 11 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 11 ഡിവൈഡ് ബൈ 44 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും 0.25. സോ ഇതായിരിക്കും നമ്മുടെ ഇവിടെ ആൻസറിൽ വരിക. 0.25 ആയിരിക്കണം നമ്മുടെ മീഥേൻ എടുത്തിരിക്കേണ്ടത്. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അസറ്റിക് ആസിഡ് ഡൈമറൈസസ് ഇൻ ലിക്വിഡ് ബെൻസീൻ 60 gram acetic acid is dissolved in 500 gram of benzene. Find the value of delta TF. അപ്പോൾ delta TF is equal to I into KF into M. അപ്പോൾ ഐ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഐ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NA ചേഞ്ചസ് ടു AN. സോ ഇനിഷ്യലി 1 ആണെങ്കിൽ ഇവിടെ 1 മൈനസ് ആൽഫ, ഇവിടെ ആൽഫ ബൈ എൻ. സോ ഐ ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ പ്ലസ് ആൽഫ ബൈ എൻ. ഓക്കെ, ആൽഫ 100% കംപ്ലീറ്റ് ഡിസോസിയേഷൻ തന്നിട്ടുണ്ട്, വിച്ച് മീൻസ് 1 മൈനസ് 1 പ്ലസ് 1/2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു KF 5 ഇൻറ്റു മൊളാറ്റിൽ ഇവിടെ 60 gram തന്നിട്ടുണ്ട് ഇൻറ്റു 500 gram ഡിവൈഡ് ബൈ ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 500. സോ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 2 ഹിയർ. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5 ആൻസർ കിട്ടും. ഓക്കെ ആണേ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ കാൽക്കുലേറ്റ് ഇ നോട്ട് ഓഫ് സെൽ ഓഫ് ഫോളോയിങ് സെൽ. ഇത് താഴെ തന്നിരിക്കുന്ന സെല്ലിൻ്റെ ഇ നോട്ട് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ ഇ നോട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. സോ ഇവിടുത്തെ കാഥോഡിൻ്റെ വാല്യൂ എത്ര വരും? കാഥോഡ് എക്സിൻ്റെ ആണ്. എക്സിൻ്റെ വാല്യൂ 0.46 മൈനസ് 0.34. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.12. സോ ആൻസർ ഈസ് ഓപ്ഷൻ 0.12 കിട്ടും. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ഇവിടുത്തെ ഇൻകറക്റ്റ് ചോദിച്ചിരിക്കുന്നത്? ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡൻറ്റ് ലൈറ്റ്. ശരിയാണ്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി നേച്ചർ ഓഫ് മെറ്റീരിയൽ അനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറിക്കൊണ്ടിരിക്കും. ആൻഡ് ഇറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ദാറ്റ് ഈസ് റോങ്. ഇറ്റ് ഈസ് ഈക്വൽ ടു KE ബൈ E. ആക്ച്വലി KE ഈസ് ഈക്വൽ ടു EV എന്ന് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ KE ബൈ E ഈസ് ഈക്വൽ ടു V. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. സോ ആൻസർ ഈസ് ഈ 3 സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. നമുക്ക് ഇവിടുത്തെ ആൻസർ ആയിട്ട് എടുക്കാം. ഓപ്ഷൻ C ആയിട്ട് എടുക്കാം. ഓക്കെ. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ കുറച്ച് പാർട്ടിലേക്കാണ്. ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾസ് ആർ സീറോ ഡൈപോൾ മൊമെന്റ്. ഇവിടെ സീറോ ഡൈപോൾ മൊമെന്റ് ആർക്കൊക്കെ ഉള്ളതാണ്? ഫസ്റ്റ് വൺ ഈ CH4. സീറോ ഡൈപോൾ മൊമെന്റ് ആയിരിക്കും. സിമെട്രിക്കൽ മോളിക്യൂളാണ്. SiO4 അതായത് സിമെട്രിക്കലാണ്. BeCl2 സിമെട്രിക്കൽ വരുന്നു. CH4 വരില്ല. CCl4 വരും. CO2 ഇവിടെ ലോൺ പേരന്റ് വരില്ല. ഇവിടെയും വരില്ല. സോ ആൻസർ ഈസ് 5. സോ നമുക്ക് 5 മോളിക്യൂൾസിലാണ് ഇവിടെ എന്ത് കിട്ടുന്നത്? സീറോ ഡൈപോൾ മൊമെന്റ് കിട്ടുന്നത്. സോ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ക്വയർ പ്ലാനർ മോളിക്യൂൾ ABCD ഹാവ് ഹൗ മെനി ഐസോമേഴ്സ്? M ആണ്. എമ്മിൻ്റെ ഇവിടെ ABCD. അടുത്ത് MAC. ഫസ്റ്റത്തേൽ നമുക്ക് MABCD. അടുത്തതിൽ ഞാനിവിടെ B ഇടുന്നു. CD. അടുത്തതിൽ MA ഇവിടെ D ഇടുന്നു. CB. സോ ആൻസർ ഈസ് 3 ഐസോമേഴ്സ് ആയിരിക്കും നമുക്കിവിടെ പോസിബിൾ ആയിട്ടുണ്ടാവുക. സോ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആൻ ആറ്റം ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ഹാവ് എ സെറ്റ് ഓഫ് കോണ്ടന്റ് നമ്പേഴ്സ് N ഈക്വൽ ടു 4 ആൻഡ് M ഈക്വൽ ടു 1. ML ഈക്വൽ ടു 1. അപ്പം N ഈക്വൽ ടു 4 ആണ്. N ഈക്വൽ ടു 4 ആണെങ്കിൽ L വാല്യൂ 0 1 2 3. ഇതിൽ 0ക്ക് M വാല്യൂ എന്താവാൻ പറ്റില്ല? 1 ആവാൻ പറ്റില്ല. ബാക്കി 3 പേർക്കേ പറ്റുള്ളൂ. സോ ആൻസർ ഈസ് 3. അപ്പോൾ ഈ 3 പേർക്കായിരിക്കും പ്ലസ് ഹാഫ് ഓക്സിഡേ സ്പിൻ നമ്പറിലുള്ള സെറ്റ് ഓഫ് കോണ്ടന്റ് നമ്പേഴ്സ് കിട്ടുള്ളൂ. സോ നെക്സ്റ്റ് ഈസ് അടുത്ത വിച്ച് ഓഫ് ദി മോളിക്യൂൾസിന് ഷേപ്പിൻ്റെ ഓർഡറിലേക്ക് കൊടുക്കാനാണ്. സോ IF എന്ന് പറഞ്ഞാൽ ലീനിയർ ആയിരിക്കണം. IF7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻറ്റഗണൽ ബൈപിരമിഡൽ. ICl3 എന്ന് പറയുമ്പോൾ T ഷേപ്പ്. BF3 എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ പ്ലാനർ. സോ എല്ലാം ഓർഡറിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. 1 2 3 4 ദാറ്റ് ഈസ് ആൻസർ C. ഓക്കെ, ഇതിപ്പോൾ ഓർഡറിലായിരിക്കണം എന്നില്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. സോ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. NF3 ഹാസ് ലെസ് ഡൈപോൾ മൊമെന്റ് ദാൻ NH3. ദാറ്റ് ഈസ് ട്രൂ സ്റ്റേറ്റ്മെന്റ്. NF3 NH3 ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കഷൻ കഴിഞ്ഞതാണ്. NF3 NH3 സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. NCERT കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ആൻഡ് ബോണ്ട് മൊമെന്റ് ഓഫ് NH ബോണ്ട് ഈസ് സെയിം ദ ഡയറക്ഷൻ ഓഫ് ലോൺ പെയർ. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ബോത്ത് A and R കറക്റ്റ് ആൻഡ് R is the correct explanation. So answer is option A. സോ മക്കൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സം ഓഫ് ദി മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് നിയറസ്റ്റ് ഇൻറ്റിജർ. നിയറസ്റ്റ് ഇൻറ്റിജറിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി FeCrO4 പ്ലസ് Na2CO3 എയർ ഓക്സിഡേഷൻ നമ്മൾ നടത്തിയാൽ എയറിൻ്റെ പ്രസൻസിലാണെങ്കിൽ വി വിൽ ഗെറ്റ് 8Na. സോ ബാലൻസ് ചെയ്യുക 4 8NaCrO4 Na2CrO4 പ്ലസ് 2Fe2O3. ഓക്കെ. സോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന പ്രകാരം എയും ബിയും എന്താ നോക്കുക. എയിൽ Cr 6+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. Fe 3+ ഓക്സിഡേഷൻ. Cr 6+ D0 കോൺഫിഗറേഷൻ ആയിരിക്കും. Fe 3+ ആകുമ്പോൾ നിങ്ങൾക്കറിയാം ദാറ്റ് വിൽ ബി D5. 4s2 3D6 ആണ്. അപ്പോൾ 3 എണ്ണം പോയി കഴിഞ്ഞാൽ D5 കോൺഫിഗറേഷൻ വരും. D5 കോൺഫിഗറേഷൻ ആണെങ്കിൽ √5 × 5 + 7 ദാറ്റ് ഈസ് ആക്ച്വലി നമുക്ക് എത്ര കിട്ടുക? √53 or 5.9.
അപ്രോക്സിമേറ്റ്ലി 5.9 അടുത്താണ് വാല്യൂ. സോ യു ക്യാൻ റൗണ്ട് ഓഫ് ടു 6. ഈ ഒരു ആൻസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 6ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റും. സോ മക്കളെ നമ്മൾ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ഓർഗാനിക് കെമിസ്ട്രി. ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ ക്വസ്റ്റൻസിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കുക. ഈ ഒരു ക്വസ്റ്റൻ നമുക്ക് ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് എക്സാമിന്, അതായത് ജനുവരിയിൽ നടന്ന എക്സാംസിൽ നമ്മൾ കണ്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ തന്നെയായിരുന്നു. എന്താ സംഭവിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് കൊയാഗുലേഷൻ ഓഫ് എഗ്. എഗ്ഗിലെ കൊയാഗുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൈമറി സ്ട്രക്ചർ ഡിസ് നോട്ട് ചേഞ്ച്, ദാറ്റ് ഈസ് ട്രൂ. സെക്കൻഡറി ചേഞ്ച് ചെയ്യും, ടെർഷറി ചേഞ്ച് ചെയ്യും, ഡീനാച്ചുറേഷൻ പ്രോട്ടീൻ ഡസ് നോട്ട് ഓക്കർ. ഡീനാച്ചുറേഷൻ എന്തായാലും സംഭവിക്കും. സോ ദാറ്റ് ഈസ് ഓൾസോ റോങ് സ്റ്റേറ്റ്മെന്റ്. സോ മക്കൾ അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻ. KMnO4 ഇൻ ദ പ്രസൻസ് ഓഫ് KOH ഓക്സിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യും? ആൽഡിഹൈഡ് കിട്ടും. ഹൈഡ്രോളിസിസ് നടത്തി കഴിയുമ്പോൾ വി ക്യാൻ ഗെറ്റ് അഡിപ്പിക് ആസിഡ്. 6 കാർബണുള്ള ആസിഡാണ്, ഡൈ കാർബോക്സിലിക് ആസിഡാണ് കിട്ടുക. സോ അഡിപ്പിക് ആസിഡിലേക്ക് ചെല്ലും. അടുത്ത കാൽക്കുലേറ്റ് നമ്പർ ഓഫ് OH പ്രസൻറ്റ് ഇൻ ദി പ്രൊഡക്റ്റ്. സോ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? നമ്മൾ ആദ്യം CH2 CH2 CH3 ഇതിനെ നമ്മൾ ഓക്സിഡേഷൻ നടത്തുന്നു. KMnO4ൻ്റെ പ്രസൻസിൽ നമ്മൾ എന്ത് കിട്ടുന്നു? യു വിൽ ഗെറ്റ് COH. ഇതിനെ നമ്മൾ ബ്രോമിനേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് FeBr3 അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് C ഡബിൾ ബോണ്ട് OH, ഇവിടെ Br. അപ്പോൾ നമുക്കറിയാം ബെൻസീൻ റിംഗിൽ 3 എണ്ണം ഉണ്ട്, കൂടാതെ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പൈ ബോൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പൈ ബോൺസിൻ്റെ എണ്ണം എത്ര വരും? 3 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. 3 + 1 ആണ്. സോ നമുക്കിവിടെ 4 ആയിരിക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവുക. സോ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കിയേ. ദ മേജർ പ്രൊഡക്റ്റ് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ. ആക്ച്വലി നമുക്കിവിടെ എത്തനോൾ എന്നാണ് തന്നിരിക്കുന്നത്, പക്ഷേ ആൽക്കഹോളിക് KOH എന്നാണ് സംഭവിക്കേണ്ടത് കേട്ടോ. ആൽക്കഹോളിക് എത്തനോൾ ഇൻ ദ പ്രസൻസ് ഓഫ് KOH നമുക്കുണ്ടാവും. സോ എന്താ സംഭവിക്കുക? HBrൻ്റെ റിമൂവലാണ്. സോ ഇവിടെ CH3യും ഇവിടെ Br. സോ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇവിടെ നിന്നോ അവിടെ നിന്നോ അതിൽ രണ്ട് സൈഡിൽ നിന്ന് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു H റിമൂവ് ചെയ്യുക. ആൻഡ് ഫൈനലി യു വിൽ ഗെറ്റ് ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് വിത്ത് CH3 ഗ്രൂപ്പ്. സോ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ഇവിടെ ആൻസർ വരിക. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, IUPAC നെയിമിംഗ് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആൻസർ ആണ്. സോ 1 2 3 4 5 6 7. അപ്പോൾ നമുക്ക് 7 വരെയാണ് ഉള്ളത്. സെക്കൻഡ് പൊസിഷനിൽ നമുക്ക് എന്നിട്ട് ഫോർമൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ ഫോർമൈൽ ഗ്രൂപ്പ്, ഫോർത്ത് പൊസിഷനിൽ ഹൈഡ്രോക്സ ഗ്രൂപ്പ്. ഫോർമൈൽ, ഫോർത്ത് പൊസിഷൻ ഹൈഡ്രോക്സ, രണ്ടും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഹെപ്റ്റാൻ്റെ സിക്സ് പൊസിഷനിൽ എന്താ ഈനും. സോ ഓപ്ഷൻ എ വരും. ഓയിക് ആസിഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എയിലേക്കാണ് നമുക്ക് കിട്ടുക. ഓക്കെ. സോ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മേജർ പ്രൊഡക്റ്റ് ഓഫ് ദി ഫോളോയിങ് സീക്വൻസ്. ഈ താഴെ തന്നിരിക്കുന്ന സീക്വൻസിലെ മേജർ പ്രൊഡക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. CH3CH2OH ജോൺസ് റിയേജൻ്റായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ CH3CH2OH ഇൻ ദ പ്രസൻസ് ഓഫ് ജോൺസ് റിയേജൻറ്റ് എന്ത് സംഭവിക്കും? CH3COH കിട്ടും. അതിനെ നമ്മൾ ഡീകാർബോക്സിലേഷൻ NaOH ഇൻ ദ പ്രസൻസ് ഓഫ് CaO ഡീകാർബോക്സിലേഷൻ നടത്തുന്നു. CH4. ഓക്കെ, ഇവിടുന്ന് -CO2 പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് CH4 കിട്ടും. ദാറ്റ് ഈസ് മീഥേൻ ഈസ് ദി പ്രൊഡക്റ്റ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, മെറ്റാമർ ഏതാണെന്നാണ്. മെറ്റാമർ നോക്കുക, മീതോക്സി പ്രൊപ്പൈനും ഈതോക്സി ഈതേനും അതായിരിക്കും നമ്മുടെ ഇവിടുത്തെ മെറ്റർ വരിക. സോ P3 വരണം. അപ്പോൾ P3 വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ചെയിൻ ഐസോമസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ചെയിൻ ഐസോമസ് Q1 ആയിരിക്കും. ഐസോപെൻറ്റേനും നിയോപെൻറ്റേനും ആയിരിക്കും. അപ്പോൾ Q1 എന്ന് പറയുമ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. ഇനി R ഫങ്ഷണൽ ഐസോമസ് ഇവിടെ ആരാന്നാണ്? പ്രൊപ്പനാളും പ്രൊപ്പനോണും. അപ്പം R2 ഓപ്ഷൻ എ. R2 വന്നിരിക്കുകയാണ്. സോ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. സോ മക്കളെ നമ്മുടെ കെമിസ്ട്രിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കുക എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന്. നമ്മൾ ബെൻസീൻ്റെ മേലേക്ക് സക്സനിക് അൺഹൈഡ്രേറ്റ് ആഡ് ചെയ്തിരിക്കുകയാണ്. സോ ബെൻസീൻ ഇതിലേക്ക് പ്ലസ് ഡബിൾ ബോണ്ടോ ഇവിടെ ഒരു O ഇൻ ദ പ്രസൻസ് ഓഫ് AlCl3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബെൻസീൻ റിങ് ഫോം ചെയ്യും. എന്നിട്ട് ഇവിടെ C ഡബിൾ ബോണ്ടോ CH2 COOH ഇതിലേക്ക് നമ്മൾ Zn⁻Hg ഇൻ ദ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് HCl എന്ത് സംഭവിക്കും? CH2 അതായത് ഇവിടെ റിഡക്ഷൻ നടന്നു. C ഡബിൾ ബോണ്ട് ഓയിൽ CH2 COOH. ഇനി അവിടെ H+ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ H+നെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ OH പോയിട്ട് ഇതിവിടെ തിരിച്ചു വന്ന് അറ്റാക്ക് ചെയ്യും. ഫൈനലി യു വിൽ ഗെറ്റ് ഡബിൾ ബോണ്ടോ. സോ ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സോ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് കെമിസ്ട്രിയുടെ ഇന്നലത്തെ രാത്രിയുടെ ഷിഫ്റ്റിലുണ്ടായിരുന്നത്. സോ അപ്പോൾ നമ്മുടെ ഇനിയുള്ള ക്വസ്റ്റ്യൻസും കെമിസ്ട്രി അപ്പോൾ ഇന്നലത്തെ രാത്രിയിലുണ്ടായിരുന്ന ഷിഫ്റ്റുകൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ SK സാറിനെ വിളിക്കുകയാണ്. SK സാർ ഇന്നത്തെ ഷിഫ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു.
യെസ്, എത്ര ആൾക്കാരുണ്ട്? 26. യാ, അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ നടന്ന പേപ്പറിൻ്റെ ഡിസ്കഷൻസ് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത്. അപ്പോൾ നോക്ക്, നമ്മൾ +1 +2 പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ പെർസെൻറ്റേജ് ഓഫ് വെയിറ്റേജ് തന്നെയാണ്. അത് ബാക്കിയുള്ള എല്ലാ പേപ്പറുകളിലും അതുപോലെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്. ആൻഡ് നൗ വെൻ വി കം ടു ആസ് യൂഷ്വൽ ഇനോർഗാനിക് പാർട്ടും അതുപോലെ ഓർഗാനിക് പാർട്ടുമായിരുന്നു ഏറ്റവും കൂടുതലുള്ളത്. അവിടെ ഫിസിക്കൽ എന്ത് തന്നെയാണ് വളരെ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രം എന്ത് ചെയ്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഏറ്റവും ആദ്യം ലെറ്റ് സ്റ്റാർട്ട് വിത്ത് തന്നിരിക്കുന്നത് ബ്യൂട്ടൈൻ ആണ് അല്ലേ? ആ ബ്യൂട്ടൈൻ ബെർച്ച് റിഡക്ഷൻ നടത്തുകയാണ് ആദ്യം. അപ്പോൾ ബ്യൂട്ടൈൻ ബെർച്ച് റിഡക്ഷൻ നടത്തും. നോക്കൂ, ഇത് എവിടെ നിന്ന് ചോദിച്ചതെന്ന് വെച്ചാൽ നമുക്കറിയാം ഹൈഡ്രോ കാർബണിൽ നിന്നാണ് ചോദിച്ചത്. ബെർച്ച് റിഡക്ഷൻ നടത്തിയിട്ട് നമ്മൾ ഉപയോഗിച്ചത് കോൾഡ് KMnO4 ആണ്. മക്കളെ, ഇവിടെ എ എന്ന് പറയുന്നത് ബെർച്ച് റിഡക്ഷൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത് C ഡബിൾ ബോണ്ട് C ആൻഡ് ഹിയർ വാട്ട് കംസ് H. ഇവിടെ ആര് വരികയാണ്? H. ആൻഡ് ഹിയർ CH3 അല്ലേ? ട്രാൻസ് അല്ലേ വരിക? ട്രാൻസ് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ CH3, ഇവിടെ H. ഇതാണ് എ ആയിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ എയിലേക്ക് നമ്മൾ ആരെ ആഡ് ചെയ്യുകയാണ്? കോൾഡ് ആൽക്കലൈൻ KMnO4 ആഡ് ചെയ്യുകയാണ്. മക്കളെ, കോൾഡ് ആൽക്കലൈൻ KMnO4 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് വിസിനൽ ഡയോളാണ്. നോക്കൂ, ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അല്ലേ, ഞാൻ സെപ്പറേറ്റ് കോമ്പൗണ്ട് ആയിട്ട് തന്നെ എഴുതാം, ദറ്റ് ഈസ് ബെറ്റർ. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് നമുക്ക് കിട്ടുന്നത് കോമ്പൗണ്ട് B. വാട്ട് വിൽ ഗെറ്റ്? C സിംഗിൾ ബോണ്ട് C. ഇവിടെ ആര് വരികയാണ്? CH3. ആൻഡ് ഇയർ ഓൾസോ വാട്ട് വി ഹാവ്? CH3. പിന്നെ നമുക്കിവിടെ H ഉണ്ട്. സിമിലാർലി ഇയർ ഓൾസോ H. നെക്സ്റ്റ് വി ഹാവ് OH. സിമിലാർലി വി ഹാവ് പിന്നെ എന്തുണ്ട്? OH ഉണ്ട്. ഇങ്ങനെ രണ്ട് ആൾക്കാരാണ്. അതായത് വിസിനൽ ഡയോളാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ ക്വസ്റ്റ്യൻ ശരിക്കും ഇങ്ങനെയാണ് അവർ ചോദിച്ചെന്ന് തോന്നുന്നു. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിൽ എത്ര ഓക്സിജൻ ഉണ്ട്, ഈ മോളിക്യൂളിൽ എത്ര ഓക്സിജൻ ഉണ്ട് എന്നായിരുന്നു ചോദ്യം അവർ ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആൻസർ 2 എന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ അവർ ഈ കോമ്പൗണ്ടിനെ കുറിച്ചാണ് ചോദിച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കുക വിസിനൽ ഡയോൾ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. See, among the given molecule, identify the one which undergoes nucleophilic addition. മക്കളെ, ഇത് നമ്മളുടെ എന്താണ് സെക്കൻഡ് ലാസ്റ്റ് LMRPയിലെ നമ്മളുടെ ഡയറക്റ്റ് ആയിട്ട്, അതായത് റിയാക്ടിവിറ്റി ടുവേഴ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിൽ സെക്കൻഡ് ലാസ്റ്റ് LMRPയിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമ്മൾ ഓർഡറാണ് ചോദിച്ചത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഡർ എന്നാണ്. അതായത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന ആ രീതി എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ? സൈസ് ആർക്കാണോ കുറഞ്ഞത്, അല്ലെങ്കിൽ നമുക്കറിയാം ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺസ്. ആ ആൽഡിഹൈഡ്സ് തന്നെ സൈസ് ആർക്കാണോ കുറവുള്ളത്? സോ ഡെഫിനറ്റ്ലി യുവർ ആൻസർ ഈസ് HCHO. നെക്സ്റ്റ് കഥയിലേക്ക് നമ്മൾ വരുന്നു. നോക്കൂ, വിച്ച് N ബേസ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ DNA. നമുക്കറിയാം ആരാണ് DNA-യിൽ ഇല്ലാത്തതെന്നാണ് ഒരു ചോദിച്ചിരിക്കുന്നത്. സോ വിച്ച് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ DNA. അങ്ങനെയാണെങ്കിൽ മക്കളെല്ലാവരും നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം DNA-യിൽ ഇല്ലാതെ RNA-യിലുള്ള വ്യക്തി എന്ന് പറയുന്നത് യുറാസിലാണ്. യുറാസിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് അവർ നമ്മോട് ചോദിച്ചിരിക്കുന്നത്. സോ യു ക്യാൻ സീ ദാറ്റ് യുവർ ഓപ്ഷൻ ഈസ് D. നെക്സ്റ്റ്, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണോ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഡെഫിനറ്റ്ലി ദിസ് ക്വസ്റ്റ്യൻ ഈസ് എ ഡിഫിക്കൽട്ട് വൺ. കാരണം അവിടെ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് വെച്ച് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ പഠിച്ചെടുത്തിട്ട് വേണം പോയി ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. നോക്കൂ, മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. നോക്കുക, നമുക്ക് തന്നിരിക്കുന്നത് CCl4. അപ്പോൾ CCl4 എന്ന് പറയുന്നത് അല്ലേ പൈറീൻ എന്ന് നമ്മൾ എസ് ബ്ലോക്കിൽ പഠിച്ചിട്ടുണ്ട്. CCl4 എന്താണ്? ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ആണ്. പിന്നീട് DDT ഇൻസെക്ടിസൈഡ് ആണ്. CFC റെഫ്രിജറേറ്റർ ആണ്. CHI3 ആൻറ്റിസെപ്റ്റിക് ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷൻ നമുക്ക് എടുക്കാം? സോ ഒന്നാമത്തെ CCl4 D ക്യാൻ ബി ടേക്കൻ അല്ലേ? DDT ദിസ് ക്യാൻ ബി ടേക്കൻ. മൂന്നാമത്തെ ആൾ സോ B ക്യാൻ ബി ടേക്കൻ. അപ്പോൾ ഓപ്ഷൻ B വിൽ കം ആസ് ദി ആൻസർ. മുന്നോട്ടേക്ക് പോവാം. നെക്സ്റ്റ്, ഇൻ ദ ഗിവൻ റിയാക്ഷൻ വിച്ച് വൺ ഈസ് കറക്റ്റ് ഇൻ്റർമീഡിയറ്റ്. മക്കളെ, ഇത് നമ്മുടെ NCERT-യിലെ നമ്മുടെ LMRPയിൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയം വേണ്ട. നോക്കൂ, ദ ഗിവൻ റിയാക്ഷൻ വിച്ച് വൺ ഈസ് ദ കറക്റ്റ് ഇൻ്റർമീഡിയറ്റ് എന്നാണ് ചോദിച്ചത്. അപ്പം നമ്മൾ ഒരിക്കലും ഫൈനൽ പ്രൊഡക്റ്റിനെ തിരക്കി പോകുക എന്നുള്ളതല്ല, ഇൻ്റർമീഡിയറ്റ്. ഈ റിയാക്ഷനെ ഫേമസ് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഡൈക്ലോറോ കാർബിൻ ആണ്. പക്ഷേ ഡൈക്ലോറോ കാർബിൻ ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഓപ്ഷൻ A എന്ന് പറയുന്നത് എടുക്കാം. ബാക്കിയുള്ള ഒരിക്കലും എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ OH വരില്ല, ഇസൻ്റ് ഇറ്റ്. പിന്നെ ഇത് ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. സോ ഇതുമായി ബന്ധപ്പെട്ടതല്ല. ഓക്കെ, സോ ഒരു ആൻസർ ഈസ് ഓൺലി A മാത്രമേ വരുന്നുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഇതിലും വലിയൊരു എളുപ്പത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടില്ല. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് സൾഫോണിക് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നാണ് ചോദിച്ചത്. നമ്മൾ ആൻസർ തീർച്ചയായിട്ടും SO3H. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, 2,4,6 ട്രൈനൈട്രോഫിനോൾ ഈസ് നോൺ ആസ് പിക്രിക് ആസിഡ്.
ഇത് തന്നെയാണോ ക്വസ്റ്റ്യൻ എന്ന് ശരിക്കും ഉറപ്പില്ല. കാരണം പല കുട്ടികളും പറഞ്ഞത് 2,4,6 ട്രൈനൈട്രോ ടൊളുവിൻ എന്ന് ചില കുട്ടികൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ 2,4,6 ട്രൈനൈട്രോ ടൊളുവിൻ എന്നാണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 2,4,6 ട്രൈനൈട്രോ ഫിനോൾ എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കൂ, 2,4,6 ട്രൈനൈട്രോ ഫിനോൾ. Then you can consider this as a right, no, first one as a right statement. ഇനി രണ്ടാമത്തേലേക്ക് നോക്കാം. രണ്ടാമത്തെ എന്താണ്? പിക്രിക് ആസിഡ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് കോൺസെൻട്രേറ്റഡ് HNO3 വിത്ത് ഫിനോൾ 2,4 ഡൈസൾഫോണിക് ആസിഡ്. മക്കളെ, ഇത് നമ്മളുടെ പിക്രിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞതിന് ശേഷം അതിൻ്റെ താഴെ NCERT പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടും ശരിയാണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ, നോക്കണേ, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ട്രൂ. Okay, next question. What is next question? Which of the following is a metamer of the following compound? നമ്മൾ ഈ കോമ്പൗണ്ടിനെ കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ മെറ്റാമർ ആയിട്ട് അല്ലേ, മെറ്റാമർ എന്ന് പറയുമ്പോൾ അപ്പുറത്തുള്ള ആളും ഇപ്പുറത്തുള്ള ആളുടെയും എന്തായിരിക്കണം? ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും, ബൈ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആൾക്കാർ വ്യത്യസ്തമായിരിക്കണം. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ദിസ് ഈസ് ഓർ ബൈ ഫങ്ഷണൽ ഗ്രൂപ്പ്, ദിസ് ആർ അമൈഡ് ഗ്രൂപ്പ് അല്ലേ. ആൻഡ് ഇവിടെ തന്നിരിക്കുന്ന ആൾ നിങ്ങൾ നോക്കൂ, ബെൻസീനാണ്. ഇപ്പുറത്ത് സിയോട് കണക്ട് ചെയ്ത ആരാണ്? ഇങ്ങേരാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തത് ഇതെടുക്കാൻ പറ്റില്ല. കാരണം അപ്പുറം ഇപ്പുറം എന്ത് തന്നെയാണ്? ബെൻസീൻ റിംഗ് ആണ്. ഇനി നമുക്ക് ഒരിക്കലും ഇതും എടുക്കാൻ പറ്റില്ല. കാരണം അപ്പുറം ഇപ്പുറം എന്താണ്? സൈക്ലോ ഹെക്സേൻ ആണ്. ഇനി നമ്മുടെ കയ്യിലുള്ള ഓപ്ഷൻസ് അല്ലേ, നോക്കൂ, NHൻ്റെ അടുത്ത് നേരത്തെ ബെൻസീൻ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ NHൻ്റെ അടുത്ത് എന്ത് വരികയാണ്? സൈക്ലോ ഹെക്സേൻ വരികയാണ്. അതുപോലെ സിയോൻ്റെ അടുത്ത് ആര് വരികയാണ്? ബെൻസീൻ വരികയാണ്. സോ യുവർ ആൻസർ ഈസ് സി. ഓക്കെ, ഇനി ബി വരുമോ? ബി ഒരിക്കലും വരില്ല. കാരണം ബി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ആ തന്നിരിക്കുന്ന കോമ്പൗണ്ട് തന്നെയല്ലേ ബി. അപ്പോൾ പിന്നെ അത് കിട്ടേണ്ട കാര്യമില്ലല്ലോ. നെക്സ്റ്റ് കഥയിലേക്ക് വരാം. നോക്കൂ, 9.3 gram ഓഫ് അനലിൻ ഈസ് ട്രീറ്റഡ് വിത്ത് എക്സസ് ഓഫ് NaNO2 ആൻഡ് HCl. മക്കളെ, ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് 9.3 gram ഓഫ് അനലിൻ. അതിന് നമ്മൾ എന്ത് നടത്തി? NaNO2 HCl എന്ന് പറഞ്ഞാൽ ഡൈസോട്ടൈസേഷൻ റിയാക്ഷൻ നടത്തി. എന്നിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്തു? ഫിനോളുമായിട്ട് ട്രീറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ കപ്ലിംഗ് റിയാക്ഷൻ നടത്തി. വാട്ട് വിൽ ബി ദ വെയ്റ്റ് ഓഫ് ദി ഫൈനൽ പ്രൊഡക്റ്റ് യു ഗോട്ട് ഇറ്റ്? അപ്പം നമ്മൾ ഇവിടെ എഴുതേണ്ട റിയാക്ഷൻ ഇങ്ങനെയാണ്. ഏറ്റവും ആദ്യം നമ്മുടെ കയ്യിലുള്ളത് ബെൻസീൻ റിങ്. ആ ബെൻസീൻ റിങ്ങിൽ ഇവിടെ ഒരു NH2 വന്നു അല്ലേ. ഈ NH2 നിങ്ങൾ ഡൈസോട്ടൈസേഷൻ നടത്തുകയാണ്. NaNO2 ആൻഡ് HCl. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കിട്ടിയ കോമ്പൗണ്ട് വി ഗോട്ട് N അല്ലേ, ട്രിപ്പിൾ ബോണ്ട് N പ്ലസ് Cl മൈനസ് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിലേക്ക് നമ്മൾ ഫിനോളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മക്കളെ, ഫിനോളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം വാട്ട് വിൽ ഹാപ്പൻ ദെയർ? ഡൈസോട്ടൈസേഷൻ നടന്നു. ഡൈസോട്ടൈസേഷൻ നടന്ന് നമുക്കിനി ഡൈ ഫോർമേഷൻ ആണ് നടക്കുക. സോ ഡൈ ഫോർമേഷൻ നോക്കൂ, ഡൈ ഫോർമേഷൻ നടന്നാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇപ്രകാരമാണ്. See, we have N, double bond, N, single bond, benzene ring അല്ലേ, OH. ഇതിനെ നമ്മൾ വിളിച്ച പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓറഞ്ച് ഡൈ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ആദ്യത്തെ അനിലിനാണ് അല്ലേ, അനലിൻ്റെ 1 മോൾ അനലിനാണ് നിങ്ങൾ എടുത്തതെങ്കിൽ നിങ്ങൾ 1 മോൾ ഫിനോളുമായി റിയാക്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഈ കോമ്പൗണ്ട് എത്രയായിരിക്കും? 1 മോൾ ആയിരിക്കും. ഇവിടെ അനലിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 23 ഗ്രാമാണ്. 93 ഗ്രാമാണ്. അനലിൻ ഈസ് 93 ഗ്രാം. ഇവിടെ തന്നിരിക്കുന്നത് 9.3 ഗ്രാമാണ്. സോ 9.3 ഗ്രാം ഡിവൈഡഡ് ബൈ 93 മീൻസ് 0.1 മോൾ അല്ലേ. അപ്പോൾ ഇയാൾ 1 മോൾ ആയപ്പോൾ ഇവിടെ കിട്ടിയത് 1 മോളാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 0.1 മോൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അവസാനം കിട്ടേണ്ട എത്ര തന്നെയാണ്? 0.1 മോൾ തന്നെയാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. സോ വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് 0.1 മോൾ? അപ്പോൾ നമ്മൾ ആരുടെ വെയിറ്റ് കാണണം? തന്നിരിക്കുന്ന ഓറഞ്ച് ഡൈൻ്റെ വെയിറ്റ് കാണണം. മക്കളെ, ഓറഞ്ച് ഡൈൻ്റെ വെയിറ്റ് ഓൾമോസ്റ്റ് 19.6 19.7 വരും അല്ലേ. അല്ല, ഓറഞ്ച് ഡൈൻ്റെത് 196 സംതിങ് വരും. അപ്പോൾ 196ൻ്റെ കൂടെ നമ്മൾ 0.1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.1 ഇൻറ്റു 196 ബിക്കംസ് 19.6. 19.6 നമുക്ക് ന്യൂമറിക്കൽ ഡിജിറ്റ് ആയിട്ട് എത്ര ആൻസർ എഴുതാതെ 20 നമുക്ക് എഴുതാം. മുന്നോട്ടേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഇൻ ലൈമൻ ആൻഡ് ബാമർ സീരീസ് ഫോർ ഹൈഡ്രജൻ ആറ്റം. നിങ്ങൾ നേരത്തെ ഫിസിക്സിൻ്റെ ഡിസ്കഷൻ കണ്ടിട്ടുണ്ടാവും, അതിലും ഇതേപോലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഓക്കെ, എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ വാട്ട് അബൌട്ട് അവർ ഓപ്ഷൻസ്? ആദ്യം ഷോർട്ടസ്റ്റ് ആണ്.
അപ്പോൾ കാര്യം എളുപ്പമായി, കാരണം ഇൻഫിനിറ്റി എന്ന് വരുന്ന ആളാണ് ഷോർട്ടസ്റ്റ് അല്ലേ. ലൈമൻ പിന്നെ ആരാണ്? ബാമർ. അപ്പോൾ രണ്ടും ഞാൻ എഴുതാമാണ്. ആദ്യത്തത് 1/1 ലാംഡ ലൈമൻ. 1 ലാംഡ ലൈമൻ ഇസ് ഈക്വൽ ടു 1/RH. I can write. അല്ലേ. ആൻഡ് 1 ലാംഡ ബാമർ ഇസ് ഈക്വൽ ടു 1/RH ഇൻറ്റു വാട്ട് കംസ് ദെയർ 1/2 സ്ക്വയർ. 1/2 സ്ക്വയർ എത്രയാ? 4 അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാംഡ എൽ ഈസ് ഈക്വൽ ടു RH ആൻഡ് ലാംഡ ബി ഈസ് ഈക്വൽ ടു വാട്ട് കംസ് ദെയർ 4 ഇൻറ്റു ഇവിടെ RH എന്നാണ് കുട്ടികൾ. ദിസ് RH and this also RH. Okay, and here 1/RH. Here also what comes 1/RH. അപ്പോൾ ഏതായാലും 1/RH 1/RH പോയി അല്ലേ. നമ്മൾ ആൻസർ എന്ത് വരും? 1/4 will come as the answer. Option A will come as the answer. അടുത്തത് ഫൈൻഡ് ഔട്ട് ദ റേഷ്യോ ഓഫ്, നോക്കണേ ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഫൈൻഡ് ഔട്ട് ദ റേഷ്യോ ഓഫ് T99.9 to T90%. അപ്പം നമ്മളോട് അവർ ചോദിച്ചത് T99.9 T90. എന്നാൽ ചില കുട്ടികൾ പറയുന്നുണ്ട് സാർ അത് T99 എന്താണ് 90 ആണ് ചോദിച്ചതെന്ന്. അപ്പോൾ ഏതായാലും നമുക്ക് രണ്ടിൻ്റെ ആൻസർ എഴുതി പോകാം. നോക്കൂ, ഇപ്രകാരം നമുക്ക് T99.9 ഡിവൈഡഡ് ബൈ T90 ആണെങ്കിൽ നിങ്ങളുടെ ആൻസർ log 10⁻³ ഡിവൈഡഡ് ബൈ log 10⁻1 എന്ന് പറഞ്ഞാൽ 3/1. സിമിലർലി സപ്പോസ് ഇഫ് യു ഹാവ് T99 ഡിവൈഡഡ് ബൈ T90 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ log 10⁻² ഡിവൈഡഡ് ബൈ log 10⁻1. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ 2/1. അപ്പോൾ ഏതാണ് ഷുവർ ഇല്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ വി ക്യാൻ തിങ്ക് ഓഫ്. നെക്സ്റ്റ് കഥയിലേക്ക് നമ്മൾ പോകുന്നു. നോക്കൂ, ഡെൻസിറ്റി ഓഫ് എക്സ് മോളാർ സൊല്യൂഷൻ. നോക്കൂ, ഡെൻസിറ്റി ഓഫ് എക്സ് മോളാർ സൊല്യൂഷൻ അല്ലേ. അയാളുടെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, പിന്നെ മൊളാരിറ്റി തന്നിട്ടുണ്ട്. വാട്ട് വി നീഡ് ടു ഫൈൻഡ് ഔട്ട്? വി നീഡ് ടു ഫൈൻഡ് ഔട്ട് മൊളാരിറ്റി. നോക്കൂ, നമ്മൾ ക്ലാസ്സിൽ ഇതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ വാട്ട് ദ ഇക്വേഷൻ? വി ക്യാൻ റൈറ്റ് ഡയറക്ട്ലി മൊളാരിറ്റി ഈസ് ഈക്വൽ ടു അല്ലേ 1000 ഇൻറ്റു വാട്ട് കംസ് ഡി ഇൻറ്റു എം ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് നെക്സ്റ്റ് 1000 പ്ലസ് എം ഇൻറ്റു എം ബി. ദിസ് ദ ഇക്വേഷൻ വാട്ട് വി സ്റ്റഡി. അങ്ങനെയാണെങ്കിൽ കുട്ടികളെല്ലാവരും നോക്കുക, 1000 ഇൻറ്റു ഡെൻസിറ്റി ഈസ് ദെയർ 1.12, മൊളാലിറ്റി ഈസ് ദെയർ 3 ഡിവൈഡഡ് ബൈ 1000 പ്ലസ് അല്ലേ മൊളാലിറ്റി എത്രയാണ്? 3 ആണ്. 3 ഇൻറ്റു മോളിക്കുലർ മാസ്. വാട്ട് ഈസ് മോളിക്കുലർ മാസ്? മോളിക്കുലർ മാസ് സോഡിയം ഹൈഡ്രോക്സൈഡ് 340. സോ വി റോട്ട് ലൈക്ക് ദിസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്നത് 1120 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 1120. ദിസ് ക്യാൻസൽ. വാട്ട്സ് യുവർ ആൻസർ ദെയർ? 3 അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വാട്ട് ഈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ദ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ അല്ലേ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Z²/n³. നെക്സ്റ്റ് പോയിന്റ്, in a container equal number of molecules അല്ലേ, അവിടെ എന്ത് ചെയ്യുന്നു? H2ഉം I2ഉം റിയാക്ട് ചെയ്ത് നമുക്ക് HI കിട്ടുന്നു. അപ്പോൾ ഈക്വൽ നമ്പർ ഓഫ് റിയാക്ടൻസും മോളിക്യൂൾസും ആണല്ലോ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്ന് എഴുതാം. എല്ലാവരും നോക്കുക, H2 പ്ലസ് വാട്ട് നെക്സ്റ്റ് I2 റിവേഴ്സിബിളി ഗീവ്സ് വാട്ട് വി ഗെറ്റ് 2HI അല്ലേ. മക്കളെ, ഇയാളുടെ എമൗണ്ട് എല്ലാം ഈക്വൽ ആയാൽ ഇയാളുടെ എമൗണ്ട് 1 ആണെന്ന് വിചാരിക്കുക, ഇയാളുടെ എമൗണ്ടും 1, ഇയാളുടെ എമൗണ്ടും 1, അല്ലെങ്കിൽ യു ക്യാൻ തിങ്ക് ഓഫ് 2, ഡസൻറ്റ് മാറ്റർ. സോ വാട്ട് വിൽ ഗെറ്റ് KC ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 1 വിച്ച് ഈസ് ഈക്വൽ ടു 1. പക്ഷെ മക്കളെ, അവർ പറഞ്ഞിരിക്കുന്നത് എന്തിൻ്റെ പവർ ആയിട്ടാണ്? നോക്കൂ, 10⁻⁻1 ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 10 ഇൻറ്റു 10⁻⁻1. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, 0.3 മോളാർ. ഇത് കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കുട്ടികളെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് പോകുന്ന ആൾക്കാർ ആരാണോ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നത് അല്ലെങ്കിൽ പിന്നീട് കാണുന്നത്, അവർ ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പോവുക. കാരണം ഇതേ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് നേരത്തെ തന്നെ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. എ 0.3 മോളാർ അക്വസ് സൊല്യൂഷൻ ഓഫ് AB ഡിസോസിയേറ്റ് ആസ് ഫോളോസ് അല്ലേ. എന്നിട്ട് അവർ KC തന്നിട്ടുണ്ട്. വാട്ട് ഈസ് KC? 1.2. മക്കളെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ട ജോലി എന്തെന്ന് പറഞ്ഞാൽ KC എന്ന സംഭവത്തിൽ നിന്നും KC ഈസ് ഈക്വൽ ടു നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് C⁴². ഓക്കെ, so you can find out the value. KC is given already there. Okay, so KCന്റെ വാല്യൂ അവിടെ തന്നിട്ടുണ്ട് 1.2 into 10⁻⁻5. Similarly, concentration C is given 0.03. മക്കളെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആൽഫ കാണാം. ആൽഫ വിൽ ബി ഈക്വൽ ടു ആൽഫ അല്ല, നമുക്ക് I വാല്യൂ കാണാം. അപ്പോൾ ആൽഫ ഇവിടെ നിങ്ങൾ കണ്ടെത്തുക.
അപ്പോൾ നിങ്ങൾ ഐ വാല്യൂ കാണുകയാണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ പ്ലസ് 2 ആൽഫ വിച്ച് വിൽ ബി ഈക്വൽസ് 1 പ്ലസ് ആൽഫ, ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 1.02 ഓൾമോസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഐൻ്റെ വാല്യൂ കിട്ടി. ഈ ഐൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം പൈ എങ്ങനെയാണ് കാണുക? പൈ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു സി ഇൻറ്റു ആർ ഇൻറ്റു ടി. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഐ? ഐ ഈസ് ഈക്വൽ ടു 1.02 ആൻഡ് സി 0.03 ആൻഡ് ആറിൻ്റെ വാല്യൂ 0.082 ആൻഡ് ടെമ്പറേച്ചർ ഈസ് 300. നമുക്കറിയാം ഇതിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് 25 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാട്ട് യു ഗെറ്റ്? ഓൾമോസ്റ്റ് 0.75 മുകളിലേക്ക് വരും. 0.75 മുകളിലേക്ക് വന്നാൽ നിങ്ങൾ ആൻസർ ഓൾമോസ്റ്റ് ഇറ്റ്സ് ഈക്വൽസ് 1. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കൂ, നെക്സ്റ്റ് നമ്പർ ഓഫ്, നോക്കൂ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ടെന്ന കാര്യം മറക്കരുത്. നമ്പർ ഓഫ് മോളിക്യൂൾസ് വിച്ച് ക്യാൻ ഷോ ഹൈഡ്രജൻ ബോണ്ടിങ്, CH3OH, വാട്ടർ, പിന്നെ ഇയാൾ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്, HF, അമോണിയ. So in this, how many can show? Your answer is 5. Next question. List, match the first one with match the second one. Makla, ammonium. Ammonium is tetrahedral. Next, SF4. SF4 is seesaw. Next, BRF3. BRF3 is bend T shape. BRO3 minus pyramidal. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യുക? മാച്ച് ചെയ്യുക. നോക്കൂ, അപ്പം നമ്മൾ ആൻസർ എടുക്കുകയാണെങ്കിൽ A ഈക്വൽസ് 2, A2 വരുന്ന B1 വരുന്ന ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട് വിൽ അബ്സോർബ് ലൈറ്റ് അറ്റ് മോർ ഫ്രീക്വൻസി? മോർ ഫ്രീക്വൻസി മീൻസ് മോർ എനർജി. മോർ എനർജി മീൻസ് യുവർ ആൻസർ ഈസ് CrCN6. കാരണം CN ഈസ് വൺ ഓഫ് ദ സ്ട്രോങ് ലിഗൻഡ്, സോ ഇറ്റ് വിൽ ഗീവ് മാക്സിമം സ്പ്ലിറ്റിംഗ്. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ വിച്ച് ആർ ലാന്തനോയിഡ്സ്. മക്കളെ, ലാന്തനോയിഡ്സ് ആരെല്ലാം? ഓക്കെ, ലാന്തനോയിഡ്സ് ആരെല്ലാം? ഉറപ്പായും ഞാൻ ലാന്തനത്തിന് കൗണ്ട് ചെയ്യില്ല. ലാന്തനം ഒരു ലാന്തനോടെല്ലാം NCERT പറഞ്ഞിട്ടുണ്ട്. സോ ഐ വിൽ ഗോ വിത്ത് റിമൈനിങ് ആൾക്കാർ. സോ നിയോഡിമിയം, പ്രൊമിത്തിയം, ഓക്കെ, ലുട്ടീഷ്യം, യൂറോപ്പിയം, ആൻഡ് ഗഡോലിനിയം. കാഡ്മിയം ഇല്ല. സോ യു ഹാവ് ഐഡൻറ്റിഫൈ വിച്ച് ആർ ലാന്തനോയിഡ്സ്. നെക്സ്റ്റ് നോക്കൂ, KMnO4 ഓക്സലേറ്റുമായിട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആരെ കിട്ടിയിടെ? Mn2+ കിട്ടി. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് Mn2+? നോക്കണേ എല്ലാവരും. Mn മീൻസ് യു നോ D5S2 and here we have Mn2+. Mn2+ means D5. How many unpaired electrons are there? We have 5 unpaired electrons are there. If 5 unpaired electrons are there, magnetic moment will be 5 point something. So your answer is 6. 5 ആണെങ്കിൽ unpaired electron magnetic moment near to 6. 4 unpaired electrons angle magnetic moment near to 5. Next, the sum of magnetic moment of basic and amphoteric oxide, CRO. You can see that CRO is a basic one. And CR2O3 is amphoteric. And CRO3 is acidic. ഒരു നമ്മോട് ചോദിച്ചത് ഫസ്റ്റ് വണ്ണും ബേസിക്കും അതുപോലെ ആംഫോട്രിക്കിൻ്റെ കാര്യം ചോദിച്ചത്. സോ ബേസിക് CR+2, CR2O3യിൽ CR+3, CR+3 is D3, CR+2 is the D4 അല്ലേ? D4 ആണ് വരുന്നതെങ്കിൽ 4 അൺപെയ്ഡ് ഇലക്ട്രോൺ വരും. 4 അൺപെയ്ഡ് ഇലക്ട്രോൺ ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് 5 ആയിരിക്കും. CR3+ D3 ആണ്, 3 അൺപെയ്ഡ് ഇലക്ട്രോൺ വരും. 3 അൺപെയ്ഡ് ഇലക്ട്രോൺ വന്നാൽ മാഗ്നറ്റിക് മൊമെന്റ് 4 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ യുവർ ആൻസർ 5 + 4 is equal to 9. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് കഴിഞ്ഞതിലും ചോദിച്ചാണ്. sp3d2, സോ ഒക്ടാഡ്രൽ ഓൺലി അല്ലേ? ഒക്ടാഡ്രൽ ഓൺലി. നെക്സ്റ്റ് sp3 ടെട്രാഹൈഡ്രൽ. നെക്സ്റ്റ് dsp2 സ്ക്വയർ പ്ലാനാർ, sp3d ട്രൈഗണൽ പ്ലാനാർ. ഓക്കെ, അപ്പോൾ ആൻസറും പറയുന്നില്ല, നിങ്ങൾ മാച്ച് ചെയ്താൽ മതി. നെക്സ്റ്റ്, ഗാലിയം ഈസ് യൂസ്ഡ് ഫോർ ഹൈ ടെമ്പറേച്ചർ തെർമോമീറ്റർ അല്ലേ? ശരിക്കും ഇങ്ങനെയല്ല ക്വസ്റ്റ്യൻ ഇപ്രകാരമാണ്. ഗാലിയത്തിന് വളരെ ലോവർ മെൽറ്റിംഗ് പോയിന്റ് ആണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഹൈ ടെമ്പറേച്ചർ തെർമോമീറ്റർ എന്ന രീതിയിലാണ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തത്, ഗാലിയം ക്യാൻ മെഷർ 256 Kelvin ടെമ്പറേച്ചർ. നോക്കൂ, ഗാലിയം എപ്പോഴാണ് ലിക്വിഡായിട്ട് നിൽക്കുന്നത് 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ നിന്ന് തുടങ്ങി. അതായത് 303ൽ തുടങ്ങി ഓൾമോസ്റ്റ് 2000 വരെയാണ് അയാൾ എന്ത് ചെയ്യുന്നത്? ലിക്വിഡായിട്ട് നിൽക്കുന്നത്. അവിടെ മാത്രമുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ അയാൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരിക്കലും 256ലുള്ള ടെമ്പറേച്ചർ ഇയാൾക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, സെക്കൻഡ് വൺ ഈസ് ഫോൾസ്. നെക്സ്റ്റ്,
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ എക്സോതെർമിക്? മക്കളെ എക്സോതെർമിക് നോക്കൂ, നമ്മൾ പീരിയോഡിക് പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ള ആൾക്കാർ ആരെല്ലാം? നൈട്രജൻ പോസിറ്റീവാണ്, ഓക്സിജന്റെ സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവാണ്, ബെർലിയം പോസിറ്റീവാണ്. ഇതൊന്നും അല്ലാത്തൊരൊറ്റ വ്യക്തി മാത്രമേ നമുക്കുള്ളൂ, അയാൾ മാത്രം എക്സോതെർമിക് ആയിരിക്കും, ബാക്കിയുള്ള എല്ലാവരും എന്തായിരിക്കും? എൻഡോതെർമിക് ആയിരിക്കും. സോ നമ്മൾ ആൻസർ ഇൻ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്നാണ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചത്. വാട്ട് ഈസ് ദ ഓപ്ഷൻ ദെയർ? നോക്കാം നമുക്ക്. ഡയലൂഡ് HCl, ഡയലൂഡ് HCl നമുക്കറിയാം ഗ്രൂപ്പ് 2 നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സോ ഇറ്റ് ഈസ് ഡയറക്റ്റ് എന്ത് തന്നെയാണ്? Pb2+ ആണ്. നെക്സ്റ്റ് അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ് Al3+ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ മാച്ച് ചെയ്യുമ്പോൾ ബാക്കി നമുക്ക് അവിടെ ആൻസർ കിട്ടും. സോ ഡെഫിനറ്റ്ലി ക്യാൻ സീ ദാറ്റ് ഓപ്ഷൻ 1 വിൽ കം ആസ് ദ ആൻസർ. ഓക്കെ, താങ്ക് യു. നൗ വി ക്യാൻ ഗോ വിത്ത് മാത്സ് ഡിസ്കഷൻ. ഓക്കെ, ഹായ് മക്കളെ. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്സ് ഡിസ്കസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2-3 അല്ലെങ്കിൽ 2 ദിവസമായിട്ട് അല്ലെങ്കിൽ 2-3 പേപ്പറുകളിൽ നമ്മൾ എങ്ങനെയാണോ ക്വസ്റ്റ്യൻസ് കണ്ടത് ആ ഒരു പാറ്റേണിൽ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് കാണാൻ പറ്റും അല്ലേ? അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് പഠിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ചില ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ആ ചാപ്റ്റേഴ്സിൽ നിന്നുമൊക്കെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള ചാപ്റ്ററുകളിൽ ഒന്നായിരുന്നു ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ നിന്നും നമുക്ക് ഇന്നത്തെ രാവിലത്തെ സെഷനിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ആ 4 ക്വസ്റ്റ്യൻസും ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ കാര്യമായിരുന്നു. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നൊക്കെ നമുക്കറിയാം അല്ലേ? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറൊക്കെ എടുത്തിട്ട് ചെയ്യുന്ന മെത്തേഡ് നമുക്കറിയാം. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിരുന്നു ചോദിച്ചിരുന്നത്. അതുപോലെ തന്നെ 3D ജോമെട്രിയിൽ നമ്മൾ പറയാറുള്ളതാണ് നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള കുറേയധികം ക്വസ്റ്റ്യൻസ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു 15 ക്വസ്റ്റ്യനിൽ കൂടുതൽ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് പിക്ക് ചെയ്യുക, അത് എഴുതുക. അപ്പോൾ ഇനി അടുത്ത സെഷൻസൊക്കെ എഴുതാൻ പോകുന്നവർക്ക്, അതായത് അടുത്ത ദിവസങ്ങളിൽ എഴുതാൻ പോകുന്നവർ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഈ പ്രീവിയസ് ഇപ്പോൾ നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എടുത്ത് ഒന്ന് പരിശോധിച്ചാൽ ശരിക്കും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ മക്കളെ, നമുക്ക് സമയം കളയേണ്ട. ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലത്തെ ഈവനിങ് സെഷനിലുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഒരു പാറ്റേണൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് വന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ കാണാൻ പറ്റും. നോക്കി ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കി. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ കാര്യം മനസ്സിലാകും. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുമുണ്ട് ക്ലാസ്സിൽ അല്ലേ? എന്തായാലും നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത്. 50th വേർഡാണ് വേണ്ടത് അല്ലേ? എങ്ങനെയുള്ളതാണ്? in the dictionary using the letters B, B, H. ശരിയല്ലേ? യെസ്. അപ്പോൾ നമുക്ക് 50th വേർഡാണ് വേണ്ടത്. അപ്പോൾ നോക്കിയതാ ഇവിടെ തന്നിരിക്കുന്ന ലെറ്റേഴ്സ് നോക്കിയേ, 2 ബികൾ HJO ആണല്ലോ. അപ്പോൾ ഇത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെയാണ് ഓൾറെഡി അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ലെറ്റേഴ്സിനെ നമ്മൾ പല രീതിയിൽ റീഅറേഞ്ച് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം വരുന്നതൊക്കെ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ആയിരിക്കും. ഉറപ്പല്ലേ? ആദ്യം വരുന്നതൊക്കെ ഉറപ്പായിട്ടും ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ ഞാൻ ബി വെച്ചാൽ ഇനി 4 പൊസിഷൻസും കൂടി എനിക്ക് എന്ത് ചെയ്യാനുണ്ട്? ഫില്ല് ചെയ്യാനുണ്ട്. ഈ 4 പൊസിഷൻസ് ഫില്ല് ചെയ്യാനായിട്ട് ഈ 4 ലെറ്റേഴ്സ് അല്ലേ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ 4 ലെറ്റേഴ്സിന് ഈ 4 പൊസിഷൻസിൽ എനിക്ക് 4 ഫാക്ടോറിയൽ അഥവാ 24 വൈസിൽ എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാൻ പറ്റും. ഉറപ്പല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തതായിട്ട് വരുന്നത് എച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡുകളായിരിക്കില്ലേ? എച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡുകളാണെങ്കിൽ വീണ്ടും ഇനി ഫസ്റ്റ് പൊസിഷനിൽ ഞാൻ എച്ച് വെച്ചു. അപ്പോൾ ഇനി ബാക്കിയുള്ള 4 പൊസിഷൻസ് എനിക്ക് ഫില്ല് ചെയ്യാനുണ്ട്. ഈ 4 പൊസിഷൻസ് ഫില്ല് ചെയ്യാൻ എച്ച് ഒഴിച്ച് ബാക്കിയുള്ള 4 ലെറ്റേഴ്സ് അല്ലേ യൂസ് ചെയ്യാൻ പറ്റുക. എഗെയിൻ 4 ലെറ്റേഴ്സ് ഉള്ളത് കൊണ്ട് എനിക്കിതിനെ 4 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം.
പക്ഷെ അത് നോക്കിയേ മക്കളെ, അതിനകത്ത് 2 ലെറ്റേഴ്സ് ഐഡൻറ്റിക്കലാണ് അല്ലേ, 2 ബികൾ ഒരേപോലെയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ കൊടുക്കണമല്ലോ. അപ്പോൾ നമുക്കത് 12 എന്നാണ് കിട്ടുന്നത്. ശരിയല്ലേ? ഇനി അടുത്തതായിട്ട് ജെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡുകളായിരിക്കുമല്ലോ വരുന്നത് അല്ലേ. അപ്പോൾ വീണ്ടും ഫസ്റ്റ് പൊസിഷനിൽ ഞാൻ ജെ വെച്ചു. അപ്പോൾ ബാക്കിയുള്ള 4 പൊസിഷൻസ് എനിക്ക് എഗെയിൻ 4 ഫാക്ടോറിയൽ വേസിൽ എന്ത് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്യാൻ പറ്റും. ശരിയാണല്ലോ. പക്ഷെ അവിടെയും 2 ബികൾ വന്നിട്ടുള്ളത് കൊണ്ട് ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ വേണം. അപ്പോൾ വീണ്ടും 12 അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര വേർഡ്സ് കിട്ടിയിട്ടുണ്ട്, ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 48 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്ത 49th വേർഡ് അതായിരിക്കും. 49th വേർഡ് എന്ത് കിട്ടും? അപ്പോൾ ബിയിൽ തുടങ്ങുന്ന എല്ലാമായി, എച്ചിൽ തുടങ്ങുന്ന എല്ലാമായി, ജെയിൽ തുടങ്ങുന്ന എല്ലാമായി. ഇനി ബാക്കിയുള്ളത് ഓ ആണല്ലോ. അപ്പോൾ ഓയിൽ തുടങ്ങുന്ന വേർഡല്ലേ വരുന്നത്. ഓയിൽ തുടങ്ങുന്ന ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ബാക്കിയുള്ളതൊക്കെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതണം. ശരിയല്ലേ? അപ്പോൾ ബി, ബി, എച്ച്, ജെ. ശരിയാണല്ലോ. അപ്പോൾ ഇതാണ് 49th വേർഡ്. ഇനി അടുത്തത് 50th വേർഡല്ലേ വേണ്ടത്. 50th വേർഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്ത വേർഡ്. അപ്പോൾ ഓയിൽ തന്നെ തുടങ്ങുന്നതാണ്. ബി, ബി ഒക്കെ ലാസ്റ്റ് 2 ലെറ്റേഴ്സ് ജസ്റ്റ് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്താൽ പോരെ. അപ്പോൾ 50th വേർഡായിട്ട് നമുക്ക് കിട്ടുന്നത് ഏതാ? ഒ, ബി, ബി, ജെ, എച്ച് എന്ന് വരുന്നതാണ്. ഓപ്ഷൻ എയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ശരിയാണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. മാട്രിക്സിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു മാട്രിക്സ് എ തന്നിരിക്കുന്നു. ശരിയാണല്ലോ. എന്നിട്ട് ബി എന്ന് പറയുന്ന മാട്രിക്സിനെ പറ്റി നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ബി എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന മാട്രിക്സിൻ്റെ കോഫാക്ടർ മാട്രിക്സ് ആണ്. ശരിയല്ലേ? പക്ഷെ നമുക്കറിയാം ഈ കോഫാക്ടർ മാട്രിക്സ് എന്ന് പറയുന്നത് അഡ്ജോയിൻ്റ് ഓഫ് എയുടെ ട്രാൻസ്പോസ് ആയിരിക്കുമല്ലോ. കോഫാക്ടർ മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴല്ലേ അഡ്ജോയിൻ്റ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഡ്ജോയിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നതും കോഫാക്ടർ മാട്രിക്സ് ആയിരിക്കില്ലേ. അപ്പോൾ ബി എന്ന് പറയുന്ന മാട്രിക്സ് ശരിക്കും അഡ്ജോയിൻ്റ് എയുടെ ട്രാൻസ്പോസ് ആണെന്ന് കാണാൻ പറ്റും. ഉറപ്പല്ലേ മക്കളെ? അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻറ്റ് ബി എന്ന് പറയുന്നത് അഡ്ജോയിൻ്റ് എ ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻ്റ് ആയിരിക്കുമല്ലോ. നമുക്കറിയാം ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്താൽ അത് ആ മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് തന്നെയായിരിക്കില്ലേ. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് നമുക്കറിയാം. ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് റൈസ് ടു n-1 അല്ലേ. അല്ലേ? n ഇവിടെ 3 ആണല്ലോ. 3/3 മാട്രിക്സ് ആണല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ 3/3 - 1 എന്ന് പറഞ്ഞാൽ 2 കിട്ടും. ശരിയാണല്ലോ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി അല്ലേ. ഡിറ്റർമിനൻ്റ് എ ബിയെ നമുക്ക് ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ബി എന്ന് എഴുതാമല്ലോ. ശരിയല്ലേ? അതായത് ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു, ഇപ്പോൾ ഡിറ്റർമിനൻ്റ് ബിയെ ഞാൻ ഡിറ്റർമിനൻ്റ് എ സ്ക്വയർ എന്ന് എഴുതി വെച്ചിട്ടില്ലേ. അപ്പോൾ ഇത് ഡിറ്റർമിനൻ്റ് എ ദ ഹോൾ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിച്ച് അതിൻ്റെ ക്യൂബ് എടുത്താൽ പോരെ. അപ്പോൾ നമുക്ക് ആ ഡിറ്റർമിനൻ്റ് എ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ. ഡിറ്റർമിനൻ്റ് എ എന്ന് പറയുന്ന മാട്രിക്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കാം. ഞാനൊരു കാര്യം ചെയ്യുന്നു, ഫസ്റ്റ് കോളവും അതുപോലെ തേർഡ് കോളവും ഒന്ന് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് കുറേ കൂടെ സിമ്പിളായിട്ട് മാറും. ഫസ്റ്റ് കോളവും തേർഡ് കോളവും കൂടെ ആഡ് ചെയ്ത് ഫസ്റ്റ് കോളത്തിലേക്ക് എഴുതിയാൽ C1 ചേഞ്ചസ് ടു C1 + C3 എന്താ കിട്ടുക? ആൽഫ പ്ലസ് ആൽഫ. ആൽഫ പ്ലസ് ആൽഫ എന്ന് പറയുന്നത് 2 ആൽഫ. ശരിയല്ലേ? അപ്പോൾ 2 ആൽഫ. അതുപോലെ അടുത്തത് ബീറ്റ മൈനസ് ബീറ്റ 0, മൈനസ് ആൽഫ പ്ലസ് ആൽഫ 0 കിട്ടും. സെക്കൻഡ് കോളത്തിന് മാറ്റമില്ല, ആൽഫ ആൽഫ ആൽഫ. തേർഡ് കോളത്തിന് മാറ്റമില്ല, ആൽഫ മൈനസ് ബീറ്റ ആൽഫ. എക്സ്പാൻഡ് ചെയ്താലോ? ഫസ്റ്റ് കോളത്തിലൂടെ എക്സ്പാൻഡ് ചെയ്തേ. 2 ആൽഫ ഇൻറ്റു, ശരിയല്ലേ, ആൽഫ സ്ക്വയർ മൈനസ് ആൽഫ ബീറ്റ. അഥവാ എനിക്ക് 2 ആൽഫ ഇൻറ്റു ഒരാൽഫയും കൂടെ കോമൺ എടുക്കാമല്ലോ. അപ്പോൾ ആൽഫ സ്ക്വയർ ആകത്തില്ലേ. ഇത് ആൽഫ പ്ലസ് ബീറ്റ വരും. ഇതാണ് ഡിറ്റർമിനൻ്റ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് എയുടെ ക്യൂബാണല്ലോ. ശരിയല്ലേ? ദാ ഇവിടെ ഡിറ്റർമിനൻ്റ് എയുടെ ക്യൂബാണ്. അപ്പോൾ ഇതിൻ്റെ ക്യൂബ് എടുത്താൽ 2ൻ്റെ ക്യൂബ് 8 ആണ്. ആൽഫ സ്ക്വയറിൻ്റെ ക്യൂബ് ആൽഫ റൈസ് ടു 6 ആണ്. ദെൻ ആൽഫ പ്ലസ് ബീറ്റയുടെ ക്യൂബ് എന്ന് കിട്ടും. ദാ ഈ രീതിയിൽ ഓപ്ഷൻ സി അല്ലേ വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട് പ്രസാദ് സാർ വരുന്നുണ്ട്. അപ്പോൾ സാർ അപ്പോൾ മക്കളെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നോക്കി. എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ് അല്ലേ. നമുക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ നമ്മളെ
ഇതാ 3D വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ? 3D എന്താ ചോദിച്ചിരിക്കുന്നത്? ഇമേജ് അല്ലേ? ഇമേജ് ഓഫ് ദ പോയിന്റ് അല്ലേ? 857 ഇമേജ് അല്ലേ? വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ. ഏതാ ലൈൻ നോക്കിയേ? ദ ലൈൻ ഈസ് x-1/2. x-1/2 ഈസ് ഈക്വൽ ടു y+1/3 ഈസ് ഈക്വൽ ടു z-2/5 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 857 ഇമേജ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ദെൻ ഇമേജ് ഈസ് ഗിവൺ ബൈ ആൽഫ ബീറ്റ ഗാമ. ദെൻ ദ വാല്യൂ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജനറൽ പോയിന്റ് എടുത്തോ, ഇക്വേറ്റ് ടു ലാംഡ. നമ്മൾ ഈ പോയിന്റ് ഏതാ നോക്കുകയാണ്, അതായത് ഫൂട്ട് ഏതാ നോക്കുകയാണ്. ദാറ്റ് ഈസ് എക്സ് is equal to 2 ലാംഡ പ്ലസ് 1 അല്ലേ? ദെൻ വൈ is equal to 3 ലാംഡ മൈനസ് 1 ആൻഡ് സെഡ് is equal to 5 ലാംഡ പ്ലസ് 2. ഇതാണ് ആ ഫൂട്ട് വരുന്നത് അല്ലേ? ഇനി ആ ലൈൻ ഈ പോയിന്റ് പി ആണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് ക്യൂ അല്ലെങ്കിൽ ഈ പോയിന്റ് പി കൊടുക്കുകയാണെങ്കിൽ ആ പി ക്യൂ എന്ന് പറയുന്ന ലൈനിൻ്റെ ഡി ആർ എടുക്കുന്നു. ഡി ആർ പിന്നെ ഗിവൺ ലൈനിൻ്റെ ഡി ആർ എടുക്കുന്നു. രണ്ട് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് കണ്ടീഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ദെൻ നമ്മൾ ഡി ആർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ലാംഡ പ്ലസ് 1 മൈനസ് 8 എന്ന് പറയുമ്പം ഇതിൻ്റെ ഡി ആർ എന്ന് പറയുന്ന സമയത്ത് ഡയറക്ഷൻ റേഷ്യോ 2 ലാംഡ മൈനസ് 7. ദെൻ അടുത്ത നോക്കിയേ 3 ലാംഡ മൈനസ് 6, 3 ലാംഡ മൈനസ് 6, 5 ലാംഡ പ്ലസ് 2 പ്ലസ് മൈനസ് 7 അല്ലേ? അപ്പോൾ 5 ലാംഡ മൈനസ് 5 ശരിയല്ലേ? ഗിവൺ ലൈൻ്റെ ഡി ആർ എന്താ നോക്കിയേ? 2, 3, 5 ആണ്. പെർപെൻഡിക്കുലർ ആയിരിക്കുമല്ലോ, ഇമേജിൻ്റെ കൺസെപ്റ്റ് അറിയില്ലേ? അപ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം 2 × 2 ലാംഡ, 2 × 2 ലാംഡ മൈനസ് 7, 2 × 2 ലാംഡ മൈനസ് 7 പ്ലസ് നോക്കിയേ 3 × 3 ലാംഡ മൈനസ് 6, 3 × 3 ലാംഡ മൈനസ് 6 പ്ലസ് 5 × 5 ലാംഡ മൈനസ് 7 അല്ലേ? അതെന്തായിരിക്കും? പെർപെൻഡിക്കുലറിൻ്റെ കണ്ടീഷൻ A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്കതിനെ ലാംഡ സോൾവ് ചെയ്തെടുക്കുകയാണെങ്കിൽ ലാംഡ ഇസ് ഈക്വൽ ടു 57/38. ദാറ്റ് ഈസ് ലാംഡ എന്ന് പറയുന്നത് ലാംഡേൻ്റെ വാല്യൂ നമുക്ക് 3/2 എന്ന് കിട്ടും. ആ 3/2 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ആ ഫൂട്ടിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റിൽ അപ്ലൈ ചെയ്ത് വെച്ചാൽ 2 × 3/2 പ്ലസ് 2 × 3/2 പ്ലസ് 1 അല്ലേ? അപ്പം നമുക്കത് എന്തായി വന്നു? 4 വന്നു അല്ലേ? 4. ദെൻ 3 × 3/2 മൈനസ് 1 എന്ന് പറയുമ്പോൾ 7/2. അടുത്തത് എന്ത് വന്നു? 19/2 എന്ന് വന്നു ലാംഡേൻ്റെ വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്കറിയാം ആ ഫുട്ട് എന്ന് പറയുന്ന എം എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ പി ക്യൂ എന്ന് പറയുന്നതിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ മിഡ് പോയിന്റ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൽഫ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും, ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു 2 എന്ന് വരും, ആൻഡ് ഗാമ ഈസ് ഈക്വൽ ടു 12 എന്ന് വരും. അപ്പോൾ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്ന റിഫ്ലക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, അതായത് ഇമേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദെൻ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 + 2 + 12 എന്താ വരിക നോക്കിയാൽ മക്കളെ? 14 വരും അല്ലേ? അപ്പം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇമേജ് എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കി പോകണം കേട്ടോ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നോക്കിയേ എത്ര സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ബൈനോമിയൽ തിയറത്തിൽ നിന്ന് ഫൈൻഡ് വിച്ച് ടേം ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടേം കണ്ടുപിടിക്കേണ്ട, എത്രാമത്തെ ടേം ആണ് കോൺസ്റ്റൻറ്റ് ടേം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ പോലെ തന്നെ നമുക്കതിൽ നിന്ന് എന്തെടുക്കാം? ജനറൽ ടേം എടുക്കാം. ജനറൽ ടേം എന്ന് പറയുന്നത് r+1th ടേം ആണെന്ന് നമുക്കറിയാം. സോ നമുക്ക് എഴുതാം 12CR 3⁻⁵/x ഹോൾ റൈസ് ടു 12 - r ഇൻറ്റു 2x/5⁻⁴ ഹോൾ റൈസ് ടു r ആണ് അല്ലേ? ഇനി നമുക്കതൊന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 12CR 3⁻⁵ ഇൻറ്റു 12 - r എന്ന് പറഞ്ഞാൽ 12 - r/5, പിന്നെ x⁻⁴ എന്താവും? 12 - r ആവും. അത് നേരെ ന്യൂമറേറ്ററിലേക്ക് എടുക്കുകയാണെങ്കിൽ x⁻⁴ എന്തായി? r - 12 എന്ന് നമുക്ക് എഴുതാം അല്ലേ? ദെൻ 2⁻r x⁻r ഡിവൈഡഡ് ബൈ എന്താ വരിക? ഡിവൈഡഡ് ബൈ 5⁻r/3 ശരിയല്ലേ? എക്സിൻ്റെ പവർ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 12CR
3⁻12 മൈനസ് ആർ ബൈ 5 ഇൻറ്റു 2⁻r/5/r/3. ഇനി എന്ത് ചെയ്യൂത, എക്സിൻ്റെ പവർ എക്സ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ നമ്മൾ അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ എന്താ വരിക, x⁻r−12 ഇൻറ്റു x⁻r എന്ന് പറയുകയാണെങ്കിൽ അവിടെ x⁻r+r എന്തായി, 2r ആയി. 2r−12 ആയി. ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സിൽ എന്തായിരിക്കണം മക്കളെ, ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സിൽ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സിൽ എക്സിൻ്റെ പവർ എന്തായിരിക്കണം, 0 ആയിരിക്കണം. അപ്പോൾ നമ്മൾ നോക്കൂ, 2r−12 എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അപ്പോൾ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 കിട്ടി. 6th ടേം അല്ല, നിങ്ങൾ തെറ്റിച്ചു പോകരുത്. കാരണം എന്താ, 6th ടേം അല്ല നമുക്ക് ഏത്, r+1th ടേം ആണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ അവിടെ 6 ആണ് വരിക. അപ്പോൾ 7th ടേം ആയിരിക്കും എന്ത്, കോൺസ്റ്റൻറ്റ് ടേം കേട്ടോ. ആറിൻ്റെ വാല്യൂ 6 ആവുന്ന സമയത്ത് r+1 എന്ന് പറയുമ്പോൾ 7th ടേം ആണ് കോൺസ്റ്റൻറ്റ് ടേം ആയിട്ട് വരിക. അപ്പോൾ ഇങ്ങനെയാണ് ബൈനോമിയൽ തിയറത്തിൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇനി നമുക്കൊരു 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ HM സാർ റെഡിയായി നിൽക്കുന്നുണ്ട്. സാറിന് നോക്കാം കേട്ടോ. താങ്ക് യു. സാറേ വരൂ. യെസ്, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതാ ഫസ്റ്റ് തന്നിരിക്കുന്നത് 4⁻1 + x + 4⁻1 - x. ഇതൊരു ടേമാണ്. അടുത്തെന്താണ്, k/2 ആണ്. അടുത്തത് 16⁻x + 16⁻− x എന്ന് പറയുന്ന ടേം ഉണ്ട്. ഇത് AP-യിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ AP-യിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, 2 ഇൻറ്റു ഈ നടുക്ക് കിടക്കുന്ന ആരാണ്, k/2 ആണ്. സോ 2 × k/2 = എന്താ നിങ്ങൾക്ക് അറിയാലോ, മറ്റതിൻ്റെ സം ആയിരിക്കും അല്ലേ, ബാക്കി 2 നമ്പേഴ്സിൻ്റെ എൻഡ് നമ്പേഴ്സിൻ്റെ സം ആയിരിക്കും. സോ 4⁻1 + x യെസ് പ്ലസ് 4⁻1 - x പ്ലസ് 16⁻x പ്ലസ് 16⁻− x. ശരിയല്ലേ? ABC AP-യിലാണെങ്കിൽ 2BC = A+C എന്നുള്ള ഫോമാണ്. സോ ഇവിടെ 2 ക്യാൻസൽ ചെയ്തു. സോ k = ഇനി ശ്രദ്ധിക്കുക, ഇവിടെ 4⁻1 + x നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 4 × 4⁻x എന്ന് എഴുതാം. ശരിയല്ലേ? അടുത്തതിന് നമുക്ക് 4 × 4⁻− x എന്ന് എഴുതാം. അതിന് നമുക്ക് 1/4⁻x എന്ന് എഴുതാം. പ്ലസ് ഇത് 16⁻x ആണ്, ഇവിടെ 1/16⁻x ആണ്. അവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. 16⁻x ഞാൻ -x ഞാൻ 1/16⁻x എന്ന് എഴുതി. സോ ദിസ് ഈക്വൽ ടു, ഇവിടെ നമുക്കൊരു 4⁻x കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 4നെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് 4⁻x പ്ലസ് 1/4⁻x. ശരിയല്ലേ? പ്ലസ് 16⁻x പ്ലസ് 1/16⁻x എന്നുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 4⁻x പ്ലസ് 1/4⁻x എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ്, 2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, k ഈസ്, ഇനി അത് മാറ്റുകയാണ്. അപ്പോൾ എന്താ മാറ്റം വരുന്നത് ശ്രദ്ധിച്ചോളൂ, k ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 × 2. ഈ ഗ്രേറ്റർ ദാൻ ഈക്വൽ വന്നാൽ മനസ്സിലായോ, 4 × 2 എന്ന് എഴുതിയിട്ടുണ്ട്. കാര്യം 4⁻x പ്ലസ് 1/4⁻x ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 ആണ്. ഫോർ എവരി x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. പ്ലസ് അതേപോലെ തന്നെയാണ് ഇതും ഒരു ടേം അതിൻ്റെ റെസിപ്രോക്കലാണ്. സോ ദിസ് ഓൾസോ എന്താണ്, അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ജോമെട്രിക് മീൻ എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് അതും ഗ്രേറ്റർ ദാൻ ഈക്വൽ 2 ആണ് വരിക. സോ നമ്മളവിടെ എന്ത് കൊടുക്കുന്നു, 2 എന്ന് എഴുതുന്നു. സോ 4 × 2 8 + 2 എന്ന് കിട്ടി. k ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 10 എന്ന് കിട്ടി. സോ k എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. സോ ദ മിനിമം വാല്യൂ ഓഫ് k എത്രയാണ് മക്കളെ, 10 ആണ് വരിക. സോ ആൻസർ ഈസ് 10. ക്ലിയർ ആണോ? ആൻസർ 10 ആയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. ഏരിയ ബൗണ്ടഡ് ബൈ y = -2 mod x ആൻഡ് y = x mod x ആണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് ആദ്യം ഒന്ന് വരയ്ക്കണം. സോ y = -2 mod x. നിങ്ങൾക്കറിയാം -2 mod x എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ് ഏകദേശം അതിൻ്റെ ഷേപ്പ് വരിക അല്ലേ. ദിസ് ഈസ് -2 mod x. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒറിജിൻ്റെ ലെഫ്റ്റിലേക്ക് x <0 ആകുന്ന സമയത്ത് ഈ ഗ്രാഫ് വരുന്നത് +2x ആയിരിക്കും. ഈ ഗ്രാഫ് വരുന്നത് y = എന്താ വരിക, ഈ ഗ്രാഫ് y = -2x ആയിരിക്കും. കാര്യം x <0 ആകുന്ന സമയത്ത് mod x എന്തായിട്ട് മാറും, -x ആയിട്ട് മാറും. അങ്ങനെ -2 × -x ബിക്കംസ് +2x, x <0 ആകുന്ന കേസിൽ. ഇനി നമുക്ക് y = x mod x ഉണ്ട്. x mod x-ൻ്റെ ഗ്രാഫ് എല്ലാവരും പഠിച്ചു വെക്കണം. x mod x-ൻ്റെ ഗ്രാഫ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയാണ് x mod x-ൻ്റെ ഗ്രാഫ് വരിക. സംതിങ് ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു പോർഷൻ്റെ ഏരിയ ആണ്. സോ ദിസ് ഈസ് ദ ഏരിയ ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ 2 കർവ്സ് അല്ലേ, ബൗണ്ടഡ് ബൈ 2 കർവ്സ്. അപ്പോൾ ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്കറിയാം. ഈ 2 കർവുകൾ തമ്മിൽ സോൾവ് ചെയ്താൽ മതി. y = 2x അതുപോലെ ഈ ഗ്രാഫ് എന്താ വരിക, ഈ അപ്പർ പാർട്ട് എന്ന് പറയുന്നത് y = x ഗ്രേറ്റർ ദാൻ 0 എന്ന കേസിൽ ഇത് x² ആണ്. ഈ ലോവർ പാർട്ട് എന്ന് പറയുന്നത് y = -x² ആണ്. ഓക്കെ,
മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ നിങ്ങളത് സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുക ഈ പോയിന്റ് -2 ആയിട്ടാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യും? ഇൻ്റഗ്രൽ ഫ്രം, സോ ഏരിയ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം -2 to 0 അപ്പർ കർവ് മൈനസ് ലോവർ കർവ്. ഇവിടെ അപ്പർ കർവ് എന്ന് പറയുന്നത് -x² മൈനസ് ലോവർ കർവ് എന്ന് പറയുന്നത് 2x ആണ്. ശരിയല്ലേ? അപ്പർ കർവ് മൈനസ് ലോവർ കർവ്. സോ -x² - 2x ഇൻറ്റു dx എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് -x³ - 2x² 2 അതായത് x² ലിമിറ്റ് ഫ്രം -2 to 0 ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 4/3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് -2 mod x വരക്കേണ്ടത്, എങ്ങനെയാണ് x mod x വരക്കേണ്ടത്. x <0 ആകുമ്പോൾ അതിൻ്റെ ബ്രാഞ്ച് എങ്ങനെ വരും, x <0 ആകുമ്പോൾ അതിൻ്റെ ബ്രാഞ്ച് എങ്ങനെ വരും എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ്സ് എന്ന് പറയുമ്പോൾ അപ്പർ കർവ് മൈനസ് ലോവർ കർവ്. ഇവിടെ അപ്പർ കർവ് എന്ന് പറയുന്നത് ഇതാണ്, ലോവർ കർവ് താഴത്തെ ലൈനാണ്. ഓക്കെ, ക്ലിയർ? ബാക്കി ക്വസ്റ്റ്യൻ ആയിട്ട് അടുത്ത ബിനി സാർ വരുന്നുണ്ട് കേട്ടോ. സ്റ്റേ ട്യൂൺ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ മോർണിംഗ് സെഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ശരി, നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ കാണാനുണ്ട്. ഇത് എ എന്ന് പറയുന്നൊരു സെറ്റ് അവിടെ തന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് എന്താ വേണ്ടത്? നമ്പർ ഓഫ് നമ്പേഴ്സ് ഇൻ എ വിച്ച് ആർ നെയ്തർ ഡിവിസിബിൾ ബൈ 3 നോർ ഡിവിസിബിൾ ബൈ 4. അപ്പോൾ 3 കൊണ്ടും 4 കൊണ്ടും 2 കൊണ്ടും ഡിവിസിബിൾ അല്ലാത്ത നമ്പറുകളാണ് നമുക്ക് വേണ്ടത്. ശരിയാണല്ലോ? അപ്പോൾ നമുക്ക് ശരിക്കും അവിടെ കാൽക്കുലേറ്റ്, അപ്പോൾ സെറ്റ് തിയറി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ എനിക്ക് വേണ്ടത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ 3 കോംപ്ലിമെൻറ്റ് ആൻഡ് 4 കോംപ്ലിമെൻറ്റ്. ഉറപ്പാണല്ലോ? അപ്പോൾ സൗകര്യത്തിന് വേണ്ടി നമുക്ക് ഇങ്ങനെ എഴുതിയേക്കാം അല്ലേ. 3 കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഡിവിസിബിൾ അല്ലാത്ത നമ്പറുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ 4 കോംപ്ലിമെൻറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് 4 കൊണ്ട് ഡിവിസിബിൾ അല്ലാത്തത്. ശരിയാണല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് ഡിമോർഗൻസ് ലോ വെച്ചുകൊണ്ട് 3 യൂണിയൻ 4 ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാമല്ലോ അല്ലേ. കോംപ്ലിമെൻറ്റിൻ്റെ നമ്പർ വേണമെങ്കിൽ ടോട്ടലിൽ നിന്ന്, യൂണിവേഴ്സൽ സെറ്റിൽ ടോട്ടൽ എത്രയുണ്ടോ അതിൽ നിന്ന് 3 യൂണിയൻ 4ൻ്റെ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇതൊക്കെ അറിയാവുന്ന കാര്യം തന്നെയല്ലേ, വളരെ സിമ്പിളായ കാര്യമാണ്. വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് യു മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി. നമുക്ക് എഴുതാൻ അറിയാം എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ശരിയല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുന്നത്? ഉറപ്പല്ലേ? യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം എൻ ഓഫ് യു നോക്കാം. എന്താ എൻ ഓഫ് യു? ടോട്ടൽ നമ്പർ ഓഫ് എലിമെൻറ്റ്സ്. നമ്മുടെ സെറ്റ് എയിൽ ടോട്ടൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ട്? 100 മുതൽ 700 വരെ നമുക്കറിയാം 601 എലിമെൻറ്റ്സാണ് ഉള്ളത് അല്ലേ. പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. 700 മൈനസ് 100 പ്ലസ് 1. അപ്പോൾ 601 എലിമെൻറ്റ്സ് ആണ് ടോട്ടൽ ഉള്ളത്. എൻ ഓഫ് യു അതാ. ഇനി അടുത്ത നമുക്ക് എൻ ഓഫ് 4 വേണം അല്ലേ. സോറി, എൻ ഓഫ് 3. അതായത് 3 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന നമ്പറുകൾ വേണം. 3 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കിയേ. 3 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് ഏതാ? ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 102 ആണ് അല്ലേ. ലാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 699 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ n കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം an മൈനസ് a1 ഡിവൈഡഡ് ബൈ d പ്ലസ് 1 എന്നെടുത്താൽ പോരെ. ശരിയാണോ ഞാൻ ഈ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എത്രയാണ് കിട്ടുക? 699 മൈനസ് 102 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1 അല്ലേ. അതായത് കാൽക്കുലേറ്റ് ചെയ്താൽ 200 എന്ന് കിട്ടും. ഉറപ്പല്ലേ ഞാൻ ഈ പറയുന്നത്? ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ ഇത് 200 ആണ്. 200. അതുപോലെ തന്നെ അടുത്തത് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഓഫ് 4 അല്ലേ. അതായത് 4 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന നമ്പേഴ്സ്. 4 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന നമ്പേഴ്സ് നമ്മൾ എടുത്താൽ 100 4 കൊണ്ട് ഡിവിസിബിൾ ആയ നമ്പർ തന്നെയാണ്. 700 എന്ന് പറയുന്നതും 4 കൊണ്ട് ഡിവിസിബിളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എങ്ങനെയാണ്? 700 മൈനസ് 100 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1 എന്നല്ലേ. അതാണ് 151 എന്നാണ് കിട്ടുക. അപ്പോൾ 151 എലമെൻറ്റ്സ് ആണ് അതിനകത്തുള്ളത് 4 കൊണ്ട് ഡിവിസിബിൾ ആകാൻ പറ്റുന്നത്. ഇനി എനിക്ക് എന്ത് വേണം? എൻ ഓഫ് 3 ഇൻ്റർസെക്ഷൻ 4. ശരിയല്ലേ? അപ്പോൾ അടുത്തതായിട്ട് എനിക്ക് എൻ ഓഫ് 3 ഇൻ്റർസെക്ഷൻ 4 വേണം. അതായത് 3 കൊണ്ടും 4 കൊണ്ടും ഒരേപോലെ ഡിവിസിബിൾ ആകുന്ന നമ്പേഴ്സ്. നമുക്കറിയാം 3 കൊണ്ടും 4 കൊണ്ടും ഒരേപോലെ ഡിവിസിബിൾ ആകുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 12 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന നമ്പർ എടുത്താൽ മതിയല്ലോ. 3യുടെയും 4ൻ്റെയും LCM. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 108 ആയിരിക്കും. അവസാനം 700ന് തൊട്ട് മുൻപ് 696 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് an മൈനസ് a1 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 എന്നാണ്.
അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 50 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് 50 കിട്ടും. അപ്പോൾ ഇതൊക്കെ എടുത്ത് നമുക്കിതാ ഇവിടേക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുക? അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എഴുതിയേക്കാം. എൻ ഓഫ് യു എന്ന് പറയുന്നത് 601 ആണ്. അതിൽ നിന്ന് നമ്മൾ എൻ ഓഫ് 3 200 പ്ലസ് 151 മൈനസ് 50 കാൽക്കുലേറ്റ് ചെയ്താൽ 300 എന്ന് കിട്ടുമല്ലോ. അപ്പോൾ 300 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സിയിൽ അത് കാണാൻ പറ്റും. അപ്പോൾ നോക്കിയേ, ഇതേ മോഡൽ ക്വസ്റ്റ്യൻ പ്രത്യേകിച്ചും ഇതേപോലെ നെയ്തർ ഡിവിസിബിൾ ബൈ 3 നോർ ഡിവിസിബിൾ ബൈ 4 ഇതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെ LMRPയിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ നമ്മൾ ചെയ്തതായിരുന്നു. അപ്പോൾ LMRP കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത സെഷൻസ് ഒക്കെ എഴുതാൻ പോകുന്നവർ LMRPയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഇൻ്റഗ്രേഷനിൽ നിന്നും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞാനൊരു കാര്യം ചെയ്യുന്നു. ന്യൂമറേറ്റർ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ആണ്. ശരിയല്ലേ? ഡിനോമിനേറ്ററിൽ കോസ് ക്യൂബ് എക്സ് പ്ലസ് സൈൻ ക്യൂബ് എക്സ് ദ ഹോൾ റൈസ് ടു 2 ആണ്, അല്ലെങ്കിൽ ഹോൾ സ്ക്വയർ ആണ്. ഞാനൊരു കാര്യം ചെയ്യുന്നു. ആ ബ്രാക്കറ്റിൽ നിന്നും ഒരു കോസ് ക്യൂബ് എക്സ് കോമൺ ആയിട്ട് മാറ്റുന്നു. പക്ഷേ ബ്രാക്കറ്റിനുള്ളിൽ ഞാൻ കോസ് ക്യൂബ് എക്സ് എടുത്താൽ അത് പുറത്ത് വരുന്നത് കോസ് ക്യൂബ് എക്സിൻ്റെ സ്ക്വയർ ആയിട്ടായിരിക്കുമല്ലോ. അതായത് കോസ് എക്സ് റൈസ് ടു 6 ആയിട്ടാണ്. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് എന്താ വരിക? ബ്രാക്കറ്റിനകത്ത് കോസ് ക്യൂബ് എക്സ് ബൈ കോസ് ക്യൂബ് എക്സ് 1 ആകും. സൈൻ ക്യൂബ് എക്സ് ബൈ കോസ് ക്യൂബ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ ക്യൂബ് എക്സ് ആകും ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ആകെ നമ്മൾ ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ആ ഡിനോമിനേറ്ററിലെ ബ്രാക്കറ്റിനകത്ത് നിന്ന് കോസ് ക്യൂബ് എക്സിനെ കോമൺ ആയിട്ടൊന്ന് മാറ്റി. അപ്പോൾ അത് ഹോൾ സ്ക്വയർ ആയിട്ടാണ് പുറത്ത് വരുന്നത്. അപ്പോൾ കോസ് ക്യൂബ് എക്സിൻ്റെ സ്ക്വയർ കോസ് എക്സ് റൈസ് ടു 6 ആണ്. അതുപോലെ ബ്രാക്കറ്റിനുള്ളിൽ 1 പ്ലസ് ടാൻ ക്യൂബ് എക്സ് ആകും. സംശയമൊന്നും വേണ്ട. ഇവിടെ വെച്ചിട്ട് ഞാൻ ഇതിനെ ഒന്നുകൂടെ നമുക്ക് കറക്റ്റാക്കി എഴുതിയാലോ. ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to π/4 ദ കോസ് സ്ക്വയർ എക്സ് താഴെയുള്ള കോസ് എക്സ് റൈസ് ടു 6ൽ നിന്നും കോസ് സ്ക്വയർ എക്സ് മാറിയാൽ അവിടെ കോസ് എക്സ് റൈസ് ടു 4 വരും. ആ കോസ് എക്സ് റൈസ് ടു 4ലെ ഒരു കോസ് സ്ക്വയർ എക്സിനെ ഞാൻ ന്യൂമറേറ്ററിലെ സൈൻ സ്ക്വയർ എക്സിലേക്ക് ചേർത്തു. അപ്പോൾ അത് സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് അഥവാ ടാൻ സ്ക്വയർ എക്സ് ആയിട്ട് മാറി. പിന്നെ വീണ്ടും ഡിനോമിനേറ്ററിൽ ഒരു കോസ് സ്ക്വയർ എക്സ് ബാലൻസ് ഉണ്ട്. അത് ന്യൂമറേറ്ററിൽ കൊണ്ടുവന്ന് എനിക്ക് സീക്ക് സ്ക്വയർ എക്സ് ആയിട്ട് എഴുതാൻ പറ്റും. ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ ക്യൂബ് എക്സ് ദ ഹോൾ സ്ക്വയർ വരും അല്ലേ? ഇവിടെ വെച്ച് ഞാനൊരു കാര്യം ചെയ്യുന്നു. ഡിനോമിനേറ്ററിലെ 1 പ്ലസ് ടാൻ ക്യൂബ് എക്സിന് ടി എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 3 ടാൻ സ്ക്വയർ എക്സ് ഇൻറ്റു ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവായ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് സീക്വൽ ടു ഡി ടി എന്നല്ലേ വരിക. ഇനി അതുപോലെ തന്നെ നമുക്ക് ലിമിറ്റ് ചേഞ്ച് ചെയ്താലോ. ലിമിറ്റ് എക്സിന് 0 എടുത്താൽ ടി എന്ന് പറയുന്നത് 1 പ്ലസ് ടാൻ 0 അല്ലേ, അത് 1 ആകും. അതുപോലെ എക്സിന് π/4 കൊടുത്താൽ ടി എന്ന് പറയുന്നത് 1 പ്ലസ് ടാൻ π/4ൻ്റെ ക്യൂബ് 1 പ്ലസ് 1 2 എന്നല്ലേ കിട്ടുക. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രലിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ദ ഇൻ്റഗ്രൽ 0 to π/4 അല്ലേ, ടാൻ സ്ക്വയർ എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് അതിനെ നമുക്ക് ചേർത്തിട്ട് DT/3 1/3 പുറത്തിട്ടേക്കാം. DT/3 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 1 പ്ലസ് ടാൻ ക്യൂബ് എക്സിനെ നമുക്ക് ടി എന്നല്ലേ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ടി സ്ക്വയർ വരും. അപ്പോൾ ഇത് 1/3 ഇൻറ്റു അല്ലേ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/t സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം -1/t അല്ലേ. ഓവർ ദ ലിമിറ്റ് 1 to 2 ആണല്ലോ. അതായത് 1/3 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുത്താൽ -1/2 ലോവർ ലിമിറ്റ് കൊടുത്താൽ -1 പ്ലസ് 1 ആയിട്ട് മാറത്തില്ലേ. അതായത് 1/3 ഇൻറ്റു 1/2 വരും. സോ ഫൈനൽ ആൻസർ 1/6 ആണ്. ഓപ്ഷൻ എയിലല്ലേ 1/6 കാണുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ മോഡൽ ക്വസ്റ്റ്യൻസും നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. നിങ്ങൾക്കറിയാം, പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ മോഡലൊക്കെ വന്നാൽ ഒരു കോസിൻ്റെ പവർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ടാനിലേക്ക് മാറ്റിയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യനും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെ ആയിരുന്നു അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയ മക്കളെ, വീണ്ടും പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൽ നിന്നും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത്. ഇൻ ആൻ ഒക്ടഗൺ, നമുക്കൊരു ഒക്ടഗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 വെർട്ടീസസ് ഉള്ളതിനെ അല്ലേ നമ്മൾ ഈ ഒക്ടഗൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 8 വെർട്ടീസസ് ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒക്ടഗൺ എന്ന് പറയുന്നത്. ശരിയാണല്ലോ. നമുക്ക് വേണ്ടത് എന്താ? ഈ ഒക്ടഗണിനകത്തെ വെർട്ടീസസ് ഉപയോഗിച്ചുകൊണ്ട് ട്രയാങ്കിളുകൾ ഉണ്ടാക്കണം. പക്ഷെ അങ്ങനെ ട്രയാങ്കിളുകൾ ഉണ്ടാക്കുമ്പോൾ ഈ ഒക്ടഗണിൻ്റെ സൈഡുകളൊന്നും ട്രയാങ്കിളിൻ്റെ സൈഡായിട്ട് വരാൻ പാടില്ല. അതല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ ദാറ്റ് നോ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് സൈഡ് ഓഫ് ഒക്ടഗൺ. അപ്പോൾ ഒക്ടഗണിൻ്റെ സൈഡ്
ട്രയാങ്കിളിൻ്റെ സൈഡായിട്ട് വരരുത്. അങ്ങനെ നമുക്ക് ടോട്ടൽ എത്ര ട്രയാങ്കിളുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ശരി, നമുക്കറിയാം ഇവിടെ ടോട്ടൽ എത്ര പോയിന്റുകളുണ്ട് അല്ലെങ്കിൽ എത്ര വെർട്ടീസസ് ഉണ്ട്? 8 വെർട്ടീസസ് ഉണ്ട്. ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് 3 വെർട്ടീസസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 8 വെർട്ടീസസിൽ നിന്നും എനിക്ക് 3 വെർട്ടീസസ് സെലക്ട് ചെയ്ത് അത് ജോയിൻ ചെയ്താൽ ട്രയാങ്കിൾ കിട്ടുമല്ലോ. അത് 8C3 വേസിലല്ലേ ചെയ്യാൻ പറ്റുക. പക്ഷേ ഈ 8C3 ട്രയാങ്കിളുകളും നമുക്ക് ആവശ്യമില്ല. നമുക്ക് എങ്ങനെയുള്ളത് മാത്രം മതി. ഈ തന്നിരിക്കുന്ന ഒക്ടഗണിൻ്റെ സൈഡുകളൊന്നും ട്രയാങ്കിളിൻ്റെ സൈഡുകളായിട്ട് വരാൻ പാടില്ല. പക്ഷേ ഈ 8C3 അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 8C3 നിന്നുകൊണ്ട് എന്ത് സബ്ട്രാക്ട് ചെയ്ത് കളയണം? ഈ ഒക്ടഗണിൻ്റെ സൈഡുകളൊക്കെ വരുന്ന ട്രയാങ്കിളുകൾ മാറ്റണം. ശരിയല്ലേ? ഒക്ടഗണിൻ്റെ സൈഡുകൾ വരിക എന്ന് പറയുമ്പോഴത്തേക്കും ഒക്ടഗണിൻ്റെ ഒരു സൈഡ് മാത്രം വരുന്ന ട്രയാങ്കിളുകൾ ഉണ്ടായിരിക്കും. ഒക്ടഗണിൻ്റെ 2 സൈഡുകൾ വരുന്ന ട്രയാങ്കിളുകൾ ഉണ്ടായിരിക്കും. 3 സൈഡുകൾ വരാൻ പറ്റില്ലല്ലോ. ഒക്ടഗണിൻ്റെ ഏതെങ്കിലും 3 സൈഡുകൾ എടുത്താൽ ഒരിക്കലും നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ടാകില്ല. അപ്പം ഞാനിവിടെ ആദ്യം ഇവിടെ നിന്ന് 8C3 നിന്ന് മാറ്റാൻ പോകുന്നത് ഒരു സൈഡ് മാത്രം വരുന്ന ട്രയാങ്കിൾ. ഒക്ടഗണിൻ്റെ ഒരു സൈഡ് മാത്രം ട്രയാങ്കിളിൻ്റെ സൈഡായിട്ട് വരുന്ന എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സൈഡ് എടുക്കുന്നു. ഈ സൈഡ് എടുക്കാം. ഈ സൈഡ് ഒരു സൈഡായിട്ട് വരുന്ന എത്ര ട്രയാങ്കിൾ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും? ഈ വെർട്ടെക്സിനെ നമുക്ക് ഇവിടേക്ക് ജോയിൻ ചെയ്ത് ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റും അല്ലേ. ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടേക്ക് രണ്ടാമത്തെ ഒരു ട്രയാങ്കിള്, ഇവിടേക്ക് ജോയിൻ ചെയ്താൽ 3ാമത്, അതുപോലെ തന്നെ ഇവിടെ ജോയിൻ ചെയ്താൽ 4ാമത് അല്ലേ. ഇങ്ങനെ 4 ട്രയാങ്കിളുകളാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് ഇങ്ങനെ ജോയിൻ ചെയ്തില്ല. അങ്ങനെ ജോയിൻ ചെയ്താൽ എനിക്ക് കിട്ടുന്നത് 2 സൈഡുകൾ വരുന്ന ട്രയാങ്കിൾ. അത് ഞാനിപ്പോൾ തൽക്കാലം കൺസിഡർ ചെയ്യുന്നില്ല. ശരിയല്ലേ? അപ്പോൾ ഞാൻ ഒക്ടഗണിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് എടുത്താൽ ആ ഒരു സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 4 ട്രയാങ്കിളുകൾ ഈ രീതിയിൽ വരും. ശരിയല്ലേ അല്ലേ? അപ്പോൾ അങ്ങനെ ഒക്ടഗണിന് ടോട്ടൽ 8 സൈഡുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് 8 × 4 അല്ലേ ട്രയാങ്കിൾസ് അല്ലേ ഒക്ടഗണിൻ്റെ ഒരു സൈഡായിട്ട് വരുന്ന ട്രയാങ്കിൾ വരിക. ഇനി അതുകൂടാതെ എന്തും കൂടി നമ്മൾ കളയേണ്ടതുണ്ട്. ഒക്ടഗണിൻ്റെ ഏതെങ്കിലും 2 സൈഡുകൾ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും ആ ഒക്ടഗൺ ഒന്ന് നോക്കാം. ഒക്ടഗൺ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു. ശരിയല്ലേ? ഇങ്ങനെയായിരുന്നു ഒക്ടഗൺ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് 8 വെർട്ടീസസ് ഉണ്ട്. വെർട്ടീസസും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 2 സൈഡുകൾ വരുന്നത്. അപ്പോൾ 2 സൈഡുകൾ വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് അഡ്ജസൻ സൈഡുകളെല്ലാം എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പോൾ ഈ 2 സൈഡുകൾ വരുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതൊന്ന്. ശരിയല്ലേ? ഇനി അതുപോലെ നമുക്ക് അടുത്ത 2 അഡ്ജസൻ സൈഡുകൾ എടുക്കാം. ഈ സൈഡും കൂടെ എടുത്താൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടും. ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇവിടെ ഒരു ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ ഇത്രയും ട്രയാങ്കിൾസ് അല്ലേ നമുക്ക് 2 സൈഡുകൾ അടുത്തടുത്ത് വരുന്നതായിട്ട് എടുക്കാൻ പറ്റുന്നത്. ഇതെല്ലാം കൂടി ചേർത്താൽ ടോട്ടൽ എത്ര സൈഡുകൾ ഉണ്ടാകും? 8 സൈഡുകൾ അല്ലെങ്കിൽ 8 ട്രയാങ്കിൾസ് ഉണ്ടാകും. അപ്പോൾ നോക്കി, ആദ്യം നമ്മൾ കളഞ്ഞത് എന്താ? 8C3 എടുത്തു. 8C3 എന്ന് പറഞ്ഞാൽ കണ്ണും പൂട്ടി ഈ 8 വെർട്ടീസസിലെ ഏതെങ്കിലുമൊക്കെ 3 എണ്ണം എടുത്ത് ജോയിൻ ചെയ്യുന്ന നമ്പർ ആയിരുന്നു. പക്ഷെ അത്രയും ട്രയാങ്കിളുകൾ നമുക്ക് ആവശ്യമില്ല. ഈ 8C3 നമ്മുടെ ഒക്ടഗണിൻ്റെ സൈഡുകളൊക്കെ സൈഡുകളായിട്ട് വരുന്ന ട്രയാങ്കിളുകൾ ഇരിപ്പുണ്ട്. അതിനെയൊക്കെ മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒക്ടഗണിൻ്റെ ഒരു സൈഡ് മാത്രം ട്രയാങ്കിളിൻ്റെ സൈഡാകുന്നത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി. അത് മനസ്സിലായല്ലോ. അതാണ് 8 × 4. അതിനുശേഷം ഒക്ടഗണിൻ്റെ 2 സൈഡുകൾ ട്രയാങ്കിളിൻ്റെ 2 സൈഡുകളായിട്ട് വരും നോക്കി. അത് മൊത്തം 8 എണ്ണമാണെന്ന് കണ്ടു. ശരിയല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 8C3 എന്ന് പറഞ്ഞാൽ 56 ആണ്. അപ്പോൾ ഇത് 32 + 8 കിട്ടും. അതായത് 56 - 40. ഫൈനൽ ആൻസർ നമുക്ക് എത്രയാണ്? 16 അല്ലേ കിട്ടുന്നത്. കണ്ടോ? അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ചാൽ അത് ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല ജോമെട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടിട്ടുള്ളതുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തതായിട്ട് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിൽ നിന്നുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കൊരു ഫംഗ്ഷൻ f(x) തന്നിട്ടുണ്ട്. ശരിയല്ലേ? f(x) എന്ന് പറയുന്നത് x⁻x ആണ്. ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആകുന്ന ഇൻ്റർവെലല്ലേ വേണ്ടത്. നമുക്കറിയാം ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ആകുന്ന കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഉറപ്പായിട്ടും ഡെറിവേറ്റീവ് വേണം. x⁻x ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ x⁻x × 1 + log x ആണ്. NCERT എക്സസൈസിലുള്ളതാണ്. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്തുകൊണ്ടല്ലേ നമ്മൾ ഈ x⁻x ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. ശരിയാണോ ഞാൻ ഈ പറയുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത്. ഈ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് >0 വരണം. അപ്പോഴല്ലേ നമ്മൾ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് >0 വരുന്ന എക്സുകൾ കണ്ടുപിടിച്ചാൽ മതിയാകുമല്ലോ. എന്തായാലും x⁻x എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. കാരണം നമുക്കറിയാം x⁻x ഡിഫൈൻഡ് ആകുന്നത് x > 0
ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എക്സ് റൈസ് ടു എക്സ് എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രോഡക്റ്റ് പോസിറ്റീവ് ആകണമെങ്കിൽ ശരിക്കും നമുക്ക് എന്താ വേണ്ടത്? 1 + log x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആകണം. അവിടെ നിന്ന് നമുക്ക് log x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ -1 ആകണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എക്സ് ഗ്രേറ്റർ ദാൻ e⁻⁻1 അഥവാ എക്സ് ഗ്രേറ്റർ ദാൻ 1/e എന്നല്ലേ? എക്സ് ഗ്രേറ്റർ ദാൻ 1/e എന്ന് പറഞ്ഞാൽ 1/e മുതൽ എവിടം വരെ? ഇൻഫിനിറ്റി വരെ അല്ലേ? മാത്രമല്ല ഇവിടെ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങിൻ്റെ കാര്യമായതുകൊണ്ട് സ്ട്രിക്റ്റ് ഇനിക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്പൺ ഇൻ്റർവെൽ അല്ലേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡി അല്ലേ നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കഷന് വേണ്ടിയിട്ട് HM വരുന്നുണ്ട്. യെസ്, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഫംഗ്ഷൻ നോട്ട് ചെയ്തോളൂ. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഡിവൈഡ് ബൈ ക്വാഡ്രാറ്റിക് ആണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ബൈ ക്വാഡ്രാറ്റിക് കണ്ടിട്ട് ഇത് 1/1 into many 1 ഈ കേസുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യേണ്ടത് യു സബ്സ്റ്റിറ്റ്യൂട്ട് എ റിയൽ നമ്പർ. ഇപ്പോൾ ഞാൻ എക്സ് ഇവിടെ f(x)ന് ഇവിടെ ഞാൻ -1 കൊടുക്കുകയാണ്. അതായത് വൈക്ക് -1 എന്ന് കൊടുക്കുകയാണ്. വൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, രണ്ട് സെറ്റിൽ ആദ്യത്തെ സെറ്റിൽ എക്സുകളുടെ കളക്ഷനും രണ്ടാമത്തെ സെറ്റിൽ വൈകളുടെ കളക്ഷൻ ആയിരിക്കും. സോ എന്ത് കൊടുക്കുകയാണ്? വൈക്ക് -1 കൊടുക്കുകയാണ്. അതായത് റേഞ്ചിലുള്ള ഒരു നമ്പർ, ബിക്കോസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന 6 ന്ന് 6ലേക്കായിരിക്കും. സോ -1 കൊടുക്കുകയാണ്. -1 കൊടുക്കുന്ന സമയത്ത് ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം: -1 = x² + 2x - 15 ഡിവൈഡഡ് ബൈ x² - 4x + 9 ഇടുന്നു. ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ -x² + 4x - 9, പിന്നെ ആ റൈറ്റ് സൈഡ് കിടക്കുന്ന x² + 2x, പിന്നെയുള്ളത് എന്താണ്? -15 ആണ്. അതിനെ ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് -x² - 2x + 15 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. അപ്പോൾ ഇതിനൊന്ന് ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ -2x², 4x - 2x എത്രയാണ്? 2x, -9 + 15 is +6 which is equal to 0. ഇതൊരു ക്വാഡ്രാറ്റിക് ആയി, ശരിയല്ലേ? ഈ ക്വാഡ്രാറ്റിക്കിന് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് റൂട്ട് കിട്ടുന്നതോ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെർഫെക്റ്റ് സ്ക്വയർ ആണോ b² - 4ac ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2 റൂട്ട്സുകൾ കിട്ടും, x1 x2. കാരണം ഇതിൻ്റെ b² - 4ac എന്താണ്? പോസിറ്റീവാണ്. അല്ലെങ്കിൽ പോസിറ്റീവ് ആവുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ഇവിടെ -1ൻ്റെ സ്ഥാനത്ത് കൊടുത്താൽ മതി. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വാല്യൂ കൊടുക്കുന്നു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു, ഒരു ക്വാഡ്രാറ്റിക്കിലേക്ക് തന്നെ എത്തുന്നു. ക്വാഡ്രാറ്റിക്കിന് 2 സൊല്യൂഷൻസ് അറിയാം. ഈ എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക്കിൻ്റെ സൊല്യൂഷൻസ് ആണ്. ആ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഡൊമൈനിലുള്ള എലമെൻസ് ആണ്. അപ്പോൾ ഡൊമൈനിൽ 2 എലമെൻസ് ആണ് x1 x2 എന്ന് പറയുന്നത്. അതിൻ്റെ റേഞ്ചിൽ വന്നിരിക്കുന്നത് -1 ആണ്, ബിക്കോസ് നമ്മൾ അവിടെ -1 ആണ് കൊടുത്തത്. അപ്പോൾ x1 എന്ന് പറയുന്ന ഡൊമൈനിലെ എലമെൻറ്റും x2 എന്ന് പറയുന്ന എലമെൻറ്റ് എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്? -1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അതായത് ഈ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2 x വാല്യൂസ് കിട്ടും. അത് ഡൊമൈനിലെ എലമെൻറ്റുകളാണ്. 2 x വാല്യൂസിന് എന്താ കിട്ടുക? എന്താണ്? -1ലേക്കാണ് അത് മാപ്പ് ചെയ്യുന്നത്. സോ ഇതെന്ത് ഫംഗ്ഷനാണ് മക്കളെ? മെനി വൺ ഫംഗ്ഷനാണ്. ഇതെന്താണ്? മെനി വൺ ഫംഗ്ഷൻ. ഓക്കെ, മെനി വൺ, റൈറ്റ്? അപ്പം മെനി വൺ ആണെന്നുള്ള കാര്യം ഓക്കെ എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്വാഡ്രാറ്റിക് ബൈ ക്വാഡ്രാറ്റിക് എന്ന് പറയുന്നതിൻ്റെ റേഞ്ച് എന്താണെന്ന് നോക്കണം. ഇതിൻ്റെ റേഞ്ച് ഒരിക്കലും നമുക്കറിയാം ഇൻഫിനിറ്റിയിലേക്ക് വരില്ല റേഞ്ച്. കാരണം എന്താണ്? നിങ്ങൾ ഇവിടെ ലിമിറ്റ് x ടെൻഡ്സ് ടു അല്ലെങ്കിൽ x ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ക്വാഡ്രാറ്റിക് ബൈ ക്വാഡ്രാറ്റിക് വരുമ്പോൾ നിങ്ങൾക്കറിയാം ആ ലീഡിങ് കോഎഫിഷ്യൻസിൻ്റെ റേഷ്യോ ആണ് വരിക. 1/1 എന്നൊക്കെ നിങ്ങൾ ഇവിടെ 1/1 എന്നൊക്കെയാണ് വരിക. അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ റേഞ്ചും കോഡൊമൈനും ക്വാഡ്രാറ്റിക് ബൈ ക്വാഡ്രാറ്റിക്കിൽ എന്താവില്ല? സെയിം ആവില്ല. റേഞ്ച് ഈസ് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ ആണ്. ദെർഫോർ ദിസ് ഇസ് നോട്ട് ഓൺ ടു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇത് ഇൻടു ഫംഗ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ക്വാഡ്രാറ്റിക് മോസ്റ്റ് പ്രോബബ്ലി ഇൻടു ആയിരിക്കും. സോ ഇൻടു ആണ്. സോ ഇത് മെനി വൺ ഇൻടു ഫംഗ്ഷൻ ആണ്. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കുക, അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യുക. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് നെയ്തർ 1/1 നോർ ഓൺ ടു എന്നാണ്. ഈ 1/1 എന്ന് പറഞ്ഞാൽ തെറ്റാണ്, അതുപോലെ ഓൺ ടു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, 1/1 ആൻഡ് ഓൺ ടു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സോ ഓപ്ഷൻ ഈസ് എ. നെക്സ്റ്റ് നോക്കാം. പലപ്പോഴും എക്സാമിന് ചോദിക്കുന്ന റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റൻ ആണിത്. ഒരു ക്വാഡ്രാറ്റിക് തന്നിരിക്കുന്നു, എന്നിട്ട് an = α(n + β(n) എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ x² പകരം നമ്മൾ x²നെ എക്സിനെയും കോൺസ്റ്റൻറ്റിനെയും എന്താക്കി മാറ്റണം? x² എന്ന് പറഞ്ഞാൽ an എന്ന് എഴുതാം. ഓക്കെ, -t² - 5t + 6 ഇൻറ്റു എക്സിന് നമ്മൾ an - 1 എഴുതുക. ഓക്കെ, പ്ലസ് ആ കോൺസ്റ്റൻറ്റ് നമ്മൾ an - 2 എന്ന് എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. എന്നിട്ട് നമ്മൾ n ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്പർ കൊടുക്കണം. സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് നമ്മളെ ക്വസ്റ്റൻ അനുസരിച്ച് 2025 എന്ന് കൊടുത്താൽ 2025 എന്ന് കൊടുത്താൽ ഇവിടെ a 2025 -t² - 5t + 6 ഇൻറ്റു a 2024 + a 2023 എന്ന് കിട്ടും. ശരിയല്ലേ?
ഇതിൽ നിങ്ങൾക്ക് ആ ക്വാഡ്രാറ്റിക് ഉണ്ടോ T² മൈനസ് 5T പ്ലസ് X6 എന്ന് പറയുന്ന ഈ ക്വാഡ്രാറ്റിക് അവിടുന്ന് കണ്ടുപിടിച്ചാൽ മതി. അതെങ്ങനെ കിട്ടും? A2025 പ്ലസ് A2023 ഈക്വൽ ടു ആ ടേം പോകുന്നു. അവിടെ നമ്മൾ A2024 ഡിവൈഡ് ചെയ്യുന്നു. A2024 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു ഗെറ്റ് T² മൈനസ് 5T. ഓക്കെ, T² മൈനസ് 5T പ്ലസ് 6 എന്ന് കിട്ടി. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ എന്ത് വാല്യൂ ആണ്? ഇതിൻ്റെ എന്താ ചോദിച്ചിരിക്കുന്നത്? മിനിമം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ക്വാഡ്രാറ്റിക്കിൻ്റെ മിനിമം അല്ലേ? ക്വാഡ്രാറ്റിക്കിൻ്റെ മിനിമം കാണാനുള്ള മെത്തേഡ് എന്താ? ഏത് ക്വാഡ്രാറ്റിക്കിൻ്റെയും മിനിമം വാല്യൂ കാണുന്നത് -D/4A അല്ലെങ്കിൽ 4AC മൈനസ് B²/4A ആണ് മിനിമം കാണാനുള്ള മെത്തേഡ് കേട്ടോ. ഇതതിൻ്റെ വെർട്ടെക്സ് ആണ്. മിനിമം കാണാനുള്ള ഐഡിയ ഇതാണ്. അപ്പോൾ 4AC മൈനസ് B² ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ യു ക്യാൻ ട്രൈ ഇറ്റ്, യു വിൽ ഗെറ്റ് ആൻ ആൻസർ -1/4. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ വരുന്നത് -1/4 ഓപ്ഷൻ എ ആയിരിക്കും. 4AC മൈനസ് B²/4 കാണാൻ എല്ലാവർക്കും അറിയില്ലേ? അത് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. കോട്ട് ഇൻവേഴ്സ് 3 പ്ലസ് കോട്ട് ഇൻവേഴ്സ് 4 എക്സെട്ര ഈക്വൽ ടു π/4 ആണ്. സോ ഈ കോട്ട് ഇൻവേഴ്സ് 3 നമ്മൾ എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് ഓഫ് 1/3 എന്ന് എഴുതാം. പ്ലസ് കോട്ട് ഇൻവേഴ്സ് 4 നമ്മൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 1/4 എന്ന് എഴുതാം. നെക്സ്റ്റ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/5 എന്ന് എഴുതാം. ഈക്വൽ ടു, ഇനി ശ്രദ്ധിക്കണം, ഈക്വൽ ടു π/4 നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് എഴുതാം. പിന്നെ ഈ കോട്ട് ഇൻവേഴ്സ് എന്നിന് നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അത് മൈനസ് കോട്ട് ഇൻവേഴ്സ് n ആവും. അതിന് നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/n എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ടാൻ ഇൻവേഴ്സ് x പ്ലസ് ടാൻ ഇൻവേഴ്സ് y അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക ടാൻ ഇൻവേഴ്സ് ഓഫ് 1/3 പ്ലസ് 1/4 is 7/12 ഡിവൈഡ് ബൈ 1 മൈനസ് എന്ത് കിട്ടും? 1/12 എന്ന് കിട്ടും. പ്ലസ് എന്നുണ്ട് ഇവിടെ ഒരു ടാൻ ഇൻവേഴ്സ് ഓഫ് 1/5 ഉണ്ട് അല്ലേ? ടാൻ ഇൻവേഴ്സ് ഓഫ് 1/5 ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ വീണ്ടും ടാൻ ഇൻവേഴ്സ് x മൈനസ് ടാൻ ഇൻവേഴ്സ് y അപ്ലൈ ചെയ്യുന്നു. അവിടെ നമുക്ക് കിട്ടുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് 1/n ഡിവൈഡ് ബൈ 1 പ്ലസ് 1/n എന്ന് കിട്ടും. ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 7/12 1 മൈനസ് 1/12 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് 7/11 എന്ന് കിട്ടും. പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എന്ത് കിട്ടും? 1/5. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ഇവിടെ LCM എടുക്കുമ്പോൾ n-1/n പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, വീണ്ടും ഇവിടെ ടാൻ ഇൻവേഴ്സ് x പ്ലസ് ടാൻ ഇൻവേഴ്സ് y അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടാൻ ഇൻവേഴ്സ് ഓഫ് 7/11 പ്ലസ് 1/5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 35 പ്ലസ് 11 അല്ലേ? 46 ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ ടാൻ ബി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുക 48. ദാറ്റ്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് n-1 ഡിവൈഡ് ബൈ n പ്ലസ് 1 കിട്ടും. ടാൻ ഇൻവേഴ്സ് ബോത്ത് സൈഡ് ക്യാൻസൽ ചെയ്യുക. സോ n-1/n പ്ലസ് 1 ഇസ് ഈക്വൽ ടു 46/48. സോ n എത്ര കിട്ടും മക്കളെ? 47 എന്ന് കിട്ടും. കാരണം n 47 കൊടുത്താൽ 47 1 കുറയ്ക്കുമ്പോൾ 46, 47 കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 48 കിട്ടും. സോ n is equal to 47 is the right answer. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ ആയിട്ട് പ്രസാദ് സാർ വരും കേട്ടോ. റൈറ്റ്, അപ്പോൾ മക്കളെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാറ്റിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കുറേ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അടുത്ത എക്സാമിന് പോകുമ്പോഴും നോക്കി വെക്കുക കേട്ടോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് ഡേവിയേഷൻ തന്നിട്ടുണ്ട്. 4 സ്റ്റാൻഡേർഡ് ഡേവിയേഷൻ തന്നിട്ടുണ്ട് വെച്ചാൽ നമുക്ക് അതിൻ്റെ വാരിയൻസ് ആയിട്ട് എടുക്കാം. എന്തെടുക്കുക? വാരിയൻസ് σ² is equal to ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4 എന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കണം. അത് എനിക്ക് തോന്നുന്നു അത് 2 ആയിട്ടാണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് എന്നാണ് തോന്നുന്നു. 2 ആയിട്ട് വരുമ്പോഴാണ് ഓപ്ഷൻ കറക്റ്റായിട്ട് വരുന്നത്. അപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ആണ് എന്നുണ്ടെങ്കിൽ വാരിയൻസ് എന്തായിരിക്കും? 4 ആയിരിക്കും അല്ലേ? ഇനി മീൻ എന്ന് പറയുന്ന സമയത്ത് മീൻ x⁻ is equal to എന്ത് തന്നിട്ടുണ്ട്? 10 എന്ന് തന്നിട്ടുണ്ട്. ഓഫ് 20 ഒബ്സർവേഷൻ ആണ്. അപ്പോൾ n is equal to എന്താണ്? 20 ആണ്. വൺ ഓഫ് ദ ഐറ്റം ഏത്? 8 ഈസ് റോങ്. 8 റോങ്, ദാറ്റ് ഈസ് 12 ദേ ഹാവ് 8. അതായത് 8 എന്നതിന് മാറ്റി വെച്ചിട്ട് 12 ആണ് വരേണ്ടത് അല്ലേ? നോക്കൂ ക്വസ്റ്റ്യൻ നോക്കൂ. 1 ടേം വാസ് ടേക്കൺ റോങ്. ഒന്ന് 8 ആണ്, 8 റോങ് ആണ്, 12 ആണ് കറക്റ്റായിട്ട് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആദ്യം എന്ത് ചെയ്യുക? സം എടുക്കുക. അതായത് σxi എന്ന് പറയുന്ന സമയത്ത് എന്തായിരിക്കും? നമ്പർ 20 ഇൻറ്റു മീൻ എത്രയാണ്? 10 ആണ്. അപ്പോൾ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 200 എന്ന് കിട്ടും. σxi എന്ന് പറയുന്നത് 200 ആണ്. ഈ 200 എന്ന് പറയുന്ന സമ്മിൽ ഉൾപ്പെട്ടിരിക്കുന്ന നമ്പർ 8 ആണ്. പക്ഷെ വരേണ്ടത് എന്താണ്? 12 ആണ്. അപ്പോൾ നമുക്ക് ആ 200ൽ നിന്ന് 8 മൈനസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അപ്പോൾ 192 വരുന്നു. അപ്പോൾ അതിലേക്ക് കറക്റ്റ് ഒബ്സർവേഷൻ 12 ആണ്. 12 അതിലേക്ക് എടുത്ത് വെക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 204 കിട്ടി. അതായത് നമ്മുടെ ന്യൂ σxi എന്ന് പറയുന്നത് എന്താണ് മക്കളെ? 204 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി വാരിയൻസിൻ്റെ ഇക്വേഷൻ എന്താ? σxi²
n 20 ആണ് അല്ലേ, മൈനസ് മീൻ എക്സ് ബാർ സ്ക്വയർ, എക്സ് ബാർ എന്ന് പറയുന്നത് 10 ആണ്. അപ്പം 10 സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 വരും. ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 4 എന്ന്. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം, സിഗ്മ എക്സ് ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു 104 × 20 എന്ന് വന്നു അല്ലേ. അപ്പം 2080 വന്നു. സിഗ്മ എക്സ് ഐ സ്ക്വയർ എന്ന് പറയുന്നത് 2080 ആണ് അല്ലേ. അപ്പം ഇതിൽ നിന്ന് ഈ 2080 നിന്ന് ഓരോ എക്സൈൻ്റെയും സ്ക്വയർ ആണ്. അപ്പം 8 സ്ക്വയർ ആണ് ഈ 2080 വരിക. അപ്പം നമ്മൾ അതിൽ നിന്ന് 8 സ്ക്വയർ മാറ്റി, അപ്പം 64 മാറ്റി. 64 മാറ്റി കഴിഞ്ഞെന്ന് വെച്ചാൽ 12 അതിലേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ സിഗ്മ എക്സ് ഐ സ്ക്വയറിൽ 12 സ്ക്വയർ ആണ് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് വരിക. അപ്പോൾ നമുക്ക് 12 സ്ക്വയർ 64 മൈനസ് ചെയ്തു 144 ആഡ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഇത് 2160 എന്ന് വരും. ഇതാണ് നമ്മളുടെ ന്യൂ സിഗ്മ എക്സ് ഐ സ്ക്വയർ എന്ന് പറയുന്നത്. ശരിയല്ലേ. അപ്പോൾ നമ്മുടെ ന്യൂ വാരിയൻസ് എന്താ വരിക, ന്യൂ വാരിയൻസ് എന്ന് പറയുന്നത് ന്യൂ സിഗ്മ എക്സ് ഐ സ്ക്വയർ എന്ന് പറയുന്നത് 2160 ആണ്. ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് 20 ആണ്. മൈനസ് മീൻ സ്ക്വയർ, നമ്മൾ ന്യൂ മീൻ അല്ലേ എടുക്കേണ്ടത്. ന്യൂ മീൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ നോക്കിയേ ഇല്ല അല്ലേ. ന്യൂ മീൻ എന്ന് പറയുന്ന സമയത്ത് ന്യൂ സിഗ്മ എക്സ് ഐ എന്ന് പറയുന്നത് 204 ആണ്. ഡിവൈഡഡ് ബൈ 20 ആണ്. അപ്പോൾ അതെന്താണ്, 10.2 ആണ്. അപ്പോൾ നമുക്ക് അവിടെ വരേണ്ടത് എന്താണ്, 10.2ൻ്റെ സ്ക്വയർ ആണ് വരേണ്ടത്. ഇതാണ് കറക്റ്റ് വാരിയൻസ് എന്ന് പറയുന്നത് അല്ലേ. 2160 ഡിവൈഡഡ് ബൈ 20 എന്ന് പറഞ്ഞാൽ 108 മൈനസ് മറ്റേതെന്താ 10.04. അപ്പോൾ നമുക്ക് അവിടുന്ന് വരും 3.96 ആണ് എന്ത്, ന്യൂ വാരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് വാരിയൻസ്. അപ്പോൾ റൂട്ട് ഓഫ് 3.96 എന്ന് നമുക്ക് കിട്ടും. സ്റ്റാറ്റിസ്റ്റിക്സിൽ വന്നിരിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം മക്കളെ. അതായത് ദ നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് സൊല്യൂഷൻസ്. നോക്കുക, നിങ്ങൾ ഇക്വേഷൻ നോക്കുക. മോഡ് എക്സ് പ്ലസ് മോഡ് എക്സ് പ്ലസ് മോഡ് എക്സ് മൈനസ് 1 + 7 ഇസ് ഈക്വൽ ടു എന്താണ്, 25 ആണ്. അപ്പം ഞാൻ ഇതിന് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മോഡ് എക്സ് മൈനസ് 1 + 7 എന്ന് പറയുന്നത് നമുക്കറിയാം 25 മൈനസ് മോഡ് എക്സ് ആണ്. ശരിയല്ലേ. ഇതിൻ്റെ ഒരു ഗ്രാഫ് വരച്ച് നോക്കിയാലോ നമുക്ക്. ഇതിൻ്റെ ഒരു ഗ്രാഫ് വരച്ച് നോക്കുന്ന സമയത്ത് ആദ്യം ലെഫ്റ്റിലുള്ള എൻ്റെ ഗ്രാഫ് കേട്ടോ, രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എത്ര പോയിൻറ്റ്സിലാണെന്ന് നോക്കുകയാണെങ്കിൽ അതാണ് എന്ത്, കോമൺ സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മോഡ് എക്സ് മൈനസ് 1 + 7 ആണ്. അപ്പോൾ മോഡ് എക്സ് മൈനസ് 1 എന്ന് പറയുന്ന സമയത്ത് എന്താ അവിടെ വരിക, മോഡ് എക്സ് മൈനസ് 1 എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 1 ആണ്. അപ്പം നമുക്ക് 1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരും അല്ലേ. അതിനോട് 7 ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെയാണ് 7 എന്ന് വിചാരിച്ചോ. അപ്പം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെയാണ് ഏതിൻ്റെ ഗ്രാഫ് വരിക, മോഡ് എക്സ് മൈനസ് 1 + 7 എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫ് വരിക. ഇനി റൈറ്റ് സൈഡിലുള്ളത് നോക്കിയേ, 25 മൈനസ് മോഡ് എക്സ്. മൈനസ് മോഡ് എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക, മൈനസ് മോഡ് എക്സിൻ്റെ ഗ്രാഫ് ഈ ടൈപ്പിലാണ് വരിക അല്ലേ, ഒറിജിനിൽ 25 ആഡ് ചെയ്യണം അതിൽ. അപ്പോൾ അതിലേക്ക് എന്ന് പറയുന്ന സമയത്ത് ഈ എക്സ് ആക്സിസ് വൈ ആക്സിസിലേക്ക് 25 കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലേ ഏകദേശം 25 എന്ന് പറയുന്ന പോയിൻ്റ് മുകളിൽ വരും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും, 25 മൈനസ് മോഡ് എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരും. അപ്പോൾ നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് രണ്ട് ഗ്രാഫും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് അല്ലേ. അപ്പോൾ ഇതൊരു പോയിൻ്റായിട്ട് വരും, ഇവിടെ ഒരു പോയിൻ്റായിട്ട് വരും. നമ്മളോട് സൊല്യൂഷൻസ് ഏതാണെന്ന് ചോദിച്ചില്ല, നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി എത്ര സൊല്യൂഷൻ ഉണ്ട് നോക്കിയേ, 2 സൊല്യൂഷൻ ഉണ്ട്. സോ നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഈസ് ഈക്വൽ ടു 2 ആണ്. ഗ്രാഫ് വരച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ ആദ്യം തന്നെ എന്തെടുക്കുന്നു, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എടുക്കുന്നു. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്. പി ഈസ് 1/1 + x² dx. യെസ്, ഗോട്ട് ഇറ്റ്. ഇ റൈസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് അല്ലേ, കിട്ടിയില്ലേ. ദ സൊല്യൂഷൻ ഈസ് ഓഫ് ദ ഫോം y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഇ റൈസ് ടു tan inverse x is equal to integral q is e raised to minus tan inverse x into integrating factor is e raised to tan inverse x dx അല്ലേ. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എന്താ വരിക, അതിൻ്റെ പവർ ആഡ് ചെയ്യുമ്പോൾ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ 1 ആയില്ലേ.
സോറി 0 ആയില്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ ഇ റൈസ് ടു 0 എന്ന് വന്നില്ലേ. ഇ റൈസ് ടു 0 എന്ന് പറയുന്നത് 1 അല്ലേ. അപ്പോൾ y ഇൻറ്റു ഇ റൈസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ് പ്ലസ് സി എന്നായില്ലേ. സോ y ഇൻറ്റു ഇ റൈസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ് ആണ്, എക്സ് പ്ലസ് സി എന്ന് വന്നില്ലേ. അപ്പോൾ ഏതാണ് നോക്കിയേ, ഓപ്ഷൻ സി മാച്ച് ചെയ്തില്ലേ നോക്കിയേ. അപ്പോൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ മക്കളെ നമ്മൾ ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പോൾ അടുത്ത എക്സാം എഴുതാൻ പോകുന്നവർക്കൊക്കെ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ബൈ. താങ്ക് യു.